Good morning, students. ലാസ്റ്റിലുള്ള റിഹേഴ്സൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമാണ്. ഇതേ ലെവലിലൊക്കെ ആയിരിക്കാം ഫൈനൽ പരീക്ഷയ്ക്കും വരുന്നു. ഒരുപാട് ടഫായിട്ട് വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി എന്ത് ചോദിച്ചാലും അവർ NCERT ബേസ്ഡ് ചെയ്തിട്ടുള്ള തിയറി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ പല ഡിസ്കഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, NCERT ബുക്ക് വായിക്കണം. നമ്മളിവിടെ നടത്തിയിട്ടുള്ള COTS, റിവിഷൻ ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങളോട്ട് പോകരുത്, പഴയത് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയമെൻഷൻ ഫോർമുല ഫോർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പലരും ഈ വർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. വർക്കെന്ന് കണ്ടോർണെ നമുക്കറിയാം ml² T⁻⁻². അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പലരും അത് തന്നെ ചെയ്യുമായിരുന്നു, ml² T⁻⁻². കാരണം നമുക്ക് എനർജിയാണത്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കെന്ന് കേട്ടാലും വർക്ക് എടുക്കുന്നവരുണ്ട്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കെന്ന് വെച്ചാൽ പവറാണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. സോ ml² T⁻⁻3. ഇപ്പം ഡയമെൻഷൻ ഫോർമുലയിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ എററിനും ഒരു ക്വസ്റ്റ്യൻ വരാം, രണ്ടും വരാം. വന്നാൽ 8 മാർക്കാണ് ആ ഒരു ചെറിയ ചാപ്റ്ററിന്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് അതിൽ കാണും. അടുത്ത് ഫോഴ്സ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ. ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോമാണ് തന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് നമ്മളെടുക്കുന്ന ഫോഴ്സ് F ഈസ് ഈക്വൽ ടു F വെക്റ്റർ ഈസ് ഈക്വൽ ടു Fxi വെക്റ്റർ പ്ലസ് Fyj വെക്റ്റർ പ്ലസ് Fzk വെക്റ്റർ. എങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Fx² പ്ലസ് Fy² പ്ലസ് Fz². നമുക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2² പ്ലസ് 3² പ്ലസ് 6². ദാറ്റ് ഈസ് 7 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 bodies ഓഫ് ഡിഫറൻറ്റ് മാസ് ആർ ഡിഫറൻറ്റ്, ഡ്രോപ്ഡ് ഫ്രം ദ ഹൈറ്റ് 16 and 25. ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ആണ്. ഫ്രീലി ഫാളിംഗ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ഫ്രീലി ഫാളിംഗ് ആണെന്ന് വെച്ചാൽ u ഈസ് ഈക്വൽ ടു 0. ഈ ഹൈറ്റ് h ആണ്. ഇവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആണ് ഫ്രീലി ഫാളിങ്ങിൽ. അപ്പോൾ ആ v hനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുപോലെ ഇവിടെ എത്തുന്ന ടൈം ടേക്കൺ t ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g എന്ന് വെച്ചാൽ t ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് h ആണ്. ടിയും ഹെച്ചും തമ്മിൽ t ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് h ആണ്. അപ്പോൾ നമുക്ക് h തന്നിട്ടുണ്ട്. സോ T1/T2 ഈസ് ഈക്വൽ ടു റൂട്ട് h1/റൂട്ട് h2. ദാറ്റ് ഈസ് റൂട്ട് 16/റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. 4/5 ആണ്. ഫ്രീലി ഫാളിംഗ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. Next question. The momentum of a body is increased by 25%. എങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ അബൌട്ട്. അപ്പോൾ പല രീതിയിൽ ചെയ്യാം നമുക്ക്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു P²/2m. സോ ഡെൽറ്റ K/K ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു delta K/K into 100 is equal to percentage change in the momentum.
അപ്പോൾ നമുക്ക് പി ഡാഷ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ പി സ്ക്വയർ ഇൻറ്റു 100. മൊമെൻറ്റം 25% ആണ് ഇൻക്രീസ്. കൈനറ്റിക് എനർജി കണ്ടു. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ മൊമെൻറ്റം 125% ആയി. 1.25 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ബൈ 1 സ്ക്വയർ ഇൻറ്റു 100 ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ മൊമെൻറ്റം ചേഞ്ചസ് ബൈ n% ആണെങ്കിൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2n എന്നെടുക്കാം. n ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മൊമെൻറ്റം എന്നാണ്. അത് 5%-നെക്കാട്ടിലും കുറവാണെങ്കിൽ 2n എന്നെടുക്കാം. 5%-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ 2n പ്ലസ് n സ്ക്വയർ ബൈ 100. 2n പ്ലസ് n സ്ക്വയർ ബൈ 100. n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25. സോ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 25 പ്ലസ് അടുത്ത 2 ഇൻറ്റു 25 പിന്നെ n സ്ക്വയറാണ് 25 ഇൻറ്റു 25 ബൈ 100 എന്നാണ്. ദാറ്റ് ഈസ് 50 പ്ലസ് 6.25 that is 56.25. സോ അറൗണ്ട് 56% ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സിൽ മൊമെൻറ്റം ചേഞ്ചസ് ബൈ n% ആണെങ്കിൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജിയാണ് 2n. അത് 5% താഴെയാണ്. 5-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ 2n പ്ലസ് n സ്ക്വയർ ബൈ 100. n ആണ് ക്വസ്റ്റ്യനിൽ 25 എന്ന് തന്നിരിക്കുക. അപ്പോൾ 2 ഇൻറ്റു 25 പ്ലസ് 25 ഇൻറ്റു 25 ബൈ 100 ഈസ് ഈക്വൽ ടു 50 പ്ലസ് 6.25 ദറ്റ് ഈസ് 56.25. ഇതേ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് കൈനറ്റിക് എനർജി തന്നിട്ട് മൊമെൻറ്റം എടുക്കാൻ പറയാം. അപ്പോൾ കെ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് കെ. സോ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡാഷ് മൈനസ് റൂട്ട് കെ ബൈ റൂട്ട് കെ ഇൻറ്റു 100. ഇങ്ങനെയും ചെയ്യാം. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡാഷ് മൈനസ് റൂട്ട് കെ ബൈ റൂട്ട് കെ ഇൻറ്റു 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. n bullets each of mass m fired from a velocity v per second from a machine gun. The force required to hold the gun in the position. അപ്പോൾ ഗണ്ണിന് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകാൻ ഈ ഗണ്ണിനെ പിടിച്ചു നിർത്തേണ്ട ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ബുള്ളറ്റിൻ്റെ മാസ്സാണ് വെളിയിൽ പോകുന്നത്. അപ്പോൾ ഗണ്ണ് റീകോയിൽ ചെയ്യാണ്, അതിനെയാണ് പിടിച്ചു നിർത്തേണ്ടത്. അപ്പോൾ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. പി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. എം ഇൻറ്റു വി മൈനസ് യു ആണ്. യു ഇവിടെ 0 ആണ്. ഇനിഷ്യലായിട്ട് ബുള്ളറ്റിൽ വെലോസിറ്റി ഇല്ല. ഫയർ ചെയ്യുമ്പോഴാണ് ബുള്ളറ്റ് വെളിയിലോട്ട് പോകുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. യു 0 ആണ്. 1 ടൈമിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയും. നമ്പർ ഓഫ് ആക്ഷൻ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് മൂവിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു എം വി ബൈ ടി, ദാറ്റ് ഈസ് എം വി ഇൻറ്റു എൻ. സോ എൻ എം വി ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ഗൺ ഇൻ ദർ പൊസിഷൻ. എം ഈസ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റാണ്. ഗണ്ണിൻ്റെ മാസ്സല്ല, ബുള്ളറ്റിൻ്റെ മാസ്സാണ്. പലരും ഗണ്ണിൻ്റെ മാസ് തരാറുണ്ട്, അതും കൂടെ എടുത്തുകളയല്ല. ഗണ്ണിനെ പിടിച്ച് നിർത്തേണ്ട ഫോഴ്സാണ്. എം ഈസ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ്, എൻ ഈസ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് മൂവിങ് പെർ സെക്കൻഡ്, വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഈസ് 40% ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. എങ്കിൽ ബോഡി എന്താണ്? അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ബൈ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി.
is equal to k square by r square. That is 40% ആണ്. 40 by 100 ആണ്. That is equal to 4 by 10 is equal to 2 by 5. അപ്പോൾ k square by r square. K is the radius of gyration. R is the radius of the body. Is equal to 2 by 5. K square by r square 2 by 5 ആണെങ്കിൽ ആ ബോഡി എന്ന് പറയുന്നത് സോളിഡ് സ്പിയർ ആണ്. സോ ആൻസർ ഈസ് സോളിഡ് സ്പിയർ ആണ്. ആദ്യത്തത് ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടറും റിങ്ങിനും 1 ആണ്. ഇനി സോളിഡ് ഡിസ്കിന് സോളിഡ് സിലിണ്ടറിനും 1/2 ആണ്. സോളിഡ് സ്പിയറിനാണ് 2/5. ഹോളോ സ്പിയറിന് 2/3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഫ്രിക്ഷൻ ഓൾവേസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ. അപ്പോൾ ഒരിക്കലും ഏരിയ ഡിപ്പെൻഡബിൾ അല്ല. വലിയ ഏരിയയിലും ചെറിയ ഏരിയയിലും ഫ്രിക്ഷൻ സെയിം ആണ്. ബട്ട് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, ഫോർ എക്സാമ്പിൾ വിസ്കോസിറ്റി, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2, കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഒരു ഫ്രിക്ഷനും എക്സ്റ്റേണൽ ഫ്രിക്ഷൻസ് ഒന്നും ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇൻറ്റേർണൽ ഫ്രിക്ഷൻസ് മാത്രമേ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മൂന്നാമത്തെ, കോയഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. എല്ലാ ഫ്രിക്ഷനും ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ സർഫസ് ആണ്. സർഫസിൻ്റെ നാച്ചറിനനുസരിച്ചാണ് അത് കോയഫിഷ്യൻ്റ് ആയാലും സ്റ്റാറ്റിക് ആയാലും കൈനറ്റിക് ആയാലും. അടുത്ത, കോയഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ് കൂടുതലാണ്. കാരണം നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സുമായിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സുമാണ്. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സും കൂടും. അതിനുശേഷം കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ. ടോപ്പ് മോസ്റ്റ് വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷനും. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കുറവാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടുതലാണ്. സോ ആൻസർ 4 ആണ്. കോയഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കാര്യം ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ കോയഫിഷ്യൻ്റ് മാറുമ്പോഴും ഫ്രിക്ഷൻ മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The horizontal range of a projectile is maximum when the angle of projection is. So suppose we are projecting a body with the initial velocity u, make the angle theta. എനിക്കിവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം കിട്ടണം. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഫോർമുല r is equal to u square sin 2 theta by g. റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ sin 2 theta മാക്സിമം കിട്ടണം. sin 2 theta മാക്സിമം കിട്ടുന്നത് 1 ആണ്. എന്ന് വെച്ചാൽ 2 theta is equal to 90 ഡിഗ്രി. 2 theta 90 ആയാൽ തീറ്റ 45 ഡിഗ്രിയാണ്. സോ ആൻസർ ഈസ് 45 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ, വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ബട്ട് ആക്സലറേഷൻ ഈസ് വേരിയബിൾ. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ, ഇതാണ് ഒരു യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ ഓരോ സ്ഥലത്തും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. വർക്ക് ഡൺ ബിറ്റ്വീൻ എനി 2 പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷനും ചേഞ്ച് ചെയ്യും. ബിക്കോസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ബട്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ആക്ടിങ് ടുവേഡ്സ് ദ സെൻറ്ററാണ്, ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തത്, വെലോസിറ്റി ഈസ് വേരിയബിൾ ബട്ട് ആക്സലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സലറേഷനും ചേഞ്ച് ചെയ്യും. ബോത്ത് സ്പീഡ് ആൻഡ് ആക്സലറേഷൻ ആർ കോൺസ്റ്റൻറ്റ്. തെറ്റാണ്. സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്,
acceleration is variable. Amount of the velocity constant ആണ്, but the direction of the velocity change ചെയ്തുകൊണ്ടിരിക്കും. വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇത് റേഡിയസ് വെക്ടറാണ്. ആക്സലറേഷൻ ടുവേഴ്സ് ദി സെൻറ്ററാണ്. ഇപ്പോൾ ഡയറക്ഷൻസിൽ ചോദിക്കാം. വെലോസിറ്റി എക്സ് ആക്സ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വൈ ആക്സിൽ. അപ്പോൾ ഇനി ആങ്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആങ്കുലർ വെലോസിറ്റി, ആങ്കുലർ ആക്സലറേഷൻ, ഇത് ചോദിക്കാം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ വെളിയിലോട്ട്, ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ അകത്തോട്ട്. ഈ മൂന്ന് പേരും ഒരേ ഡയറക്ഷനാണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ്. അപ്പോൾ തീറ്റയുടെയും ഒമേഗയുടെയും ആൽഫയുടെയും ഡയറക്ഷൻ ഇസഡ് ആക്സിസിലാണ്, വി എക്സ് ആക്സിലാണ്, എ സി വൈ ആക്സിലാണ്. അപ്പോൾ വിയും എ സിയും തമ്മിൽ 90 ഡിഗ്രിയാണ്, വിയും ഇവരും തമ്മിൽ 90 ഡിഗ്രിയാണ്, എ സിയും ഇവരും തമ്മിലും 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 60 kg person weighed by a balance 54 kg in a lift which is accelerated downward. ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റാണ്. ഇപ്പം ലിഫ്റ്റിൽ ഒരു മാസ് ബോഡി മുകളിലോട്ടോ താഴോട്ടോ ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പം ദ അപ്പാരൻ്റ് വെയ്റ്റ് ഓഫ് ദ ബോഡി ഇൻസൈഡ് ദ ലെഫ്റ്റ് എം ഇൻറ്റു ജി പ്ലസ് ആർ മൈനസ് എ ആണ്. മുകളിലോട്ടാണെങ്കിൽ ജി പ്ലസ് എ, താഴോട്ടാണെങ്കിൽ ജി മൈനസ് എ ആണ്, വിത്ത് ആൻ ആക്സലറേഷൻ എ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. ആർ എന്ന് വെച്ചാൽ അപ്പാരൻ്റ് വെയ്റ്റ് ആണ്, അപ്പാരൻ്റ് മാസ്സാണ് തന്നിരിക്കുന്ന 54. അപ്പോൾ അതിനെ വെയ്റ്റിലോട്ടാക്കണമെങ്കിൽ 54 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു ജി മൈനസ് എ. സോ 54g is equal to 60g minus 60a. അങ്ങനെയാണെങ്കിൽ 60a is equal to 60g minus 54g, 6g. So a is equal to 6 into 9.8 by 60. 6 cancelling. 9.8 by 10, 0.98. സോ ആൻസർ ഈസ് 0.98. അപ്പോൾ ഒരു ബോഡി മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം അപ്പാരൻ്റ് വെയ്റ്റ് ആർ ഈസ് ഇക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ, താഴോട്ട് മൂവ് ചെയ്യുമ്പം എം ഇൻറ്റു ജി മൈനസ് എ. ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ അപ്പാരൻ്റ് വെയ്റ്റ് 0, ബിക്കോസ് ജിയും എയും സെയിം ആയിട്ട് മാറും. ഇനി അതുപോലെ യൂണിഫോം വെലോസിറ്റിയിൽ മുകളിലോട്ടോ താഴോട്ടാണെങ്കിൽ എ 0 ആയിരിക്കും, എങ്കിൽ ആർ ഈസ് ഇക്വൽ ടു എം ജി. അയാളുടെ യഥാർത്ഥ വെയ്റ്റ് തന്നെയാണ് അപ്പാരൻ്റ് വെയ്റ്റ് വെൻ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എർത്ത് സാറ്റലൈറ്റ് ആർ. എർത്തിൻ്റെ സാറ്റലൈറ്റാണ്. ഇപ്പം എർത്ത് ഇതാണ്, സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം എർത്തുമായിട്ട് ബൗണ്ടറ്റാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ്, ടോട്ടൽ എനർജി നെഗറ്റീവ്, ബട്ട് കൈനറ്റിക് എനർജി ഈസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്. അത് സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എർത്തുമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവിലാണ്. ഈ ടോട്ടൽ എനർജി എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കുമ്പോൾ നെഗറ്റീവ് തന്നെയാണ്. എപ്പോഴെങ്കിലും ഇവൻ എർത്ത് വിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുമ്പോഴേ നമുക്ക് ടോട്ടൽ എനർജി പോസിറ്റീവ് ആവുള്ളൂ. കാരണം പൊട്ടൻഷ്യൽ എനർജിയെക്കാട്ടിലും കൂടുതൽ അവിടെ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിക്ക് കിട്ടണമെങ്കിൽ ബോഡി ഈസ് എസ്കേപ്പിംഗ് ഫ്രം ദ എർത്ത് വിത്ത് എ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്താണ്. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയെക്കാട്ടിലും കൂടുതൽ വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടോട്ടൽ എനർജിയും പോസിറ്റീവ്. ആ ഒരു കേസിൽ മാത്രമേ ടോട്ടൽ എനർജി പോസിറ്റീവ് ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും പൊട്ടൻഷ്യൽ എനർജി കൂടുതലായതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ സൈൻ തന്നെയാണ് ടോട്ടൽ എനർജിക്ക്, അതുകൊണ്ട് ടോട്ടൽ എനർജി നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ എർത്ത് ഈസ് 1/4 ഓഫ് ദ പ്രസൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇയർ വിൽ ബി ചേഞ്ച്ഡ് ടു. ഇയർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? അപ്പോൾ സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എർത്താണ്.
എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങി വരുന്ന ടൈം പീരീഡാണ് 1 ഇയർ എന്ന് പറയും. അപ്പോൾ ഇത് സണ്ണ്, എർത്ത് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. ഇതാണ് എർത്ത്. ഈ ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ കെപ്ലേഴ്സിൻ്റെ തേർഡ് ലാ വഴി ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്, ടി പ്രൊപ്പോർഷണൽ ടു ആർ റൈസ് ടു 3/2 ആണ്. ആർ റൈസ് ടു 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ T2/T1 is equal to R2/R1 whole raised to 3/2. R2 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1/4 ഓഫ് ദ പ്രസൻറ്റ് എന്നാണ്. അപ്പോൾ R2 is equal to 1/4 ഓഫ് R1. അപ്പോൾ 1/4 whole raised to 3/2. 1/4ൻ്റെ whole raised to 1/2 എടുത്താൽ 1/2 തന്നെയാണ്, റൂട്ടാണ്. 1/2 whole raised to 3, that is 1/8 എന്ന് വച്ചാൽ T2 is equal to T1 into 1/8 ആണ്. T2 is equal to T2/T1 is equal to 1/8. അപ്പോൾ T2 is equal to T1 into 1/8. T1 എന്ന് വെച്ചാൽ എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്ന ടൈം പീരീഡ്, അവൻ്റെ കറക്റ്റ് റേഡിയസിൽ, അതാണ് 1 ഇയർ. അപ്പോൾ T1 ഈസ് 1 ഇയർ. അപ്പോൾ 1 ഇയർ ഇൻറ്റു 1/8 എന്ന് വച്ചാൽ 1 ഇയറിൻ്റെ 1/8 ആണ്. ആൻസർ 1/8 ഓഫ് ദ പ്രസൻറ്റ് ഇയർ ആണ്. അപ്പോൾ അവിടെ കെപ്ലറിൻ്റെ 3 ലായാണുള്ളത്. ഒന്നാമത്തെ ലാ, all the planets are revolving around the sun in elliptical orbit with the sun as one of the foci. 2, ഒരു പ്ലാനറ്ററി മോഷനിൽ ദ റേഡിയസ് വെക്റ്റർ സ്യൂപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. കാരണം ആംഗുലർ മൊമെൻറ്റം L is equal to 2m into dA/dt ആണ്. എന്ന് വെച്ചാൽ എല്ലാ പ്ലാനറ്ററി മോഷനിലും ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും പ്ലാനറ്ററി മോഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെയും എഴുതാറുണ്ട്, MVR എന്നെഴുതും, അല്ലെങ്കിൽ V into R is equal to a constant. V into R is equal to a constant എന്ന് പറയുമ്പോൾ V കൂടുമ്പം R കുറയും. അപ്പോൾ സണ്ണിൽ നിന്നും പ്ലാനറ്റിൻ്റെ ദൂരം ചെറുതായിരിക്കുമ്പം അവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും, ഡിസ്റ്റൻസ് കൂടിയിരിക്കുമ്പം വെലോസിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാണ് V into R is equal to a constant എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an elastic material with Young's modulus Y is subjected to a stretching stress S, elastic stored energy per unit volume. അപ്പോൾ എലാസ്റ്റിസിറ്റിക്കകത്ത് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു എലോങ്ങേഷൻ എന്നാണ്. ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു എലോങ്ങേഷൻ. ബട്ട് എനർജി ബൈ വോളിയം എടുത്താൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. സാധാരണ എനർജിയുടെ ഫോർമുല ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു എലോങ്ങേഷനാണ്. പെർ യൂണിറ്റ് വോളിയത്തിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിനാണ്. ഇവിടെ സ്ട്രെസ്സിൻ്റെ ടേമിലാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ യങ്സ് മോഡുലസ് Y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിനിൻ്റെ വാല്യൂ എടുത്താൽ സ്ട്രെസ് ബൈ Y ആണ്. സോ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇരിക്കുന്നിടത്ത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ Y. സോ സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ടേമിൽ എഴുതുമ്പോൾ S²/2y. വേണമെങ്കിൽ സ്ട്രെയിനിൻ്റെ ടേംസിലും എഴുതാം. ഇവിടെ നിന്ന് സ്ട്രെസ് കണ്ടുപിടിച്ചാൽ Y ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് ഇരിക്കുന്നിടത്ത് Y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുത്താൽ ഹാഫ് ഇൻറ്റു Y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയും ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ വെഞ്ചുറി മീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്
ന്യൂട്ടൺസ് തേർഡ് ലാ, സ്റ്റോക്സ് ഫോർമുല, ബെർണോളിസ് തിയറം, ഹൂക്സ് ലാ. ന്യൂട്ടൺസ് തേർഡ് ലാ എന്ന് വെച്ചാൽ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എക്സാമ്പിൾ, റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, അത് താഴോട്ട് ഗ്യാസിനെ ഇജക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്, അത് ന്യൂട്ടൺസ് തേർഡ് ലാ. റീകോയിൽ വെലോസിറ്റി, ന്യൂട്ടൺസ് തേർഡ് ലാ. ഇനി ട്യൂബിനൊക്കെ ലിക്വിഡ് മോളിക്യൂൾസ് വെളിയിൽ പോകുമ്പം ഉണ്ടാകുന്ന ഫോഴ്സിന് എഗൻസ്റ്റായിട്ട് ട്യൂബിലൊരു ഫോഴ്സ് ബാക്കിലോട്ടുണ്ടാകും. അതുകൊണ്ടാണ് ട്യൂബിന് വാട്ടർ പോകുമ്പോൾ ഫയർമാനൊക്കെ ട്യൂബിനെ ഫ്രണ്ടിലോട്ട് പിടിക്കുന്നത്. ഇതൊക്കെയാണ് ന്യൂട്ടൺസ് തേർഡ് ലാ എന്ന് പറയുന്നത്. അടുത്ത് സ്റ്റോക്സ് ഫോർമുല. സ്റ്റോക്സ് ഫോർമുല ഉപയോഗിക്കുന്ന ഒരു സ്പെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പം ആ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ സ്പെറിക്കൽ ബോഡിക്ക് കിട്ടുന്ന വിസ്കസ് ഫോഴ്സാണ് F is equal to 6 pi eta RV. Eta കോയഫിഷ്യൻ്റ് വിസ്കോസിറ്റി, R റേഡിയസ് ഓഫ് ദ ബോഡി, V വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെയും അത് വരുന്നില്ല. അടുത്ത ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം, ഫോർ എ സ്ട്രീം ലൈൻ നോൺ വിസ്കസ് ഫ്ലോ ദ ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി, ദാറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഒന്ന് വെഞ്ചുറി മീറ്റർ. ക്വാണ്ടിറ്റി ഓഫ് ദ ലിക്വിഡ് ഫ്ലോ കണ്ടുപിടിക്കാനാണ് വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. 2 അറ്റോമൈസർ, 3 എഫ്ലക്സ് വെലോസിറ്റി, 4 അറ്റോമൈസറിനെ പോലെ എഫ്ലക്സ് വെലോസിറ്റി, അറ്റോമൈസർ, പിന്നെ എയറോ ലിഫ്റ്റിംഗ്. എയറോപ്ലെയിൻ്റെ വിങ്സൊക്കെ മൊറാർലെസ് ഒരു ചെറിയ കോൺവെക്സ് ഷേപ്പാണ്. അപ്പോൾ എയറോ ലിഫ്റ്റിംഗ്, എയർ അപ്ത്രസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് അതിന് എളുപ്പത്തിൽ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ റൂഫുള്ള വീടുകളിലൊക്കെ കാറ്റടിച്ചാൽ കാറ്റത്ത് ഇത് പറന്നു പോകാൻ, റൂഫ് പറന്നു പോകും. അതും ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ സ്പെറിക്കൽ ബോഡിയെ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ എറിഞ്ഞാൽ, സ്പിൻ ചെയ്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പാത്ത് ഒറിജിനലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് മാഗ്നസ് എഫക്റ്റ് എന്ന്. അപ്പം മാഗ്നസ് എഫക്റ്റ്, വെഞ്ചുറി മീറ്റർ, എയറോ ലിഫ്റ്റിംഗ്, അറ്റോമൈസർ, എഫ്ലക്സ് വെലോസിറ്റി, അതുപോലെ 2 മൂവിങ് ഓബ്ജക്ട്സുകൾ വളരെ അടുത്തൂടെ പോകുമ്പം അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യേണ്ട സാധ്യതയുണ്ട്. അതും ഡ്യൂ ടു ദി ബെർണോളിസ് തിയറം. അടുത്ത് ഹൂക്സ് ലാ. ഹൂക്സ് ലാ ഇലാസ്റ്റിസിറ്റിക്കകത്ത് വരുന്നതാണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഏത് റീജിയൻ വരെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കുന്നോ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇലാസ്റ്റിക് സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ, അതിനെയാണ് ഹൂക്സ് ലാ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് അറ്റ് വിച്ച് എ ബ്ലാക്ക് ബോഡി എമിറ്റ്സ് റേഡിയേഷൻ അറ്റ് എ ടെമ്പറേച്ചർ T. The rate at which energy emitted, that is amount of energy emitted from area by ടൈമിനെയാണ് നമ്മൾ എമിസീവ് പവർ എന്ന് പറയും. എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ഫ്രം യൂണിറ്റ് ഏരിയ യൂണിറ്റ് ടൈം, അതിനെയാണ് എമിസീവ് പവർ. ഇവിടെ എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം. ഇവിടെ റേറ്റ് അറ്റ് വിച്ചാണ് എന്ന് വെച്ചാൽ എനർജി ബൈ ടൈം പവറാണ്. അപ്പം ഈ ലാംഡ പ്രൊപ്പോർഷണൽ ടു T⁻⁴. T എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റെഫാൻസ് ലാ എന്ന് പറയും. റേറ്റ് എടുക്കുമ്പം എനർജി ബൈ ടൈം പവറാണ്. അപ്പോൾ പവർ പ്രൊപ്പോർഷണൽ ടു T⁻⁴ ആണ്. റേറ്റ് അറ്റ് വിച്ച് എനർജി എമിറ്റ്സ് P പ്രൊപ്പോർഷണൽ ടു T⁻⁴. ഏരിയ കോൺസ്റ്റൻ്റ് ആക്കി ആ ഏരിയയിൽ നിന്ന് തന്നെ എപ്പോഴും എമിറ്റ് ചെയ്യണം. ഏരിയ ഡിഫറൻ്റ് ആണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു T⁻⁴. പിന്നെ സ്റ്റെഫാൻസ് കോൺസ്റ്റൻ്റ് സിഗ്മ ഇവിടെ ഉണ്ടായിരിക്കും. സാധാരണ സ്റ്റെഫാൻസ് ലാ എമിസീവ് പവർ പ്രൊപ്പോർഷണൽ ടു T⁻⁴ ആണ്. എമിസീവ് പവർ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ഫ്രം യൂണിറ്റ് ഏരിയ യൂണിറ്റ് ടൈം. ഇവിടെ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് റേഡിയേറ്റഡ് എന്ന് വെച്ചാൽ പവറാണ്. പവറായാലും പ്രൊപ്പോർഷണൽ ടു T⁻⁴. എമിസീവ് പവറിനെ പോലെ തന്നെയാണ് പവറും പ്രൊപ്പോർഷണൽ ടു T⁻⁴ ഫോർ ദ സെയിം ഏരിയ. ഏരിയ ഡിഫറൻ്റ് ആകുമ്പോഴാണ് ഏരിയയെ കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിന് നമുക്ക് 2 ലാ കിട്ടുന്നുണ്ട്. ഒന്നാണ് സ്റ്റെഫാൻസ് ലായും
വേറെ ഒന്ന് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റിലായി. അതാണെങ്കിൽ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലാംഡ എം ഇൻറ്റു ടി സിക്കൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ലാംഡ എം എന്ന് വെച്ചാൽ വേവ് ലെന്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജിയാണ്. ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. ഹോട്ട് ബോഡികളുടെയൊക്കെ ടെമ്പറേച്ചറും വേവ് ലെന്തും കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റിലായിരിക്കണം. സ്റ്റെഫാൻസില ടെമ്പറേച്ചറും പവറുമാണ്, അല്ലെങ്കിൽ എമിസീവ് പവറും ടെമ്പറേച്ചറാണ്. ഇത് വേവ് ലെന്തും ടെമ്പറേച്ചറുമാണ്. എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെന്ത് തന്നിരിക്കും, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റില ലാംഡ എം ഇൻറ്റു ടി സിക്കൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ റൈസസ് അപ് ടു എ ഹൈറ്റ് h in a capillary tube of certain diameter. This capillary tube is replaced by a similar tube, half the diameter. Now the water will rise to the height. So, tube of insufficient length, h into r is equal to a constant. So, h1 r1 is equal to h2 r2. Height മാറുമ്പോൾ റേഡിയസ് ഓഫ് ദ കർവ്ഡ് മെംബ്രെയിൻ മാറിക്കൊള്ളും. അതാണ് h into r is equal to a constant. ആദ്യം ഹൈറ്റ് h ആണ്, റേഡിയസ് r തന്നെ, അതാണ് ഡയമീറ്റർ. രണ്ട്, h2 കണ്ടുപിടിക്കണം. ഡയമീറ്റർ എന്താവുകയാണെന്ന് വെച്ചാൽ ഹാഫായിട്ട് മാറുകയാണ്. അപ്പോൾ റേഡിയസും ഹാഫായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ h2 is equal to 2h എന്ന്, h2 2h. Next question. Pick out the correct match from the following process. ഒന്ന് ഐസോതെർമൽ. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡി ടി is equal to 0 എങ്കിൽ ഡി യു is equal to 0, ഡി ക്യു is equal to ഡി ഡബ്ല്യു. കൊടുത്ത എനർജി മുഴുവനും വർക്കായിട്ട് മാറുന്നതാണ് ഐസോതെർമൽ. അവിടെ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻറ്റ്. രണ്ട്, ഐസോബാറിക്. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഐസോബാറിക്കിൻ്റെ അകത്ത് ഡി ക്യു ഉണ്ട്, ഡി യു ഉണ്ട്, ഡി ഡബ്ല്യു ഉണ്ട്. ഒരു ഐസോബാറിക് പ്രോസസ്സിൽ ഡി ക്യു is equal to ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഉണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഡി യു ഉണ്ട്, ഡി ഡബ്ല്യു ഉണ്ട്, ഡി ക്യു ഉണ്ട്. ഐസോതെർമലിൽ ഡി യു ഇല്ല, ഡി ക്യുവും ഡി ഡബ്ല്യുമേ ഉള്ളൂ. അടുത്ത ഐസോഹോറിക്. ഐസോഹോറിക് എന്ന് വെച്ചാൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആയാൽ ഡി ഡബ്ല്യു 0 ആണ്. ബിക്കോസ് വി കോൺസ്റ്റൻ്റ് ആയാൽ ഡി വി is equal to 0. വർക്ക് ഡൺ is equal to പി ഡി വി ആണ്. സോ വർക്ക് ഡൺ 0. അപ്പോൾ കൊടുത്ത എനർജി മുഴുവനും ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും. അതിനെയാണ് ഐസോഹോറിക് എന്ന് പറയും. അപ്പോൾ ഐസോഹോറിക്കിൽ ഡെൽറ്റ ക്യു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസോഹോറിക്കിൽ ഡെൽറ്റ ക്യു 0 അല്ല, അഡേബറ്റിക്കിലാണ്. എനർജി പുറത്തീന് അകത്തോട്ടും വരില്ല, അകത്തീന് പുറത്തോട്ടും പോകത്തില്ല. ആ സമയത്താണ് ഡി ക്യു 0. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. 4, സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0, ബിക്കോസ് ഇൻറ്റേർണൽ എനർജി ഫൈനൽ is equal to internal energy initial. So change in internal energy is equal to 0. Next question. A particle executing simple harmonic motion cover a distance equal to half of its amplitude in 1 second. ഇതാണ് mean position. ഇത് extreme position. Amplitude ആണ് A. Half of the amplitude in the time taken. In a simple harmonic motion, when the time period is capital T, time taken to travel from mean position to extreme position, T by 4. Mean position to half of the amplitude, T by 12. Half of the amplitude to extreme position, T by 6. അപ്പോൾ ഇവിടെ മീൻ പൊസിഷനിൽ നിന്നും ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് വരെയുള്ള ടൈമാണ് എന്ത് തന്നിരിക്കുന്നത്, 1 സെക്കൻഡ്. ആ ടൈമാണ് T by 12.
സ്മോൾ ടി ഈസ് ഈക്വൽ ടു ടി ബൈ 12. സ്മോൾ ടി ക്വസ്റ്റ്യനിൽ 1 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ടി ഈസ് ഈക്വൽ ടു 12. എങ്കിൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ടൈം പീരീഡിൻ്റെ വാല്യൂ എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 12. ബിക്കോസ് ടൈം ടേക്കൻ ടു ട്രാവൽ ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ടി ബൈ 12. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 സെക്കൻഡ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു ടി ബൈ 12 എങ്കിൽ ടി ഈസ് ഈക്വൽ ടു 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tube open at both the end has a fundamental frequency F in air. അപ്പോൾ ഇത് ഒരു ഓപ്പൺ ട്യൂബാണ്. ഒരു ഓപ്പൺ ട്യൂബിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു വി ബൈ 2L. ഓപ്പൺ ട്യൂബിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വി ബൈ 2L. അടുത്ത് ട്യൂബ് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ, ഹാഫ് ഓഫ് ഇറ്റ് ഈസ് വാട്ടർ. അപ്പോൾ അതേ ട്യൂബിനെ തന്നെ വാട്ടറിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ, പകുതി വാട്ടറാണ്. അപ്പോൾ പകുതിയിലാണ് എയർ കോളം ഉള്ളത്, ഇത്രയിലാണ് എയർ കോളം. മൊത്തം ലെന്ത് എല്ലാണ്. അപ്പോൾ ഇവിടെ പകുതി ലെന്തിലാണ് എയർ കോളം ഉള്ളത്, L ബൈ 2 ആണ്. പകുതിയിൽ വാട്ടറാണ്. എങ്കിൽ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വി ബൈ 4L ഡാഷ്. L ഡാഷ് ഇത്രയാണ് എന്ന് വെച്ചാൽ 4L ബൈ 2 ആണ്. L ബൈ 2ലാണ് എയർ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ലെന്ത് എടുക്കാൻ പാടുള്ളൂ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഈ 2 ക്യാൻസൽ ചെയ്താൽ വി ബൈ 2L. അപ്പോൾ ഈ കണ്ടീഷനിൽ ഓപ്പൺ പൈപ്പിൻ്റെ കിട്ടിയ വി ബൈ 2L തന്നെയാണ് ക്ലോസ്ഡ് പൈപ്പിലും കിട്ടിയത്. സോ ആൻസർ ഈസ് എഫ് തന്നെയാണ്. കാരണം ഇതാണ് എഫ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് പൈപ്പിനും എഫ് തന്നെ കിട്ടും. മനസ്സിലായല്ലോ? ഇത് ഓപ്പൺ പൈപ്പാണ്, വി ബൈ 2L ആണ്. ക്ലോസ്ഡ് പൈപ്പാക്കുമ്പം പകുതി വാട്ടറും പകുതി എയറുമാണ്. എയർ കോളമാണ് വൈബ്രേറ്റ് ചെയ്ത് റെസൊണൻസ് ഉണ്ടാക്കുന്നത്. എയർ കോളത്തിൻ്റെ ലെന്ത് L ബൈ 2 ആണ്. അപ്പോൾ വി ബൈ 4 ഇൻറ്റു L ബൈ 2 ആണ്. ദാറ്റ് ഈസ് വി ബൈ 2L. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും സെയിം ആയിട്ടാണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ from the mean position. Amplitude is A. Total energy is E. At one instant, its kinetic energy is 3/4 of total energy. എങ്കിൽ ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/4 ഓഫ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു A square minus Y square is equal to 3/4 of total energy, half m omega square A square. Total energy of a simple harmonic motion, half m omega square A square. അപ്പോൾ half m omega square cancel ചെയ്തു. So A square minus Y square is equal to 3/4 of A square. So Y square is equal to A square minus 3/4 A square. That is 1/4 A square. That is Y is equal to A by 2. അപ്പോൾ Y എന്ന് വെച്ചാൽ A by 2 ഈക്വലാണ്. സോ ആൻസർ Y is equal to A by 2 ആണ്. അപ്പോൾ ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എല്ലാ മെഷർമെൻറ്റും പഠിച്ചു വയ്ക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ടൈം പീരീഡ്. ടൈം പീരീഡിൽ 2 എക്സാമ്പിളാണ് മെയിനായിട്ട്. ഒന്ന് പെൻഡുലം, വേറെ ഒന്ന് സ്പ്രിംഗ് പെൻഡുലം. ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം വെൻ ദ ലെന്ത് ഈസ് വെരി സ്മോൾ ആണെങ്കിൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ G. സ്പ്രിംഗ് പെൻഡുലം ആണെങ്കിൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് M ബൈ K. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന് G ഡിപ്പെൻഡബിൾ ആണ്. G മാറാനുള്ള സ്ഥലങ്ങളിൽ ടൈം പീരീഡ് മാറും. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സിമ്പിൾ പെൻഡുലത്തിന് പകരം സ്പ്രിംഗ് പെൻഡുലം ഉപയോഗിച്ചാൽ മതി. സ്പ്രിംഗ് പെൻഡുലത്തിൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് M ബൈ K. എമ്മും കെയും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ സ്പേസിൽ ട്രാവൽ ചെയ്യുന്നവർ, ഡെപ്തിൽ പോണവർ, അവരെല്ലാം സ്പ്രിംഗ് പെൻഡുലമാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 capacitors, each capacitor 3 connected in series. If the combination is connected to 120 volt,
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പോൾ 3 ഐഡൻറ്റിക്കൽ കപ്പാസിറ്ററാണ്, മൂന്നുപേരുടെയും കപ്പാസിറ്റൻസ് സെയിം ആണ്. സപ്ലൈ വോൾട്ടേജ് 120 വോൾട്ട്. ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പോൾ 3 പേർക്കും ഒരുപോലെ വോൾട്ടേജ് കൊടുക്കും. ടോട്ടൽ 120 ആണ്. അപ്പോൾ ഇത് 40, ഇത് 40, ഇത് 40. So answer is 40 volt. The velocity acquired by a charged particle of mass m, charge q, accelerated from rest by a potential v. ഒരു ചാർജ്ഡ് ബോഡിയെ v പൊട്ടൻഷ്യൽ കൊടുത്ത് ആക്സലറേറ്റ് ചെയ്താൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വി ക്യു. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ക്യു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയാണ്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 VQ ബൈ എം. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 VQ ബൈ എം. വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലാണ്, ക്യൂ എന്ന് വെച്ചാൽ ചാർജാണ്, എം എന്ന് പറഞ്ഞാൽ മാസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The temperature coefficient of an alloy used for making resistor. The temperature coefficient used for resistor. Standard resistance wire alloys ആണ് ഉപയോഗിക്കുന്നത്. They are almost independent of temperature. അപ്പോൾ ആൽഫ വെരി സ്മാൾ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ് ആണ്. ആൽഫ പോസിറ്റീവ് ആണ് ആൻഡ് ഫോർ വെരി സ്മാൾ. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയർ മാംഗനിൻ, യുറീക്ക, കോൺസ്റ്റൻറ്റിൻ, ദേ ആർ ഓൾവേസ് ആൽഫ നിയറസ്റ്റ് ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് 9 ohm is joined end to end to form a circle. Then the resistance of the wire between any two diametrically opposite points. ഇതാണ് യൂണിഫോം വയർ ഒരു സർക്കിളായിട്ട് ബെൻഡ് ചെയ്ത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഇവിടെയാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്ത കറണ്ട് ഇവിടെ വെച്ച് ഒരു പാർട്ട് ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, എന്നിട്ട് തിരിച്ച് വരും. എന്ന് വെച്ചാൽ ഇതും തമ്മിൽ പാരലാണ്. 9 ohm ആണ്. അപ്പോൾ ഇത് ഇത്രയും 9/2 ആണ്, ഇത് ഇത്രയും 9/2. അപ്പോൾ 2 റെസിസ്റ്റർ ദേ ആർ ഇൻ പാരലാണ്. അപ്പോൾ ഇത് 9/2, ഇത് 9/2. രണ്ടുപേര് പാരലാണെങ്കിൽ എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ എങ്കിൽ R/N. അപ്പോൾ ഇവിടെ 9/2/N, N2 ആണ്. അപ്പം 9/2/2, that is 9/4. Answer is 9/4. Next question. An alpha particle and a proton of same velocity enter a field at a right angle. The ratio of the radius of the circular path of alpha particle and the proton. Radius of the path ആണ്. അപ്പോൾ സെയിം വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചാർജ്ഡ് ബോഡി ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്താൽ അയാളുടെ പാത്ത് എന്ന് പറയുന്നത് ഒരു സർക്കുലർ പാത്തായിരിക്കും. അപ്പോൾ സർക്കുലർ മോഷൻ നടത്തണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കും. നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സാണ്. എങ്കിൽ റേഡിയസ് ഓഫ് ദ പാത്ത് R ഈസ് ഈക്വൽ ടു mv/bq ആണ് വെലോസിറ്റിയുടെ ടേംസിൽ. കൈനറ്റിക് എനർജിയുടെ ടേംസിലാണെങ്കിൽ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി ബൈ bq. റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി ബൈ bq ആണ്. അപ്പോൾ ഇവിടെ അവരുടെ ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണാണ്. മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്. സോ R പ്രൊപ്പോർഷണൽ ടു m/q ആണ്. റേഡിയസ് ഓഫ് ആൽഫ ബൈ റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ആൽഫ ബൈ ചാർജ് ഓഫ് ദി ആൽഫ ബൈ മാസ് ഓഫ് ദ പ്രോട്ടോൺ ബൈ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ. പ്രോട്ടോൺ നമ്മൾ എഴുതുന്നത് 1h1 ആണ്, മാസ് 1 ആണ്, ചാർജ് 1 ആണ്. ആൽഫ പാർട്ടിക്കിൾ എഴുതുന്നത് 2he4 ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. അപ്പം ചാർജ് 2 ആണ്, മാസ് 4 ആണ്. സോ സിംപ്ലിഫൈ ചെയ്താൽ
മുകളിൽ 4/2, താഴെ 1/1. ദാറ്റ് ഈസ് 4/2 എന്ന് പറയുമ്പോൾ 2/1. സോ ആൻസർ ഈസ് 2:1. തെറ്റാതെ എഴുതണം. R പ്രൊപ്പോർഷണൽ ടു M/Q ആണ്. M മാസ്സാണ്, Q ചാർജാണ്. നമുക്ക് റേഡിയസ് ഓഫ് ദ ആൽഫ ബൈ റേഡിയസ് ഓഫ് ദ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ആൽഫ ബൈ ചാർജ് ഓഫ് ദി ആൽഫ ദ ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ പ്രോട്ടോൺ ബൈ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ ആണ്. അപ്പം ചാർജും പ്രോട്ടോണിൻ്റെ 1ഉം 1ഉമാണ്. ഇനി ആൽഫയ്ക്ക് 2He4 ആണ്. അപ്പം മുകളിൽ 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. ഇനി ഇവിടെയാണെങ്കിൽ സെയിം കൈനറ്റിക് എനർജി എന്തെന്നാൽ റേഡിയസ് പ്രൊപ്പോർഷണൽ ടു √M/Q എന്നാണ് എടുക്കേണ്ടത്. √M/Q ആണ് സെയിം കൈനറ്റിക് എനർജി. ഇവിടെയാണെങ്കിൽ സെയിം വെലോസിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ്. നമ്മുടെ ലാസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. ടൈം ടേക്കൺ ഈസ് ഓൾവേസ് ലെസ് ദാൻ 10⁻⁻⁹ സെക്കൻഡാണ്. 2, ടു സ്റ്റാർട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എ മിനിമം ഫ്രീക്വൻസി ഈസ് നീഡഡ്. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. 3, the photoelectric current depends on the number of electrons emitted. Number of electrons emitted depend ചെയ്യുന്നത് number of photons striking ആണ്. Number of photons strike ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ആണ്. സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് കറണ്ട് വരുന്നത്. അതുപോലെ വെലോസിറ്റി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ദ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയ മാത്രമാണ്. നമ്മളവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുന്നത്. In Young's double slit experiment, increase the fringe width. Fringe width increase ചെയ്യണം. Fringe width അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയും, ബാൻഡ് വിഡ്ത്ത് d λ/d. ക്യാപിറ്റൽ ഡി എന്താണെന്ന് വെച്ചാൽ 2 സ്ലിറ്റ് ഉണ്ടായിരിക്കും. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. 2 സ്ലിറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെന്താണ്. ഇൻ്റർഫറൻസ് പാറ്റേണിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ എല്ലാ ഫ്രിഞ്ചസിൻ്റെയും വിഡ്ത്ത് സെയിമാണ്. അത് ഡാർക്ക് ആയാലും ബ്രൈറ്റ് ആയാലും ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് d λ/d. ബട്ട് എക്സ്പെരിമെൻറ്റിന് ഒരു മീഡിയത്തിന് അടുത്ത മീഡിയത്തിലോട്ട് മാറ്റുമ്പം ഫ്രിഞ്ച് വിഡ്ത്ത് ലാംഡ മാറും, അങ്ങനെ ബീറ്റ മാറും. അതുപോലെ ആൻഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനും അതും കോൺസ്റ്റൻ്റ് ആണ്. β/d ആണ് ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്, λ/d. ഇത് ഫ്രിഞ്ച് വിഡ്ത്ത്. ബട്ട് പൊസിഷൻ എപ്പോഴും എന്നിനനുസരിച്ച് നമ്പർ ഓഫ് പൊസിഷൻ നമ്പർ ഓഫ് ഫ്രിഞ്ചസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ന്യൂക്ലിയൈ. അപ്പോൾ സർഫസ് ഏരിയ πr², r² ആണ്. r ഈസ് ഈക്വൽ ടു r0 a⁻⁴ ആണ്. എ എന്ന് വെച്ചാൽ മാസ് നമ്പർ. അപ്പോൾ r പ്രൊപ്പോർഷണൽ ടു a⁻⁴. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ ടു a⁻²3 ആണ്. a⁻²3 r² ആണ്. r-ന് a⁻⁴ ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ഓഫ് 1 സർഫസ് ഏരിയ ഓഫ് 2 ഈസ് ഈക്വൽ ടു a⁻²2/3 a⁻²2/3. a1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 125 whole⁻²2/3 a2 27 whole⁻²2/3. സിംപ്ലിഫൈ 125⁻⁴ എന്ന് വെച്ചാൽ 5⁻²2 5² that is equal to 25. 27⁻⁴ എന്ന് വെച്ചാൽ 3.
3 square 9. So 25/9. 25/9 ആണ് ആൻസർ. പലർക്കും ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. സർഫസ് ഏരിയ നോക്കത്തില്ല. നമുക്കറിയാം റേഡിയസിനെയാണ് ഡിപ്പെൻഡബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ R പ്രൊപ്പോർഷണൽ ടു A⁻⁴ എന്നെടുക്കും. സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയറാണ്. റേഡിയസ് ആണ് A⁻⁴ പ്രൊപ്പോർഷണൽ. എ എന്ന് വെച്ചാൽ മാസ് നമ്പറാണ്. ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ എനർജി എന്ന് പറയുന്നത് ½ Li² ആണ്. എൽ എന്ന് പറയുന്ന ഫിനോമിന സെൽഫ് ഇൻഡക്റ്റൻസ് ഒൺലി ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇൻഡക്ടർ സ്റ്റോർ എനർജി ഒൺലി ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡാണ്. കപ്പാസിറ്റർ ആണെങ്കിൽ ½ CV² ആണ്. അപ്പോൾ അവിടെ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡാണ്. കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലും ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലുമാണ്. ദീസ് ആർ ഓൾ സെയിമസ് ദാറ്റ് ഓഫ് ദി നമ്മൾ സ്പ്രിങ്ങിലെ എനർജി ½ kx², അതുപോലെ ½ mv², അതുപോലെ തന്നെയാണ് ഇതും എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ LCR സർക്യൂട്ട് L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. ഡ്രിവൺ വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. അറ്റ് റെസൊണൻസിൽ കറണ്ട് കണ്ടുപിടിക്കാൻ. റെസൊണൻസിൻ്റെ കറണ്ട് റെസൊണൻസിൽ IRMS = ERMS/Z. ERMS എന്ന് വെച്ചാൽ സപ്ലൈ വോൾട്ടേജാണ്. അത് തന്നിട്ടുണ്ട് 5/Z. റെസൊണൻസ് സമയത്ത് Z എന്ന് വെച്ചാൽ R ഈക്വലാണ്. സോ 50 ആണ്. ദാറ്റ് ഈസ് 1/10. 0.1. ആൻസർ 0.1 ആംപിയർ. ഇൻസൈഡ് വാട്ടർ ആൻ എയർ ബബിൾ ബിഹേവ് ലൈക്ക്. എയർ ബബിളിന് ചുറ്റും വാട്ടർ മീഡിയം. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിനെക്കാട്ടിലും കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബോഡിയെ ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചിരിക്കുമ്പോൾ ബോഡിയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയത്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ കോൺവെക്സ് ആവും, കോൺകേവ് തന്നെയാണ്. കൊണ്ടുവച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ആണെങ്കിൽ പ്ലെയിൻ സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും. കൊണ്ടുവച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ കോൺകേവ് ആവും, കോൺവെക്സ് ആവും. ഒരു എയർ ബബിൾ വാട്ടറിലിരിക്കുമ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിനെക്കാട്ടിലും കൂടുതലാണ്. മീഡിയത്തിൻ്റെ കൂടുതലായാൽ സോ ഒരു കോൺകേവ് ആയിട്ട് ആക്ട് ചെയ്യും. ബബിൾ ഈസ് എ കോൺവെക്സ് ആണ്, അവനപ്പോൾ കോൺകേവ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ആൻസർ ഓൾവേസ് ലൈക്ക് എ കോൺകേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐപീസ് 204. What is the length of the telescope for normal adjustment? ടെലസ്കോപ്പിലെ നോർമൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഫോക്കസിങ് അറ്റ് ഇൻഫിനിറ്റി ആണ്. റേസ് ആർ ഓൾസോ ഓൾവേസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് ഫോക്കസിങ് അറ്റ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ലെന്ത് L is equal to FO plus FE. That is 200 plus 4. So answer 204 centimeter. Next question. The device used for detecting optical signal is. ഓപ്റ്റിക്കൽ സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യാനാണ്. ഒന്ന് സെനർ ഡയോഡ് റിവേഴ്സ് ബയസിങ്ങിൽ ആഫ്റ്റർ അറ്റൈനിങ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇറ്റ് ആക്ട്സ് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്ററാണ്. രണ്ട് ഫോട്ടോ ഡയോഡാണ് ഓപ്റ്റിക്കൽ സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓപ്റ്റിക്കൽ സിഗ്നലിനെയാണ്. ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് LED എന്ന് പറയുന്നത്. ജംഗ്ഷൻ ഡയോഡ് കൂടുതലും റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 13.6 കൊടുത്താൽ അവന് ആദ്യത്തെ ഓർബിറ്റിനെ
ആറ്റം വിട്ട് വെളിയിലോട്ട് കൊണ്ടുപോകും. അതാണ് അയനൈസേഷൻ എനർജി. ദ എനർജി റിക്വയർഡ് ടു എക്സൈറ്റ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. മൊത്തം വെളിയിൽ കൊണ്ടുപോകണ്ട, മുകളിലത്തെ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകാനുള്ള എനർജിയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൊടുക്കേണ്ടത് 13.6 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ 3.4 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 13.6ന് 3.4ലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് എനർജി 13.6 മൈനസ് 10.2 13.6 മൈനസ് 3.4 is equal to 10.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൊണ്ടുപോകാം. 1ൽ നിന്നും 2ലോട്ട് കൊണ്ടുപോകണം. 1ൻ്റെ എനർജി മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്, 2ൻ്റെ എനർജി മൈനസ് 3.4. അപ്പോൾ അവരുടെ പോസിറ്റീവ് എടുത്ത് ഡിഫറൻസ് എടുത്താൽ മതി. ആ എനർജി കൊടുത്താൽ അവ മുകളിലോട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A plain electromagnetic wave travels in free space along x direction. The value of B at a particular point in a space and time തന്നിട്ടുണ്ട്. Value of B, value of E കണ്ടുപിടിക്കണം. Velocity of the electromagnetic wave V is equal to E by B. അങ്ങനെയാണെങ്കിൽ E is equal to V into B. V എന്ന് വെച്ചാൽ velocity of the electromagnetic wave. That is same as that of the velocity of light. So 3 into 10 raised to 8 into 1.2 into 10 raised to minus 8. 3 into 1.2, 3.6. So answer is 3.6. Direction എങ്ങോട്ടാണെന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എക്സ് ആക്സിലാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇസഡ് ആക്സിസിലാണ്. എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ വൈ ആക്സിലാണ്. ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിലാണ്. വൈ ആക്സിനെയാണ് ജെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആൻസർ 3.6 ജെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം റിലീസ്ഡ് വെൻ സ്പ്രിംഗ് മേക്സ് എൻ ആംഗിൾ 45 degree with it. It hits another bob of same material and same mass. Material same ആണ്. Same material and same mass kept at rest on the table. Collision is purely elastic. നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു മാസ് ബോഡി റെസ്റ്റിലാണ്. അതേ മാസ് ബോഡി അതേപോലത്തെ ഒരു മാസ് ബോഡി വന്ന് റെസ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ ആ ബോഡി റെസ്റ്റിലാകും. ഇടിക്കൊണ്ടവൻ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഇവിടെയും അതുതന്നെയാണ്. ഇയാൾ ഇവിടെ വന്ന് ഇടിച്ചു, അപ്പം ഇയാൾ അവിടെ നിൽക്കും, ഇയാൾ ഇങ്ങോട്ട് പോകും. സോ ആൻസർ A comes to rest and B moves with velocity of A. എയുടെ അതേ വെലോസിറ്റി മൂവ് ചെയ്യും. നമ്മൾ ടൈപ്സ് ഓഫ് കൊളിഷൻ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളിഷനിൽ കൊളിഷൻ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വെലോസിറ്റിയുടെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. കണ്ടീഷൻസുകൾ പഠിച്ചിട്ടുണ്ട്. M1 ഈസ് ഈക്വൽ ടു M2 പഠിച്ചിട്ടുണ്ട്. അടുത്ത് M2 ഈസ് അറ്റ് റെസ്റ്റ്, M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2, M1 വെരി മച്ച് ലെസ് ദാൻ M2. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. Next, two planets of radii R1, R2 have density d1, d2, ratio of acceleration due to gravity. Acceleration due to gravity small g is equal to gm by r square. അല്ലെങ്കിൽ 4/3 pi r rho capital G. That is r rho is equal to a constant. R1 rho 1 is equal to R2 rho 2. റോ 1ഉം റോ 2ഉം ഡെൻസിറ്റിയാണ്. R1ഉം R2ഉം അവരുടെ റേഡിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് ബോഡി ഹാസ് മാക്സിമം വേവ് ലെങ്ത് ലാംഡ അറ്റ് 2000 Kelvin. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് അറ്റ് 3000 Kelvin. സോ ലാംഡ M1 into T1 is equal to ലാംഡ M2 T2. ലാംഡ M2 കണ്ടുപിടിക്കണം. ലാംഡ M1 into T1 by T2. That is ലാംഡ M1 into T1 2000 by 3000 2/3. അപ്പോൾ 2/3 ലാംഡ M1. പ്രോബ്ലം ചെയ്യുമ്പോൾ സെൽഷ്യസിലും ചിലപ്പം ടെമ്പറേച്ചർ തരും, കെൽവിനിലോട്ടാക്കി ചെയ്യണം. ആൻസർ സെൽഷ്യസിലാണെങ്കിൽ
പിന്നെ അതിനെ സെൽഷ്യസിലോട്ട് മാറ്റണം. കെൽവിനിലോട്ടാക്കി ചെയ്തിട്ട് പിന്നെ സെൽഷ്യസിലോട്ട് മാറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the amplitude of two simple harmonic motion y1 is equal to 5 sin 2 pi t plus pi by 4. y2 is equal to 2 root 2 sin 2 pi t plus cos 2 pi t. അവരുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ. y1 a1 ആണ്. അപ്പോൾ a1 ഈസ് ഈക്വൽ ടു 5. y2ൻ്റെ a2 ആണ്. a2 എടുക്കുമ്പോൾ ഈ ടേമിനും 2 റൂട്ട് 2, ഈ ടേമിനും റൂട്ട് 2. ദാറ്റ് മീൻസ് 2 റൂട്ട് 2 സൈൻ 2 പൈ ടി പ്ലസ് 2 റൂട്ട് 2 cos 2 pi t. ഇത് സ്മാൾ a1, ഇത് സ്മാൾ a2. ഇത് സൈനിലും ഇത് കോസിലും. രണ്ടുപേരും ഒരേ ഫേസിൽ വരണം. അപ്പോൾ കോസിനെ കൂടെ സൈനിലോട്ട് മാറ്റാൻ ഒരു പൈ ബൈ 2 ആഡ് ചെയ്യണം. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ പൈ ബൈ 2 ആണ്. സോ a2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 90. അപ്പോൾ അപ്പുറത്തുള്ള വേണ്ട. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എ സിക്കകത്തുള്ള ആംപ്ലിറ്റ്യൂഡ്, എ സിക്കകത്തുള്ള ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, വേവ്സ്, ഇവിടെ എല്ലാം ആംപ്ലിറ്റ്യൂഡ് ഫേസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് അവരെല്ലാം വെക്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. That is 8 plus 8, 16. Root 16 is equal to 4. എനിക്ക് ഈ രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാൻ. a1 by a2. a1 5, a2 4. So answer a1 by a2 is equal to 5 by 4. Next question. In a vernier caliper, n divisions of vernier scale coincide with n minus 1 divisions of main scale. അതിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട് 1 millimeter. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട് 1 millimeter. പക്ഷേ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റിമീറ്ററിലാണ്. അതിനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എൻ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് n മൈനസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. കോയിൻസൈഡ് എന്ന് വെച്ചാൽ രണ്ട് ഈക്വലാണ്. ഇവിടെ നിന്ന് നമുക്ക് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ കണ്ടുപിടിക്കാം. n മൈനസ് 1 ബൈ n മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 by n മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് കിട്ടും. 1 by n മെയിൻ സ്കെയിൽ ഡിവിഷൻ. 1 by n മെയിൻ സ്കെയിൽ ഡിവിഷനിലെ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട് 1 millimeter. സോ 1 millimeter by n. സെൻറ്റിമീറ്ററിലാണ് കണ്ടുപിടിക്കാൻ. 1 millimeter 1 by 10 സെൻറ്റിമീറ്റർ. സോ 1 by 10 n into സെൻറ്റിമീറ്റർ. സോ ആൻസർ ഈസ് 1 by 10 n ആണ്. എന്തിലാണെന്ന് വെച്ചാൽ സെൻറ്റിമീറ്ററിലാണ്. 1 by 10. അപ്പോൾ ഇവിടെ 1 by n മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. വെൻ n വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് n മൈനസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷനാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric dipole of moment p is placed in a electric field E. Then the torque experienced by the dipole E cross B മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് വെക്ടറിൽ തെറ്റാണ്. പി ക്രോസ് ഇ ആണ് വരേണ്ടത്. ഇ ക്രോസ് ഇ അല്ല, പി ക്രോസ് ഇ വരണം. അപ്പം ഇത് തെറ്റാണ്. ടോർക്ക് ഈസ് 0 ഇഫ് പി ഈസ് പെർപെൻഡിക്കുലർ ടു ഇ. പിയും ഇയും പെർപെൻഡിക്കുലർ ആയാൽ പി സൈൻ ഇൻ്റെ ഒരിക്കലും 0 വരത്തില്ല. അപ്പോൾ അതും തെറ്റാണ്. ടോർക്ക് ഈസ് മാക്സിമം ഇഫ് ഇ ഈസ് പെർപെൻഡിക്കുലർ ടു പി. മൊമെൻറ്റും
ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 90 കിട്ടും. അപ്പോൾ ടോർക്ക് മാക്സിമം. അത് കറക്റ്റാണ്. അടുത്ത പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം പി ഈസ് പാരലൽ ടു ഇ. പിയും ഇയും പാരലായാൽ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു മൈനസ് പി കോസ് തീറ്റ. തീറ്റ 0 ആയാൽ മൈനസ് പി ആണ്. ദാറ്റ് ഈസ് മിനിമം ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 32 cells, each of EMF 3 volt, are connected in series and kept in a box externally. The combination shows 84 volt. 32 cell 3 volt. The number of cell reversed in the connection. അപ്പോൾ നെറ്റ് ഇ എം എഫ് കറക്റ്റ് ആണെങ്കിൽ 32 ഇൻറ്റു 3 96 ആണ്. പക്ഷെ ഔട്ട്പുട്ടിൽ കിട്ടിയത് 84 ആണ്. അപ്പോൾ ഡിഫറൻസ് എടുത്താൽ 12 വോൾട്ടാണ്. 12 വോൾട്ടാണ്. എത്ര സെല്ലാണ് റോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു സെല്ല് റോങ് ആയി കണക്ട് ചെയ്താൽ 2 EMF പോകും. 2 സെല്ല് റോങ് ആയിട്ട് കണക്ട് ചെയ്താൽ 4 EMF പോകും. അപ്പോൾ 32 പേരാണുള്ളത്. ഓരോരുത്തർക്കും 3 വോൾട്ട്. മൊത്തം 12 വോൾട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു സെല്ലായിരുന്നെങ്കിൽ അയാൾ 2 പേരെ ഡിസ്കണക്ട് ചെയ്യിപ്പിക്കും. 2 പേരെ ഡിസ്കണക്ട് ചെയ്യുമ്പം 2 ഇൻറ്റു 3 6 പോയി. 2 സെല്ലാണ് റോങ്ങിലി കണക്റ്റഡ് ആണെങ്കിൽ അവൻ 4 പേരെ ഡിസ്കണക്ട് ചെയ്യിപ്പിക്കും. അപ്പം 4 ഇൻറ്റു 3 12. സോ ആൻസർ എന്ന് പറയുന്നത് 2 സെല്ലാണ്. 2 സെല്ലാണ്. 2 സെല്ല് റോങ് ആയിട്ട് കണക്ട് ചെയ്താൽ 4 പേര് പോകും. അപ്പം 4 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 12 വോൾട്ട് കുറയും. അതുകൊണ്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുമ്പം നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് എഴുതും. അവിടെ റോങ്ങിലി കണക്ഷനുണ്ട്. എൻ സെല്ലാർ കണക്റ്റഡ് കറക്റ്റാണ്. അതിൽ എക്സ് സെൽ റോങ് ആണെങ്കിൽ n-2x ഇൻറ്റു ഇ ബൈ NR പ്ലസ് ക്യാപിറ്റൽ ആർ. n-2x ഇൻറ്റു ഇ ആണ്. എക്സ് 1 കൊടുത്താൽ 2 EMF പോകും. എക്സിന് 2 കൊടുത്താൽ 4 EMF പോകും. അടുത്തുള്ള 4 പേരാണ് 2 പേരെ റോങ് കണക്ട് ചെയ്താലുള്ളത്. നെക്സ്റ്റ്, ഇഫ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് ഡയാ പാരാ ഫെറോ എടുത്താൽ ഏതാണ് കൂടുതൽ കുറവെന്ന്? ഏറ്റവും കൂടുതൽ സസെപ്റ്റബിലിറ്റി ഉള്ളത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണ്. അടുത്ത് പാരാമാഗ്നറ്റ്. ഏറ്റവും കുറവാണ് നെഗറ്റീവാണ് ഡയാമാഗ്നറ്റിക്. സസെപ്റ്റബിലിറ്റീസ് ലോ ആൻഡ് നെഗറ്റീവ്. പാരാമാഗ്നറ്റിക്കിന് പോസിറ്റീവ് ആണ്, ലോ ആണ്. ഫെറോ മാഗ്നറ്റിക്കിന് വെരി ഹൈ ആണ്. ഇതിൽ സസെപ്റ്റബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് ഓൺലി ഫോർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ദാറ്റ് മീൻസ് ക്യൂറില ഈസ് വാലിഡ് ഓൺലി ഫോർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോ മാഗ്നറ്റിക് പാര ആയതിനു ശേഷമേ ക്യൂറില വാലിഡ് ആകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. കാരണം എർത്തിൽ വന്ന് തട്ടി വരുന്ന റേസ് ചെന്ന് വീണ്ടും ബാക്കിലോട്ട് പോയി ലോവർ അറ്റ്മോസ്ഫിയറിലും ക്ലൗഡ്സിൽ പിന്നെ CO2 തട്ടി തിരിച്ചു വരും. അങ്ങനെ എർത്തിനെ വാമപ്പ് ചെയ്യും. അതാണ് ഗ്രീൻ ഹൗസ് എന്ന്. അത് ഇൻഫ്രാറെഡ് റേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ഓഫ് ലൈറ്റ്. 1 ഇൻസിഡൻ്റ് ആണ് എ കോൺവെക്സ്, another on the refracting face of a thin prism. ഒരാൾ തിൻ പ്രിസത്തിലും ഇനി ഒരാൾ തിൻ കോൺവെക്സ് ലെൻസിലും. ആഫ്റ്റർ റിഫ്രാക്ഷൻ എമർജിങ് വേവ് ഫ്രണ്ട് ബിക്കം എന്തായിരിക്കും എന്നാണ്. എമർജ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് നിങ്ങൾ NCERT ബുക്കിൽ വേവ് ഓപ്റ്റിക്സിൻ്റെ തുടക്കത്തിൽ ആ ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. ഒരു പ്രിസത്തിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ പ്ലെയിൻ വേവ് ഫ്രണ്ടായിട്ട് തന്നെ പോകും. കുറച്ച് ടിൽറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം പ്രിസത്തിൻ്റെ തിക്നെസ്സിൻ്റെ വേരിയേഷനുള്ളൂ. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ടായിട്ടായിരിക്കും.
അത് കൺവെർജ് ചെയ്ത് പോകുന്ന ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഇനി അതേപോലെ കർവ്ഡ് മിററിലും കർവ്ഡ് സ്പെറിക്കൽ വേവ് ഫ്രണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തിൻ കോൺവെക്സ് ലെൻസും തിൻ പ്രിസമാണ്. കോൺവെക്സ് ലെൻസിന് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, പ്രിസത്തിന് പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ. 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ലെൻസ്, പ്രിസം, മിറർ, കർവ്ഡ് മിറർ. അതിനും കർവ്ഡ് മെംബ്രെയിനെ കിട്ടത്തുള്ളൂ, സ്പെറിക്കൽ മെംബ്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫിഷ് അറ്റ് എ ഡെപ്ത് 12 centimeter in water is viewed by an observer on the bank of a lake. അപ്പോൾ ഇത്രയും വാട്ടറിലാണ്, ഇവിടെയാണ് ഒരു ഫിഷ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 centimeter. ദാറ്റ് ഈസ് ദ റിയൽ ഡെപ്ത് എന്ന് പറയും. ടു വാട്ട് ഹൈറ്റ് ദ ഇമേജ് ഓഫ് ദ ഫിഷ് ഈസ് റൈസ്ഡ് ആണ്. അപ്പോൾ ഫിഷ് റൈസ് ചെയ്യുന്ന ഹൈറ്റാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെ ഉള്ളതിന് അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയും. ഇത് റിയൽ ഡെപ്താണ്. റൈസ് ചെയ്തതാണ് ഷിഫ്റ്റ് എന്ന് പറയും. റൈസ് ചെയ്ത ദൂരമാണ് ഷിഫ്റ്റ് എന്ന് പറയും. എങ്കിൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡി ഇൻറ്റു 1 - 1/μ. ഡി തന്നിട്ടുണ്ട് 12 ഇൻറ്റു 1 - 1/4/3, 3/4. That is 12/4. That is equal to 3 centimeter. ആൻസർ 3 centimeter. ഷിഫ്റ്റാണ്. ഈ ഫോർമുലകൾ നോക്കണം. മോളിൽ നിന്ന് നോക്കുമ്പോൾ റിയൽ ഡെപ്ത്, അപ്പാരൻ്റ് ഡെപ്ത്, ഷിഫ്റ്റ്, ഇത് 3ആണ്. അതുപോലെ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് നോക്കുമ്പോഴുള്ള കാര്യവും രണ്ടും പഠിച്ചു വയ്ക്കണം. രണ്ടിൻ്റെയും ഫോർമുല നന്നായിട്ട് മനസ്സിലാക്കി വെച്ചായിരിക്കണം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ്, ഇൻ ദ ഗീവൺ സർക്യൂട്ട് കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ 2 kilo ohm. 2 kilo ohm കൂടെയുള്ള കറണ്ടാണ്. 2 kilo ohm എന്ന് വെച്ചാൽ ഇതാണ്. ഈ കറണ്ട് IZ ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് IL. ഈ 12 വോൾട്ട് തന്നെ ഇവിടെയും കിട്ടും, ബിക്കോസ് ദേ ആർ പാരലൽ. എങ്കിൽ ഈ കറണ്ട് കണ്ടുപിടിക്കാൻ IL ഈസ് ഇക്വൽ ടു 12/2 × 10⁻³ that is 6 × 10⁻³ that is 6 milliampere. So answer 6 milliampere. അതാണ് IL എന്ന് പറയും. നെക്സ്റ്റ്, ഇൻ ഓർഡർ ടു കൺവെർട്ട് എ ഗാൽനോമീറ്റർ ഇൻ എൻ അമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗാൽനോമീറ്ററിനെ അമീറ്ററായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഷണ്ടിങ് ഫിനോമിന, ഷണ്ട് റെസിസ്റ്റർ. ഇനി വോൾട്ട് മീറ്ററായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഹോട്ട് വാട്ടർ ഇൻ എ വെസൽ kept in a room cools from 70 to 65 in T1 minute, 65 to 60 T2 minute, 60 to 55 in T3 minute. അപ്പോൾ എപ്പോഴും ഒരു 5 ഡിഗ്രിയുടെ ഡിഫറൻസാണ്. നമുക്കറിയാം, കൂളിംഗ് ഗ്രാഫ് എടുത്താൽ എക്സ്പൊണൻഷ്യലായിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. ആദ്യം വളരെ ഫാസ്റ്റാണ്, പിന്നെ സ്ലോ ആയിരിക്കും. 60 to 55 ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലമാണ്. അവിടെ 60 to 55 ഫാസ്റ്റായിട്ടല്ല, കൂടുതൽ സമയമെടുക്കും. ഇവിടെ 70 to 65 5 മിനിറ്റ് ആണെങ്കിൽ 65 to 60 7, 8, 10 മിനിറ്റ് ആവും. അതിനെക്കാട്ടിലും കൂടുതലാണ്. 60 to 55 അതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ റോഡ്, ഇതാണ് തിൻ റോഡ്, ഓഫ് മാസ് CM, ലെന്ത് L, എബൌട്ട് ആൻ ആക്സിസ് perpendicular to the rod at a distance L/4 from the one end. അപ്പോൾ ഇതാണ് സെൻറ്റർ. അറ്റ് എ ഡിസ്റ്റൻസ് L/4, ഇത് L/4, ഇതും L/4. ഇതാണ് ആക്സിസ് എന്ന് പറയും.
ഈ ആക്സിസിൻ്റെ ബോട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ. ഈ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള ആക്സിസിൻ്റെത് അറിയണം. ഇത് ഐ സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ഐ എ ബി സിക്കൽ ടു ഐ സെൻറ്റർ ഓഫ് മാസ് പ്ലസ് എം ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സ്ക്വയറാണ് എം എ സ്ക്വയർ എം ഇൻറ്റു എൽ ബൈ 4 ദ ഹോൾ സ്ക്വയർ എൽ ബൈ 4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഐ എ ബി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ സെൻറ്റർ ഓഫ് മാസ് എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം എ സ്ക്വയർ എം ഇൻറ്റു എ എൽ ബൈ 4 ദ ഹോൾ സ്ക്വയർ എം ഇൻറ്റു എൽ സ്ക്വയർ ബൈ 16 എൽ ബൈ 4 ദ ഹോൾ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 4 സ്ക്വയർ 16 ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7 എം എൽ സ്ക്വയർ ബൈ 48. സോ ആൻസർ 7 എം എൽ സ്ക്വയർ ബൈ 48. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇതൊരിക്കൽ കൂടെ കേൾക്കണം. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെയാണ് തീർത്ത് ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാം NCERT ബുക്കിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് മറിച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ പടങ്ങളൊക്കെ ഓരോ ടോപ്പിക്കിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുള്ളത് നോക്കണം. പിന്നെ ഗ്രാഫ് നോക്കണം. ചെറിയ നീല ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും 45 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നീറ്റ് റിഹേഴ്സൽ എക്സാമിൻ്റെ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല C8H8O ഫോംസ് ആൻ ഓറഞ്ച് റെഡ് precipitate വിത്ത് 2,4-DNB റിയേജൻ. ഓറഞ്ച് റെഡ് precipitate 2,4-DNB ആയിട്ട് തരണമെങ്കിൽ ഒന്നീ ആൽഡിഹൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കണം. ആ രണ്ട് കോമ്പൗണ്ട്സ് മാത്രമേ 2,4-DNB ആയിട്ട് ഓറഞ്ച് റെഡ് precipitate തരത്തുള്ളൂ. ആൻഡ് ഗീവ്സ് യെല്ലോ precipitate ഓൺ ഹീറ്റിംഗ് വിത്ത് അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് NaOH. NaOH അയഡിനുമായിട്ട് യെല്ലോ precipitate തരണമെങ്കിൽ CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കണം. ഇറ്റ് നെയ്തർ റെഡ്യൂസസ് ടോളൻസ് റിയേജൻ ഓർ ഫെല്ലിംഗ് സൊല്യൂഷൻ. ടോളൻസ് റിയേജൻ അല്ലെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കീറ്റോൺ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ CH3CO ഗ്രൂപ്പുള്ള കീറ്റോൺ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് CH3CO ഗ്രൂപ്പുള്ള ഒരു കീറ്റോണേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. കണ്ടില്ലേ, CH3CO ഗ്രൂപ്പുള്ള ഒരു കീറ്റോണേ ഉള്ളൂ. ബാക്കിയെല്ലാം ആൽഡിഹൈഡാണ്. അതിൽ അതൊന്നും ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യത്തില്ല, പക്ഷേ 2,4-DNB ടെസ്റ്റ് ആൻസർ ചെയ്യും. ഇറ്റ് നെയ്തർ റെഡ്യൂസസ് ഡീകളറൈസസ് ബ്രോമിൻ വാട്ടർ ഓർ ബേയേഴ്സ് റിയേജൻ. ബ്രോമിൻ വാട്ടറിനെയും ബേയേഴ്സ് റിയേജനെയും ഡീകളറൈസ് ചെയ്യത്തില്ല. ശരിയാണ്, അത് ഓപ്പൺ ചെയിനിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഇരുന്നാൽ മാത്രമേ റെഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇത് ബെൻസീൻ റിങ്ങിലിരിക്കുന്ന ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ആണ്, അത് റെഡ്യൂസ് ചെയ്യത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, അസറ്റോഫിനോൺ ആണ് ആൻസർ, അസറ്റോഫിനോൺ. നെക്സ്റ്റ് വൺ, 0.6 gram of a solute is dissolved in 0.1 liter of solvent which develops an osmotic pressure of 1.23 atmosphere at 27 degrees Celsius. The molar mass of the substance is. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിൽ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ ഇതാണ്, പൈ ഈക്വൽ ടു WB/RT ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇതിൽ ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട് 1.23 അറ്റ്മോസ്ഫിയർ. മാസ് ഓഫ് സൊല്യൂട്ട് 0.6 ആണ്. ആറിൻ്റെ വാല്യൂ അറ്റ്മോസ്ഫിയർ ആണ്, അപ്പോൾ 0.0821. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, ദറ്റ് ഈസ് 273 ചേർക്കുമ്പം 300 കെൽവിൻ. മോളാർ മാസ് കണ്ടുപിടിക്കണം. വോളിയം ഓഫ് സൊല്യൂഷൻ ദറ്റ് ഈസ് 0.1 ലിറ്റർ. മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ MB ഈക്വൽ ടു, ഇതിൽ ഒരു ഡിജിറ്റ് ഇതിലൊരു ഡിജിറ്റ്, അപ്പോൾ 6 മാത്രം എഴുതിയാൽ മതി, ഇൻറ്റു ഇതിൽ ഈ 100 കൊണ്ട് ഇത് ഗുണിക്കുമ്പം 8.21 ആകും. 8.1 ഡിവൈഡഡ് ബൈ 1.23, അപ്പോൾ 821 എന്ന് എഴുതാം. ഇത് 123 എന്ന് എഴുതിയാൽ മതി. ഇതിൽ ബാക്കി ഒരു 3 ഉണ്ട്. നമ്മൾ പോയിൻ്റ് എല്ലാം കളഞ്ഞു. ഇനി ഇത് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 4 1 വരും.
41 കൊണ്ട് ഈ 821 ക്യാൻസൽ ചെയ്യുമ്പോൾ നോക്കി അപ്രോക്സിമേറ്റ്ലി 41ൻ്റെ ഇരട്ടിയാണ് 82. ഇനി ഒന്നേ ബാക്കിയുള്ളൂ അല്ലേ, അപ്പോൾ 0. 20 6 × 20 120, അപ്രോക്സിമേറ്റ്ലി 120. അത് തന്നെ ആൻസർ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 3. Which one of the following statement is true for all alkali metals? എല്ലാ alkali metals-നും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Their nitrates decompose on heating to give NO2 and O2. അല്ല, ലിഥിയം നൈട്രേറ്റ് മാത്രമാണ് ഹീറ്റ് ചെയ്യുമ്പം NO2 O2 തരുന്നത്. മറ്റ് നൈട്രേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പം നൈട്രൈറ്റും ഓക്സിജനുമാണ് തരുന്നത്, NO2 കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം അത് തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റ്. Their carbonates decompose on heating to give carbon dioxide and their metal oxide. അതും തെറ്റാണ്. സോഡിയം കാർബണേറ്റ് ഒക്കെ സ്റ്റേബിളാണ് ഹീറ്റിന്. അപ്പോൾ ലിഥിയം കാർബണേറ്റ് മാത്രമാണ് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും മെറ്റൽ ഓക്സൈഡും ഉണ്ടാകുന്നത്. അപ്പോൾ അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ, ദേ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവ് മെയിൻലി ദ ഓക്സൈഡ് M2O. അതല്ല, ലിഥിയം മാത്രമാണ് മോണോക്സൈഡ് ഉണ്ടാക്കുന്നത്, കുറച്ച് പെറോക്സൈഡും. സോഡിയം മെയിൻലി പെറോക്സൈഡ് ഫോം ചെയ്യും, കുറച്ച് സൂപ്പർ ഓക്സൈഡ്. ഹയർ എലിമെൻറ്റ്സ് എല്ലാം സൂപ്പർ ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ജനറലായിട്ട് M2O ഫോം ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ല, ലിഥിയം മാത്രമാണ് അതും ഫോം ചെയ്യുന്നത്. സോ അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ റിയാക്ട് വിത്ത് ഹാലജൻസ് ടു ഗിവ് ദ ഹാലൈഡ്സ് MX. ദാറ്റ് ഇസ് കറക്റ്റ്. എന്ന് പറഞ്ഞാൽ അയോണിക് ആയിട്ടുള്ള ഹാലൈഡ്സ് ആയിട്ടുള്ള MX ആണ് എല്ലാ ആൽക്കലി മെറ്റലും ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ തരുന്നത്. സോ ദാറ്റ് ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓൾ ആൽക്കലി മെറ്റൽസ്. എല്ലാ ആൽക്കലി മെറ്റൽസിനും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. മറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റിലും ലിഥിയം മാത്രമായിട്ട് വരുന്നതാണ് ആ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ആൽക്കലി മെറ്റൽസ് എല്ലാം എക്സെപ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 4. If solubility product of Zr3PO4 4 times zirconium phosphate is denoted by Ksp and its molar solubility is denoted by S, then which of the following relation between S and Ksp is correct? Zirconium phosphate, Zr3PO4 4 times. ഈ സിർക്കോണിയം ഫോസ്ഫേറ്റ് സോലുബിൾ ആകുമ്പോൾ 3 സിർക്കോണിയം അയോൺസ് ഉണ്ടാകും, 4+ അയോൺസ്, പ്ലസ് 4 ഫോസ്ഫേറ്റ് ആനയോൺ ഉണ്ടാകും, PO4 3-. ഇതിൻ്റെ സോലബിലിറ്റി S മോൾസ് പെർ ലിറ്റർ എന്ന് എടുക്കുവാണെങ്കിൽ, ഇത് 3S മോൾസ് പെർ ലിറ്റർ സിർക്കോണിയം 4+ ഉണ്ടാകും, 4S മോൾ പെർ ലിറ്റർ PO4 3- ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 3ഉം 4ഉം ആണ്. ഇനി ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക: KSP = മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം 4+ ക്യൂബ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് PO4 3- റൈസ് ടു 4. സിർക്കോണിയം 4+ൻ്റെ കോൺസെൻട്രേഷൻ 3S ക്യൂബ്, PO4 3- കോൺസെൻട്രേഷൻ 4S റൈസ് ടു 4. 3 ക്യൂബ് 27S ക്യൂബ് ഇൻറ്റു 4 റൈസ് ടു 4 256 ഇൻറ്റു S റൈസ് ടു 4. 256ഉം 27ഉം ഗുണിക്കുമ്പോൾ 6912 S റൈസ് ടു 7 എന്ന് വരും. ഇത് KSP. അപ്പോൾ ഇതിൽ നിന്ന് സോലബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ KSP ഡിവൈഡഡ് ബൈ 6912 S റൈസ് ടു 7 ആണ് ഇത്ര. അപ്പോൾ S കണ്ടുപിടിക്കുമ്പം റൈസ് ടു 1/2 1/7 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. S = KSP ഡിവൈഡഡ് ബൈ 6912 റൈസ് ടു 1/7 എന്ന് പറഞ്ഞാൽ S റൈസ് ടു 7 ആണ് KSP ഡിവൈഡ് ബൈ 6912. അപ്പോൾ S കണ്ടുപിടിക്കുമ്പോൾ അതിന് 1/7 കൊണ്ട് പവർ എടുക്കണം. അപ്പോൾ ഇത് NCERT ടെക്സ്റ്റിലുള്ള ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. സിർക്കോണിയം ഫോസ്ഫേറ്റ് എന്ന് തന്നു കഴിഞ്ഞാലും ഈ ഫോർമുല നമ്മൾ അറിയണം. NCERT ടെക്സ്റ്റിലുള്ള ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ. ക്ലോറിൻ ഗ്യാസ് വാസ് യൂസ്ഡ് ഏർലിയർ ഫോർ ബ്ലീച്ചിങ് പേപ്പേഴ്സ്. നവേഡേയ്സ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ. ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോറിനാണ് പേപ്പേഴ്സിനെ ബ്ലീച്ച് ചെയ്യാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നവേഡേയ്സ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. മാൾട്ടോസ് കൺസിസ്റ്റ് ഓഫ്. മാൾട്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. മാൾട്ടോസിലിരിക്കുന്ന 2 സെയിം മോണോസാക്രൈഡ് യൂണിറ്റ് ആണ് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിൽ ലിങ്കായിരിക്കുന്ന ലിങ്കേജ് എന്താണ്, അത് വെച്ചിട്ടാണ് 1 ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ് ആൻഡ് 1 ബീറ്റാ ഡി ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്. അത് തെറ്റാണ്, രണ്ടും ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസിന്. സെക്കൻഡ് ഓപ്ഷൻ 2 ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ് വിത്ത് 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അതും തെറ്റാണ്. മാൾട്ടോസിൽ 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ല. 2 ബീറ്റാ ഡി ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്സ്, അതും തെറ്റാണ്. ഫോർത്ത് ഓപ്ഷൻ 2 ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്സ് വിത്ത് 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ദാറ്റ് ഈസ് ദ കറക്റ്റ്. 2
ആൽഫ ഡി ഗ്ലൂക്കോപൈറനേസ് യൂണിറ്റ് 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിട്ട് വരുന്നതാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉള്ളത് സൂക്രോസിൽ മാത്രമാണ്. സൂക്രോസിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് വരുന്ന സൂക്രോസിൽ മാത്രമാണ് 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. അവിടെ ഇരിക്കുന്നത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ് ആണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 7. The correct order of ionization energy in the following second period elements. Second period elements in correct order of ionization energy ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബെർലിയം തന്നിട്ടുണ്ട്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇതൊക്കെയാണ് സെക്കൻഡ് പീരിയഡ് എലിമെന്റ്സിൽ തന്നിട്ടുള്ളത്. ഈ അയണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെല്ലുന്നതോറും ഇൻക്രീസ് ചെയ്യും പഠിച്ചുകൊണ്ടായാലും നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബെർലിയം അവിടെ 2s2 ഇതാണ് എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് വരുന്നത്. ബോറോൺ 2s2 2p1, കാർബൺ 2s2 2p2, നൈട്രജൻ 2s2 2p3, ഓക്സിജൻ 2s2 2p4. അപ്പോൾ ഇവിടെ വരുമ്പം ഈ ബെർലിയം കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ആയത് കാരണം ബോറോണിനെക്കാളും അയണൈസേഷൻ എൻതാൽപ്പി എന്തോന്നായിരിക്കും കൂടുതലായിരിക്കും. അടുത്തത് നോക്കുകയാണെങ്കിൽ കാർബൺ തന്നെയായിരിക്കും. നൈട്രജനും ഓക്സിജനും വരുമ്പം ഓക്സിജന് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലാണ് അല്ലേ, ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ. സോ ഓക്സിജനേക്കാളും നൈട്രജന് കൂടുതലായിരിക്കും. സോ ദ കറക്റ്റ് ഓർഡർ ഓഫ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ബോറോൺ, ബെർലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one. Question number 8. The element evolving two different gases on reaction with concentrated sulfuric acid. Concentrated sulfuric acid ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസ് എവല്യൂഷൻ ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് കാർബൺ. കാർബൺ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസും സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് എവല്യൂഷൻ ആകും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് കാർബൺ. നെക്സ്റ്റ് വൺ. Two separate bulbs contain ideal gases A and B. The density of A is twice that of gas B. The molecular weight of A is half that of gas B. The two gases are at the same temperature. The ratio of the pressure of A to that of gas B is. രണ്ട് ഐഡിയൽ ഗ്യാസ് ആണ് എ ബി. അതിൻ്റെ ഡെൻസിറ്റി എയുടെ ഡെൻസിറ്റി 2 ടൈംസും ബിയുടെ ഡെൻസിറ്റി 1 ആണ്. ഡെൻസിറ്റി എ ഈസ് twice that of B. Molecular weight of A is half that of B. Molecular weight. എന്നാൽ ആ പ്രഷറിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. പ്രഷറിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈക്വൽ ടു അല്ലെങ്കിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ, പി വി ഈക്വൽ ടു ഡബ്ല്യു ബൈ എം ആർ ടി. ഇതിൽ പി ഇൻറ്റു എം ഈക്വൽ ടു ഡി ആർ ടി എന്ന് വരും. അപ്പോൾ പ്രഷർ ഈക്വൽ ടു ഡി ആർ ടി ബൈ എം. ഇതാണ് ഇവിടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഡെൻസിറ്റി ബൈ മോളാർ മാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഷർ ഓഫ് എ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ 2 ടൈംസ് ആണ് ഡെൻസിറ്റി ഓഫ് ബിയെ കമ്പയർ ചെയ്യുമ്പം. ഇനി മോളാർ മാസ് ഓഫ് എ ഹാഫ് ടൈംസ് 0.5, ഇത് 1 ആണ് എന്ന് പറഞ്ഞാൽ എയുടെ മോളാർ മാസ് താഴെയാണ് എഴുതേണ്ടത്, ബിയുടെ മോളാർ മാസ് മുകളിൽ എഴുതും. അപ്പോൾ നോക്കുകയാണെങ്കിൽ 4 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4. Okay, next one. The major product formed by the mononitration of phenyl ethanoate is. Phenyl ethanoate ന്റെ mononitration ചെയ്യുമ്പോൾ മേജർ പ്രോഡക്റ്റ് എന്താണ്? ഫിനൈൽ എത്തനോയേറ്റ്. ഇതാണ് ഫിനൈൽ എത്തനോയേറ്റ്. ഇതിനെ നൈട്രേഷൻ ചെയ്യുന്നു നൈട്രേറ്റ് മിക്സർ വെച്ചിട്ട്. ഇവിടെ ഈ ഫിനൈൽ എത്തനോയേറ്റിൽ ബെൻസീൻ റിങ്ങിൽ നേരിട്ട് ലിങ്കായിരിക്കുന്നത് ലോൺ പേരുള്ള ഓക്സിജനാണ്. സോ ഇറ്റ് ആക്ടിവേറ്റ്സ് ദ ബെൻസീൻ റിങ് ആൻഡ് ഓർത്തോ ആൻഡ് പാരാഡയറക്റ്റിംഗ് നേച്ചറാണ്. ഓർത്തോ ആൻഡ് പാരാഡയറക്റ്റിംഗ് നേച്ചറാണ്. അത് CO അല്ല നേരിട്ട് ലിങ്കായിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മോണോനൈട്രേഷൻ ചെയ്യുമ്പം NO2 ഗ്രൂപ്പ് NO2+ എന്ന് പറഞ്ഞ ഇലക്ട്രോഫൈലായിരിക്കും വന്ന് ചേരുന്നത്. ഇൻകമ്മിങ് ഇലക്ട്രോഫൈലിന് ഇത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രത്യേകിച്ച് മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പാരാ ഡെറിവേറ്റീവ് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇതാണ് OCO CH3. അത് തന്നെ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ NO2. പാരാ പൊസിഷനിൽ NO2 വരുന്നതാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരിക. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ. ഇത് ഈ COO CH3 എന്ന് എഴുതുവാണെങ്കിൽ അതിൻ്റെ പേര് തന്നെ ഡിഫറൻ്റ് ആണ്. ബെൻസീൻ റിങ്ങിൽ COO CH3 എന്ന് എഴുതുവാണെങ്കിൽ അത് മീഥൈൽ ബെൻസോയേറ്റ് എന്നാണ് പേര്. ഇത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇതിൽ ബെൻസീൻ റിങ്ങിൽ നേരിട്ട് ലിങ്ക് ആയിരിക്കുന്നത് കാർബൺ ഡബിൾ ബോണ്ട് ഓയാണ്. അപ്പം മൾട്ടിപ്പിൾ ബോണ്ടാണ് കോൺജുഗേഷനായിട്ട് വരുന്നത്. അത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇതാണെങ്കിൽ തന്നിരിക്കുന്നത് ഇത് മീഥൈൽ ബെൻസോയേറ്റ് ആണ്. നമുക്ക് ഫിനൈൽ എത്തനോയേറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. പാരാ പൊസിഷനിൽ NO2 വരുന്നതാണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. പോസ്ഫെനിക് ആസിഡ് ആൻഡ് പോസ്ഫോണിക് ആസിഡ്സ് ആർ റെസ്പെക്റ്റീവ്ലി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പോസ്ഫെനിക് ആസിഡ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൻ്റെ മറ്റൊരു പേരാണ്. പോസ്ഫോണിക് ആസിഡ് ദറ്റ് ഈസ് ഫോസ്ഫറസ് ആസിഡിൻ്റെ മറ്റൊരു പേരാണ്, ഓർത്തോഫോസ്ഫറസ് ആസിഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, H3PO2 ആൻഡ് H3PO3. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 12. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അസിഡിക് സ്ട്രെങ്ത്. അസിഡിക് സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഫീനോൾ, പാരാനൈട്രോഫീനോൾ, പാരാമീഥൈൽ ഫീനോൾ. ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പം അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. അസിഡിക് ക്യാരക്ടർ കൂടും. ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിക് ക്യാരക്ടർ കുറയും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഏറ്റവും അസിഡിറ്റി കൂടുതൽ ആരാണെന്ന് പറഞ്ഞാൽ പാരാനൈട്രോഫീനോൾ, ദറ്റ് ഈസ് 2. അടുത്തത് ഫീനോൾ 1. ഏറ്റവും അസിഡിക് ക്യാരക്ടർ കുറവ് പാരാമീഥൈൽ ഫീനോൾ 3. സോ 3, 1, 2. That is fourth option is the correct answer. Fourth option. 3, 1, 2. Next one. Question number 13. The reagents that can be used for the conversion of C6H5CH2CH3 into C6H5CH double bond CH2. C6H5CH2CH3. അത് ഇതാണ് ഈഥൈൽ ബെൻസീൻ. ഈഥൈൽ ബെൻസീന് നമുക്ക് C6H5CH ഡബിൾ ബോണ്ട് CH2 സ്റ്റൈറീൻ അല്ലെങ്കിൽ വിനൈൽ ബെൻസീൻ ആയിട്ട് മാറ്റണം. സ്റ്റൈറീൻ അല്ലെങ്കിൽ വിനൈൽ ബെൻസീൻ. പോളിസ്റ്റൈറീൻ അതിലിരിക്കുന്ന മോണോമറൈൻ. ഇത് എങ്ങനെ മാറ്റാൻ പറ്റും? ഓക്കെ. ഫസ്റ്റ് വൺ SOCl2 ആൽക്കഹോളിക് KOH. വെറും SOCl2 വെച്ച് ട്രീറ്റ് ചെയ്താൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല, തയോണിൽ ക്ലോറൈഡ്. സെക്കൻഡ് വൺ ക്ലോറിൻ HNu, ദാറ്റ് ഈസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബെൻസൈലിക് പൊസിഷനിൽ ഹാലജനേഷൻ നടക്കും. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ബെൻസൈലിക് പൊസിഷനിൽ ക്ലോറിൻ വരും ഇങ്ങനെ. എന്നിട്ട് ഇതിനെ ആൽക്കഹോളിക് KOH വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ബേസ് ആണ്, ഡീഹൈഡ്രോഹാലജനേഷൻ നടക്കും. ഡീഹൈഡ്രോഹാലജനേഷൻ നടക്കുമ്പോൾ ഈ ക്ലോറിനും ഇവിടെ നിന്ന് ഒരു എച്ചും കൂടെ ചേർന്നിട്ട് HCl പോവും, റിമൂവ് ആയി പോവും. അപ്പോൾ C6H5CH ഡബിൾ ബോണ്ട് CH2 ദാറ്റ് ഈസ് സ്റ്റൈറീൻ വിനൈൽ ബെൻസീൻ ഉണ്ടാകും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഫോളോഡ് ബൈ ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ ബെൻസൈലിക് ഹാലജനേഷനും ഫോളോഡ് ബൈ ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്യുമ്പം ഈഥൈൽ ബെൻസീൻ എന്തോന്നായിട്ട് മാറും പറഞ്ഞാൽ സ്റ്റൈറീനായിട്ട് മാറും. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 14. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ സലൈൻ ഹൈഡ്രൈഡ്. സലൈൻ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് S ബ്ലോക്ക് എലിമെൻറ്റ്സ് ഉണ്ടാകുന്ന ഹൈഡ്രൈഡ്സ് ആണ്. അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രൈഡ്. സോഡിയം ഹൈഡ്രൈഡ് അയോണിക് ഹൈഡ്രൈഡ് ആണ് സോഡിയം ഹൈഡ്രൈഡ് C. സെക്കൻഡ് വൺ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് നോക്കുകയാണെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന 15, 16, 17 ഗ്രൂപ്പ് എലിമെൻറ്റ്സ് P ബ്ലോക്ക് എലിമെൻറ്റ്സിൽ 15, 16, 17 ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ഫോം ചെയ്യുന്നതാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അവിടെ അമോണിയ, അതിന് നേരെ തന്നിരിക്കുന്നതിന് അമോണിയ. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് ആവശ്യത്തിന് ഇലക്ട്രോൺ ഉണ്ട്, അത്രയേ ഉള്ളൂ. 14 ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ഫോം ചെയ്യുന്നതാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ദാറ്റ് ഈസ് മീഥേൻ. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് D and F ബ്ലോക്ക് എലിമെൻറ്റ്സ് ഫോം ചെയ്യുന്ന D. CBAD. CBAD, that is first option is the correct answer. CBAD. Question number 15. The correct set of 4 quantum numbers for the valence electron of rubidium is at atomic number 37. നോക്കുകയാണെങ്കിൽ 37 ആകുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10, 4p6. ഇപ്പോൾ 4, 10, 18, 20, 30, 36, ദാറ്റ് ഈസ് 5s1, 37. അപ്പം വാലൻസ് ഇലക്ട്രോൺ ഇതാണ്. അല്ലെങ്കിൽ ക്രിപ്റ്റോൺ 36 എന്ന് അറിയുവാണെങ്കിൽ അത് 4s2,
4p6 ആണ്. അപ്പം അടുത്ത ഇലക്ട്രോൺ 5s വരുന്നത്. ബാലൻസ് ഇലക്ട്രോൺ ഇതാണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ കോണ നമ്പർ 5, അഞ്ചാമത്തേത്. അസിമുത്തൽ കോണ നമ്പർ s ഓർബിറ്റൽ, അപ്പോൾ 0. L0 ആണെങ്കിൽ m0. അടുത്ത് നോക്കുകയാണെങ്കിൽ സ്പിൻ കോണ നമ്പർ ഒന്നി പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് പ്ലസ് ഹാഫ്. സോ 500 പ്ലസ് ഹാഫ്, 500 പ്ലസ് ഹാഫ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. An organic compound contains carbon 40%, oxygen 53.33%, and hydrogen 6.66%. Weight of 1 ml of the compound at STP is exactly equal to weight of 2 ml of ethane at STP. The molecular formula of the compound is. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബണിൻ്റെ പെർസെൻറ്റേജ് 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.33%. ആദ്യം തന്നിരിക്കുന്ന പെർസെൻറ്റേജിന് നമ്മൾ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 40/12. 6.66 divided by 1 hydrogen atomic mass, 53.33 divided by 16. ഇത് 3.33 എന്ന് വരും. ഇത് 6.66, ഇത് 3.33 എന്ന് വരും. ഇനി സിമ്പിൾ റേഷ്യോ ആക്കാൻ ഇതിൽ ഏറ്റവും ചെറുത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 3.33 divided by 3.33 1. 6.66 divided by 3.33 2. 3.33 divided by 3.33 1. അപ്പോൾ ഇവിടെ കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1, CH2O. ഇതാണ് എംപിറിക്കൽ ഫോർമുല. എംപിറിക്കൽ ഫോർമുല. ഇനി എംപിറിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നു. എംപിറിക്കൽ ഫോർമുല മാസ് കാർബൺ 12, 2 ഹൈഡ്രജൻ ഓരോന്ന് വെച്ച് 2, ഓക്സിജൻ 16, 30. മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് അവിടെ ഒരു ഡേറ്റ തന്നിട്ടുള്ളത്. 1 ml of the compound at STP is exactly equal to weight of 2 ml of ethane at STP. STPയിൽ 2 ml ഈഥേൻ്റെ വെയിറ്റ് 1 ml കോമ്പൗണ്ടിൻ്റെ വെയിറ്റിന് ഈക്വലാണ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് STPയിൽ ഈ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 മോൾ ഈഥേൻ്റെ മാസിന് ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ 2 into മോളാർ മാസ് ഓഫ് ഈഥേന് ഈക്വലാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം മോളാർ മാസ് ഓഫ് ഈഥേൻ എന്ന് പറഞ്ഞാൽ C2H6 ആണ്. C2H6 24 + 6 30 ആണ്. അപ്പോൾ 2 times ആണ്. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസ് 60 ആണ്. മോളാർ മാസ് 60 ആണ്. അതല്ലെങ്കിൽ ഇങ്ങനെ 1 ml 2 ml ഈക്വലാണ്. അപ്പോൾ 22.4 ml എന്ന് പറഞ്ഞാൽ 44.8 ml ഈക്വലാണ്. 44.8 ml എന്ന് പറഞ്ഞാൽ 2 മോളുടെയാണ്. അത് ദാറ്റ് ഈസ് 60. അപ്പോൾ എംപിറിക്കൽ ഫോർമുല മാസ് അറിയാം, മോളാർ മാസ് 60 ആണെന്ന് അറിയാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിൻ്റെ വാല്യൂ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ് 2. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിറിക്കൽ ഫോർമുല CH2O 2 times. That is C2H4O2. C2H4O2. That is first option is the correct answer. C2H4O2. Okay. Next one. The standard enthalpies of formation of carbon dioxide, water and glucose at 25 degrees Celsius are at 25 degrees Celsius. അതിലൊരു ഡിഗ്രി ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആർ -400 kilojoule per mole, -300 kilojoule per mole, and -1300 kilojoule per mole respectively. The standard enthalpy of combustion per gram of glucose at 25 degrees Celsius is. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കമ്പഷൻ റിയാക്ഷൻ എഴുതണം. C6H12O6 ഓക്സിജനുമായിട്ട് കമ്പഷൻ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ടായിരിക്കും മാറുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. 6 കാർബൺ, അപ്പോൾ 6 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. 12 ഹൈഡ്രജൻ 6. 12 6 18 അല്ലേ? 6 12 18. അപ്പം 9O2. സോറി, 12 18. ഇവിടെ 6 ഉണ്ട്. അപ്പോൾ 6O2. അത്രയേ ഉള്ളൂ, 6O2. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ΔH0 കണ്ടുപിടിക്കുമ്പോൾ സം ഓഫ് enthalpies of formation of standard enthalpies of formation of products minus sum of standard enthalpies of formation of reactants. ഇതാണ് ഇവിടെ enthalpies of formation of product. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ enthalpies of formation എന്തോന്നാണെന്ന് പറഞ്ഞാൽ -400. ഇവിടെ 6 മോളുണ്ട്. അപ്പോൾ 6 × -400 പ്ലസ്
6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്ര? -300, 6 × -300. ഇതാണ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻ്റ് ആയിട്ട് ഇവിടെ ഗ്ലൂക്കോസിൻ്റെത് -1300 പ്ലസ് ഓക്സിജൻ അതിന് 0 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2400 -1800 പ്ലസ് 1300. ദാറ്റ് ഈസ് -242 പ്ലസ് 1300 -2900 എന്ന് വരും. ഇത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നെ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കമ്പഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നെ. നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ പെർ ഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പെർ മോളാണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് പെർ ഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർ ഗ്രാമിന് കണ്ടുപിടിക്കാൻ ഗ്ലൂക്കോസിൻ്റെ 1 മോളിൻ്റെ മാസ് 180 ആണ്. അപ്പോൾ പെർ ഗ്രാം കണ്ടുപിടിക്കാൻ ഈ വാല്യൂവിന് -2900 180 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 18 ഒന്നാണുള്ളത് 1, 29 18 1 ഉണ്ട്. അപ്പോൾ പിന്നെ 11 1 10 വരും. 1 10 16 -16.11. അതെ, തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. -16.11 കിലോജൂൾ. നെക്സ്റ്റ് വൺ, the correct order of thermal stability among the following. Thermal stability യുടെ correct order: water, hydrogen sulfide, H2Se, H2Te. സ്റ്റെബിലിറ്റി 16th ഗ്രൂപ്പിൻ്റെ ഹൈഡ്രേറ്റ്സ് താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറഞ്ഞു വരും. എന്താണെന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നതോറും സൈസ് വലുതാകുന്നതോറും ബോണ്ട് ലെന്ത് കൂടും. അപ്പോൾ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻക്രീസിങ് ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 3 2 1. So the correct order is fourth option is the correct answer. Fourth option 4 3 2 1. Next one, molecular shapes of SF4, CF4 and XCF4 are. 3 കോമ്പൗണ്ട്സ് തന്നിരിക്കുന്നു. അതിൻ്റെ മോളിക്കുലാർ ഷേപ്പ് SF4ൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ സെൻട്രൽ ആറ്റം സൾഫറാണ്, 16th ഗ്രൂപ്പ്. അപ്പോൾ 6 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ് 4/2. അപ്പോൾ 10/2 5 എന്ന് വരും. 5 ആകുമ്പം എന്തോന്ന് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp3d ഹൈബ്രിഡൈസേഷനാണ്. ഇവിടെ ലോൺ പെയർ കണ്ടുപിടിക്കുമ്പം 5 ഹൈബ്രിഡ് ഓർബിറ്റലാണ് മൈനസ് സറൗണ്ടിങ് ആറ്റം 4. അപ്പോൾ ഒരു ലോൺ പെയർ. sp3d വിത്ത് 1 ലോൺ പെയർ ആകുമ്പം അത് സീസയാണ്. സീസ അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് CF4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുമ്പോൾ കാർബൺ 14th ഗ്രൂപ്പ് എലിമെൻറ്റ് 4, മോണോവാലൻ്റ് ആറ്റം 4/2. അപ്പോൾ 4 എന്നായിരിക്കും വരുന്നത്. sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി അവിടെ ലോൺ പെയർ കണ്ടുപിടിക്കുമ്പം 4 ഹൈബ്രിഡ് ഓർബിറ്റൽ, സറൗണ്ടിങ് ആറ്റം 4 0 ആണ്. അപ്പോൾ sp3 വിത്ത് 0 ലോൺ പെയർ ആകുമ്പം ടെട്രാഹീഡ്രലാണ്. ടെട്രാഹീഡ്രൽ. നെക്സ്റ്റ് വൺ, XCF4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, സെൻട്രൽ ആറ്റം സെനോൺ 8 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റം ഫ്ലൂറിൻ /2 6 എന്ന് വരും. sp3d2. ലോൺ പെയർ ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 മൈനസ് സറൗണ്ടിങ് ആറ്റം 4, 2 ലോൺ പെയർ. sp3d2 വിത്ത് 2 ലോൺ പെയർ ആകുമ്പോൾ സ്ക്വയർ പ്ലെയിനാറാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ജോമെട്രി ഡിഫറൻ്റ് ആണ്. ലോൺ പെയർ 1 0 2 ആണ് വരിക. ദ സെയിം അതല്ല, ദ ഡിഫറൻറ്റ് വിത്ത് 1 0 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ റെസ്പെക്റ്റീവ്ലി. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. മോളിക്കുലാർ ഷേപ്പ് എല്ലാം ഡിഫറൻ്റ് ആണ്. സീസ, അതുപോലെ ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലെയിനാർ എല്ലാം ഡിഫറൻ്റ് ആണ്. വിത്ത് 1 0 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് റെസ്പെക്റ്റീവ്ലി ഓൺ ദി സെൻട്രൽ ആറ്റം. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, question number 20. The oxidation number of iodine IO3 minus, IO4 minus, Ki and I2 respectively are. Oxidation number of iodine IO3 minus, IO4 minus, Ki,
ആൻഡ് I2. IO3 മൈനസിൽ എക്സ് 3 ഓക്സിജൻ ഒരെണ്ണത്തിന് -2 വെച്ചിട്ട് -6 ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു +5 എന്ന് വരും. IO4 മൈനസിൽ എക്സ് 4 ഓക്സിജൻ ഒരു ഓക്സിജൻ -2 വെച്ചിട്ട് -8 ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു +7 എന്ന് വരും. ആൽക്കലി മെറ്റൽ 1 + എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. എക്സ് ഈക്വൽ ടു -1. ഇവിടെ അയഡിൻ ഫ്രീ എലിമെൻറ്റ് ഫ്രീ സ്റ്റേറ്റിലിരിക്കുന്നു 0. സോ ദ കറക്റ്റ് ആൻസർ ഈസ് +7 +5 +5 +7 -1 0. That is third option is the correct answer. Third option. Next one. Question number 21. The following results have been obtained during the kinetic studies of the reaction. 2A + B gives C + D. ഇപ്പോൾ റിയാക്ഷൻ്റെ റേറ്റിലായിരുന്നു R = K into molar concentration of A raised to X into molar concentration of B raised to Y. നമ്മൾ ഈ എക്സ് വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻ്റ് എടുക്കുക. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1 and 4 എടുക്കുക. 1 and 4 എടുക്കുമ്പം അവിടെ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. എയുടെ കോൺസെൻട്രേഷൻ 1 4 പോകുമ്പം 4 ടൈംസ് ആകുന്നു അല്ലേ, 4 ടൈംസ് ആകുന്നു. 0.4 എന്നുള്ളത് 1 എന്നുള്ളത് 0.4 ആകുന്നു. അപ്പോൾ 4 ടൈംസ് ഹയർ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ റേറ്റ് 2.40 into 10 raised to -2, 6 into 10 raised to -3 ആകുന്നു. അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. നമ്മൾ റേറ്റ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എയുടെ കോൺസെൻട്രേഷൻ 4th എക്സ്പെരിമെൻറ്റ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, റേറ്റ് 4th എക്സ്പെരിമെൻറ്റ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇത് 4 ആണ്. അപ്പോൾ 4 raised to x ഈക്വൽ ടു ഇത് 4n. അതെങ്ങനെ 4 എന്ന് പറഞ്ഞാൽ 10 raised to -3 മുകളിലോട്ട് പോകുമ്പോൾ 10 raised to +3 ആകും, 24 ആകും. 24/6 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1, x1. x1 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻറ്റ് എടുക്കുക. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻറ്റ്. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻറ്റ്സ് 2 and 3. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പെരിമെൻറ്റിൽ ബിയുടെ കോൺസെൻട്രേഷൻ 0.2 0.4 ആയിട്ട് മാറുന്നു. 0.4 ആണ് ഹയർ കോൺസെൻട്രേഷൻ, 0.2 ദറ്റ് ഈസ് y ഈക്വൽ ടു റേറ്റ് 7.2 2.88 into 10 raised to -1 ആയിട്ട് മാറുന്നു. 2.88 into 10 raised to -1 ഡിവൈഡഡ് ബൈ 7.2 into 10 raised to -2. അപ്പോൾ ഇത് ചെയ്യുമ്പം 2 raised to y ഈക്വൽ ടു ഇത് 4n, 10 raised to -2 മുകളിലോട്ട് പോകുമ്പോൾ 10 raised to +2, അപ്പോൾ 28.8 ഡിവൈഡഡ് ബൈ 7.24. അപ്പോൾ ഇവിടെ yക്ക് പകരം 2 ഇട്ടാലേ വരത്തു. So the right law is R = K into molar concentration of A raised to 1 into molar concentration of B raised to 2. So the correct answer is first option. First option. Next one. 5 gram of a sample of calcium carbonate on heating gives 896 ml of carbon dioxide at STP. The percentage purity of the sample. Calcium carbonate decomposition ആകുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഇതിൻ്റെ മോളാർ മാസ് എടുക്കുമ്പം കാൽഷ്യം 40, കാർബൺ 12, ഓക്സിജൻ 16 വെച്ച് 3 48, ദറ്റ് ഈസ് 100 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 മോൾ ഉണ്ടാകുന്നു. അതിൻ്റെ STPയിലെ വോളിയം STP എന്ന് പറഞ്ഞിട്ടുണ്ട് 22,400 ml. 400 ml. അപ്പം 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 22,400 ml കിട്ടും. അങ്ങനെയാണെങ്കിൽ 896 ml കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര ആവശ്യമെന്ന് കണ്ടുപിടിക്കണം, x ഗ്രാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ 100 into 896 ഡിവൈഡഡ് ബൈ 22,400 എന്ന് വരും. അതിൽ 2 0 ക്യാൻസലായിപ്പോയി. 224ൻ്റെ 4 ടൈംസ് ആണ് 896. 4 ടൈംസ് ആണ് 896. സോ x = 4. അപ്പോൾ 896 ml കിട്ടാൻ 4 ഗ്രാം മതി. പക്ഷെ നമ്മൾ എത്ര ഗ്രാം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അവിടെ 5 ഗ്രാം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം പെർസെൻറ്റേജ് പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് പ്യൂരിറ്റി ഈക്വൽ ടു എത്ര ആവശ്യം 4n മതി ആയിരുന്നു, പക്ഷെ എത്ര എടുത്തപ്പോഴാണ് കിട്ടിയത് 5, 100%. ദാറ്റ് ഈസ് 80% ആണ് ആൻസർ. 80%. അപ്പോൾ പെർസെൻറ്റേജ് പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ എത്ര ആവശ്യമായിരുന്നു, 4 ഗ്രാം മതിയായിരുന്നു. നമ്മൾ എത്ര എടുത്തു, 5 ഗ്രാം എടുത്തു.
ഇൻറ്റു 100 ചെയ്താൽ മതി, നമുക്ക് 80% കിട്ടും. അതാണ് നെക്സ്റ്റ് വൺ. Atoms of element B form HCP lattice and those of the element A occupy 2/3 of tetrahedral voids. The formula of the compound formed by the elements A and B is. B എന്ന് പറഞ്ഞ എലിമെന്റ് HCP. B HCP lattice. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 of tetrahedral voids. Tetrahedral voids. നമ്മൾ HCP ലാറ്റീസിലിരിക്കുന്ന ബിയുടെ ആറ്റം എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡ്സ് 2x ആയിരിക്കും. അതിൻ്റെ 2/3 ആണ് എന്തോന്നിരിക്കുന്നത് എ ഓക്കുപ്പൈ ചെയ്യുന്നത്. സോ എക്സ് ഈസ് ടു 4/3 എക്സ് എന്ന് വരും. ഇത് ബിയുടെയും എയുടെ റേഷ്യോ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് എക്സും ക്യാൻസൽ ആയി പോകും. ബി ഈസ് ടു എ ഈക്വൽ ടു 1:4/3 എന്ന് വരും. അത് 3:4 എന്ന് ആകും. 3:4 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3:4 ആകും. ബി ആണ് 3, A4 ആണ്. അപ്പോൾ A4B3. A4B3 ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നേരെ തിരിഞ്ഞു പോയില്ല. A3B4 അല്ല, ആദ്യത്തത് ബി ആണ്, എ ആണ് രണ്ടാമത്തത്. അപ്പോൾ A4B3. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് കളേർഡ് അയോൺസ് ഔട്ട് ഓഫ് ദി ഫോളോയിങ്? ഏതിലൊക്കെയാണ് കളേർഡ് അയോൺസ് ഉള്ളത്? ഫസ്റ്റ് വൺ Cu+. കോപ്പർ 29 ആണ്. 3D10 4s1 ആണ്. കോപ്പർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ 3D10 ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ കളർലെസ് ആണ്. ടൈറ്റാനിയം 4+. ടൈറ്റാനിയം 22 ആണ്. 3D2 4s2 ആണ്. ടൈറ്റാനിയം 4+ എന്ന് പറഞ്ഞാൽ 3D2ലും 4sലുള്ള ഇലക്ട്രോൺ പോയി 3D0 4s0 ദാറ്റ് ഈസ് അതും കളർലെസ് ആണ്. അപ്പോൾ കോപ്പർ പ്ലസും Ti4+ഉം കളർലെസ് ആണ്. നമുക്ക് ഏതൊക്കെ കളേർഡ് എന്നാണ് ചോദ്യം. CO2+. കൊബാൾട്ട് 27 ആണ്. 3D7 4s2 ആണ്. കൊബാൾട്ട് 2+. കൊബാൾട്ട് 2+ ആകുമ്പോൾ 3D7. 3D7ൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. 3D7ൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6 7 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് കളേർഡ് ആണ്. ഇനി അടുത്തത് ആൻസർ അപ്പോഴേ ആയി എന്ന് പറഞ്ഞാൽ സി എയും ബിയും ഇല്ല. അപ്പോൾ സിയും ഡിയും വരുന്ന ഓപ്ഷനാണ് ആൻസർ. ഡി നോക്കാം. Fe2+. Fe2+ നോക്കുമ്പം അയൺ 26. 3D6 4s2. അയൺ 2+ ആണ് അല്ലേ? അയൺ 2+ ആകുമ്പം 3D6. 3D6 ആകുമ്പോൾ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാകും. 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. 1 2 3 4 5 6. അപ്പോൾ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓ സി ആൻഡ് ഡി. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 25. അനിലീൻ എടുത്തിട്ട് നൈട്രേഷൻ അറ്റ് 288 കെൽവിൻ നൈട്രേറ്റ് മിക്സർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം നമുക്ക് 3 പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ABC. ഓർത്തോ നൈട്രോ അനലീൻ, മെറ്റാ നൈട്രോ അനലീൻ, പാരാ നൈട്രോ അനലീൻ. കൺസിഡർ ദ ഗിവൺ റിയാക്ഷൻ. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് ഈൽഡ് ഡിക്രീസിങ് ഓർഡർ. എപ്പോഴും നോക്കുകയാണെങ്കിൽ എ ഓർത്തോ നൈട്രോ അനലീൻ അത് വളരെ കുറച്ച് 2% ഉണ്ടാകത്തുള്ളൂ. ബി മെറ്റാ നൈട്രോ അനലീനാണ്, അത് സിഗ്നിഫിക്കൻ്റ്ലി നമുക്ക് 47% ഉണ്ടാകും. സി പാരാ നൈട്രോ അനലീൻ അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് 51%. NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജുകളാണ്. നമ്മൾ ആ പെർസെൻറ്റേജ് കാണാതെ അറിഞ്ഞാലും നമുക്ക് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് മെറ്റാ നൈട്രോ അനലീൻ ഉണ്ടാകും. അനലീനിയം അയോൺ എന്ന് പറഞ്ഞ് NH3+ എന്ന് പറഞ്ഞ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതാണ് കാരണം. അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സി ആണ്, അടുത്തത് ബി ആണ്, അടുത്തത് എ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ ആണ്. പാരാ നൈട്രോ അനലീനാണ് മാക്സിമം ഉണ്ടാകുന്നത്. ഏറ്റവും കുറവ് ഓർത്തോ നൈട്രോ അനലീൻ 2% ഉണ്ടാകത്തുള്ളൂ. പക്ഷേ മെറ്റാ നൈട്രോ അനലീൻ സാധാരണ ഉണ്ടാകുന്നതല്ല. എന്താണെന്ന് പറഞ്ഞാൽ അനലീൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. പക്ഷേ സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിൽ ഇതെന്തോന്നായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ അനലീനിയം അയോണായിട്ട് മാറും. അനലീനിയം അയോണിലിരിക്കുന്ന NH3+ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അത് കാരണമാണ് മെറ്റാ നൈട്രോ അനലീൻ നമുക്ക് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഫോർമൽ ചാർജസ് ഓഫ് ഓക്സിജൻ ഇൻ ഓസോൺ റെപ്രസെൻറ്റഡ് ബൈ 1 2 3 റെസ്പെക്റ്റീവ്ലി ആർ. ഓസോണിൻ്റെ ലൂയിസ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വൺ ടു ത്രീ. ഫസ്റ്റ് ഓക്സിജൻ്റെ O1 അതിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ ഓക്സിജൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് സ്റ്റേഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ആണ്. മൈനസ് അവിടെ ഇരിക്കുന്ന ലോൺ പെയർ 4 മൈനസ് 1/2 ഇൻറ്റു ഈ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കുന്നു? 4 ഇലക്ട്രോൺ. അപ്പോൾ അതാണ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പം
ഓക്സിജനിൽ ബാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്, മൈനസ് ഈ സ്ട്രക്ചറിൽ ഫസ്റ്റ് ഓക്സിജൻ്റെ പുറത്ത് എത്ര ലോൺ പേരുണ്ട്, മൈനസ് 1/2 ഇൻറ്റു ഈ ഓക്സിജൻ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ, ഈ രണ്ട് ബോണ്ടിലായിട്ട് 4 ഇലക്ട്രോൺ 2. അപ്പോൾ 6 - 4 - 2 ദാറ്റ് ഈസ് 0. ഇനി O2 രണ്ടാമത്തെ ഓക്സിജൻ്റെ അതും 6 ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിൽ 2 ഇലക്ട്രോണെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ നോക്കുകയാണെങ്കിൽ 6 എണ്ണം, ഈ ബോണ്ടിൽ 4 എണ്ണം, ഇതിൽ 2, 6. സോ 6 - 2 - 3 ദാറ്റ് ഈസ് 1 എന്ന് വരും, +1 0 1 0 കിട്ടിയപ്പോൾ തന്നെ ആൻസറായി. അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തേൻ്റെ 0 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, കണ്ടില്ലേ, 0 +1 - 1 അത് തന്നെ. നമുക്ക് മൂന്നാമത്തേനും കൂടെ കണ്ടുപിടിച്ചേക്കാം. O3 വരുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 6 ആണ്, മൈനസ് അവിടെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ അൺഷെയ്ഡ് ഇലക്ട്രോൺ 6 ആണ്, മൈനസ് 1/2 ഇൻറ്റു ഈ ഓക്സിജൻ ഷെയർ ചെയ്തിരിക്കുന്നത് 2 ഇലക്ട്രോണേ ഉള്ളൂ, 1 ഉണ്ട്. അപ്പോൾ 6 - 6 - 1 ദാറ്റ് ഈസ് -1 വരും. ഓക്കെ, 0 +1 - 1 ആദ്യത്തെ ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറായി. 1 2 3 റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയ ഓഫ് സീരിയം, ലന്താനം, പ്രൊമീഡിയം ആൻഡ് ഇറ്റർബിയം ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലാന്തനൈഡ് സീരീസിൽ വരുന്ന അതിൽ ഏറ്റവും ആദ്യം വരുന്നത് നോക്കുകയാണെങ്കിൽ ലന്താനം, അടുത്തത് സീരിയം, അടുത്തത് പ്രൊമീഡിയം, അടുത്തത് ഇറ്റർബിയം. ഇതാണ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. 57 58 61 70 ഇതാണ് എൻ്റെ ഇത്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുമ്പം അതിൻ്റെ കറക്റ്റ് അയോണിക് റേഡിയസ് ആണ്. ലാന്തനോയിഡ് സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം അതിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും സൈസ് കൂടുതലുള്ളത് ലന്താനം 3+നാണ്, ഏറ്റവും സൈസ് കൂടുതലുള്ളത്. അടുത്തത് സീരിയം 3+നായിരിക്കും, അടുത്തത് പ്രൊമീഡിയം 3+നായിരിക്കും, ഏറ്റവും സൈസ് കുറവ് ഇറ്റർബിയം 3+ ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ IUPAC നെയിം ഓഫ്, നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ IUPAC നെയിം പ്ലാറ്റിനം Cl2 NH2 CH2 CH2 NH2 ടോയ്സ് NO3 ടോയ്സ്. ഇതിൻ്റെ IUPAC നെയിം. കോംപ്ലക്സ് കാറ്റയാണ്, സിമ്പിൾ ആനയാണോ ആണ്. അപ്പോൾ കോംപ്ലക്സ് കാറ്റയാണ് നെയിം ചെയ്യുമ്പോൾ ക്ലോറിഡോ, ഇതിന് ക്ലോറിഡോ എന്നാണ്. ഇത് ഈഥിയൻ 1,2 ഡയമീൻ, അതിൽ ക്ലോറിഡോ ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്. സോ അതിൻ്റെ പേര് വരുമ്പോൾ ഡൈക്ലോറിഡോ. ഈഥിയൻ 1,2 ഡയമീൻ 2 പ്രാവശ്യമുണ്ട്. ഈഥിയൻ 1,2 ഡയമീനിൽ ഡൈ എന്നൊരു വാക്കുള്ളത് കാരണം അത് 2 പ്രാവശ്യം വരുമ്പോൾ ബിസ്സാണ് ഉപയോഗിക്കേണ്ടത്, ബിസ്. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ഈഥിയൻ 1,2 ഡയമീൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് പ്ലാറ്റിനം എന്ന് എഴുതിയാൽ മതി. പ്ലാറ്റിനം. അവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ എക്സ് 2 ക്ലോറിൻ -1 വെച്ച് -2, ഈ എത്രയും ഡയമീൻ അല്ല ഈഥിയൻ 1,2 ഡയമീൻ 0 ആണ്. 2 NO3 അപ്പോൾ -2 = 0, x = +4 എന്ന് വരും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. 4 നൈട്രേറ്റ്. ഇത് നൈട്രേറ്റ് ഒന്നും എന്ന് എഴുതല്ല, ഇത് അയോണിക് പാർട്ടിലാണ് ഇരിക്കുന്നത്, ലിഗാണ്ടായിട്ടല്ല ഇരിക്കുന്നത്. ഡൈക്ലോറിഡോ ബിസ് ഈഥിയൻ 1,2 ഡയമീൻ പ്ലാറ്റിനം 4 നൈട്രേറ്റ്. ഡൈക്ലോറിഡോ ബിസ് ഈഥിയൻ 1,2 ഡയമീൻ പ്ലാറ്റിനം 4 നൈട്രേറ്റ് ആണ്. ഡൈക്ലോറിഡോ ബിസ് ഈഥിയൻ 1,2 ഡയമീൻ പ്ലാറ്റിനം 4 നൈട്രേറ്റ്. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഇൻ ദ വാക്കർ പ്രോസസ് ദ ഓക്സിഡേഷൻ ഓഫ് ഈഥീൻ ടു എത്തനോൾ ഈസ് കാറ്റലൈസ്ഡ് ബൈ. ഈഥീൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ആൽക്കീൻ എത്തനോളായിട്ട് എത്തനോൾ CH3CHO അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറ്റാൻ കാറ്റലൈസ് ചെയ്യുന്ന ആരാണ്? അക്വസ് സൊല്യൂഷൻ ഓഫ് പലേഡിയം ക്ലോറൈഡ് ആണ്. അതാണ് കാറ്റലൈസ് ചെയ്യുന്നത്. പലേഡിയം ക്ലോറൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. അവിടെ നമ്മൾ ഒരു കോ ഓക്സിഡൻ്റ് ആയിട്ട് CuCl2 ഉപയോഗിക്കും, ഓക്സിജൻ അല്ലെങ്കിൽ എയറും ഉപയോഗിക്കും. അത് പലേഡിയം കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിന് ആ പലേഡിയം ഇത് റിയാക്ഷൻ കഴിയുമ്പോൾ പലേഡിയമായിട്ട് റെഡ്യൂസ് ആയി പോകും. അതിനെ റീജനറേറ്റ് ചെയ്തിട്ട് പലേഡിയം ക്ലോറൈഡ് ആക്കാൻ വേണ്ടിയിട്ട് CuCl2 ഓക്സിജൻ ആൻഡ് എയർ ഉപയോഗിക്കും. നമുക്ക് പലേഡിയം ക്ലോറൈഡ് എൻവയൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഈ റിയാക്ഷൻ ഉണ്ട്, പലേഡിയം ക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Among the electrolytes Na2SO4, CaCl2, Al2SO4 thrice and NH4Cl, the most effective coagulating agent for sp2 sp3 salt
ഈ Sb2S3 സോൾ എന്ന് പറയുന്നത് നെഗറ്റീവ് സോളാണ്, നെഗറ്റീവ് സോൾ. അപ്പോൾ ഏറ്റവും ആദ്യത്തിൽ Na+ ആണ് Na2SO4, രണ്ടാമത്തേൽ Ca2+, മൂന്നാമത്തെ Al3+, NH4+. അപ്പോൾ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള കോയാഗുലേറ്റിംഗ് ഏജൻറ്റ് പോസിറ്റീവ് ചാർജ് ഏറ്റവും കൂടുതലുള്ള അലുമിനിയം സൾഫേറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് Al2SO4 thrice. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഫൈൻഡ് ദ കറക്റ്റ് മാച്ച്. ആൻറ്റിഹിസ്റ്റമൈൻ, ആൻറ്റിഹിസ്റ്റമായിട്ട് വരുന്നത് ബ്രോംഫെനിറമൈൻ ആണ്. ബ്രോംഫെനിറമൈൻ 3 ആണ്, 3 ബ്രോംഫെനിറമൈൻ. ദാറ്റ് ഈസ് ഡൈമിറ്റാപ്പ് എന്നും പറയും. A3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4th ഓപ്ഷൻ. ട്രാങ്കുലൈസേഴ്സ് B1 ലൂമിനോൾ, ലൂമിനോൾ. ബാക്ടീരിയസിഡൽ, ആൻറ്റിബയോട്ടിക്കിൽ ബാക്ടീരിയ കൊന്നുകളയുന്ന ബാക്ടീരിയസിഡലായിട്ട് വരുന്ന പെൻസിലിൻ 4. ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് എറിത്രോമൈസിൻ. സോ 3, 1, 4, 2. ദാറ്റ് ഈസ് 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ആ മാച്ച് ഫോളോയെങ്കിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആൻറ്റിഹിസ്റ്റമിൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആൻസറായി. അതാണ്. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബാക്ടീരിയസിഡൽ പെൻസിലിൻ, ബാക്ടീരിയോസ്റ്റാറ്റിക് എന്താണെന്ന് പറഞ്ഞാൽ എറിത്രോമൈസിൻ. ട്രാങ്കുലൈസേഴ്സ് അത് ലൂമിനോൾ, ബാർബിറ്റ്യൂറിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവാണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 32. എമംഗ് ദ സെൽസ് ലെക്ലാഞ്ചി സെൽ 1, നിക്കൽ കാഡ്മിയം സെൽ 2, ലെഡ് സ്റ്റോറേജ് ബാറ്ററി 3, മെർക്കുറി സെൽ 4, പ്രൈമറി സെൽസ് ആർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രൈമറി സെല്ലായിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ ലെക്ലാഞ്ചി സെല്ലും മെർക്കുറി സെല്ലുമാണ്. 1 and 4. 1 and 4. 4th option is the correct answer. Next one, question number 33. Kc for the reaction A gas plus B gas reversible 2C is 3 at 400 Kelvin. In an experiment, A mole of A is mixed with 3 mole of B in 1 liter vessel. At equilibrium, 3 mole of C is formed. The value of A will be. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് A gas plus B gas reversible 2C. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട് 3. In an experiment, A mole of capital A is mixed with 3 mole of B in 1 liter vessel. At equilibrium, 3 mole of C is formed. അപ്പോൾ ഇനീഷ്യലായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എയുടെ നമ്പർ മോൾ സ്മോൾ എയും ബി 3യും സി 0. അറ്റ് ഇക്വിലിബ്രിയം എയിലിരുന്ന ഒരു ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യുന്നു. നമുക്കറിയത്തില്ല എക്സ് നോക്കിയാൽ. എയിലിരുന്ന് എക്സ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ബിയിലിരുന്നും എക്സ് തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അതിന് കാരണം അതിന് രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് 1 ആണ്. 1 ഇത് 2. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലൊന്ന് എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലിരുന്ന് എക്സ് തന്നെയായിരിക്കും റിയാക്ട് ചെയ്യും. ഇത് ഒന്ന് റിയാക്ട് ചെയ്യുമ്പോൾ 2 ഉണ്ടാകും. അപ്പോൾ എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ 2x ഫോം ചെയ്യും. ആ 2xൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3/2 1.5. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം A മൈനസ് 1.5 3 മൈനസ് 1.5 1.5 2x 3. കെ സിയുടെ എക്സ്പ്രഷൻ എഴുതുമ്പം കെ സി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി സ്ക്വയർ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. കെ സിയുടെ വാല്യൂ 3 ആണ്. സി സ്ക്വയർ 3 ഇൻറ്റു 3 എ മൈനസ് 1.5 ബി 1.5. ഒരു 3യും 3യും പോയി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും 1.5 a മൈനസ് 1.5 ഇൻറ്റു 1.5 2.25 ഈക്വൽ ടു 3 എന്ന് വരും. 1.5 a ഈക്വൽ ടു 3 പ്ലസ് 2.25 ഇപ്പോൾ 5.25 എന്ന് വരും. a ഈക്വൽ ടു 5.25 ഡിവൈഡഡ് ബൈ 1.5. ഇത് ചെയ്യുമ്പോൾ 525 150 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 105 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 30 31 3 15 9 5 3.5 എന്ന് വരും. 3.5. ഓക്കെ, 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 4th option. Next one. Question number 34. The rate constant, the activation energy and pre-exponential factor of a chemical reaction at 25 degrees Celsius are rate constant തന്നിട്ടുണ്ട്, activation energy, pre-exponential factor 8 into 10 raised to minus 4 112 kilojoule per mole.
4 into 10 raised to 15 per second. The value of the rate constant as t tends to infinity. T tends to infinity വരുമ്പോൾ value of rate constant എത്ര? K equal to A into e raised to minus EA by RT. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റ് അറീനിയസ് ഇക്വേഷൻ അനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു ഫ്രീക്വൻസി ഫാക്ടർ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം കെ ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ഇത് ഇൻഫിനിറ്റി ആകുമ്പം ഇന്ന ടോട്ടൽ വാല്യൂ എന്തോന്നായി പോകും എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ അത് കാരണം കെ ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ആയിരിക്കും. പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടറിൻ്റെ വാല്യൂ ഇവിടെ 4 into 10 raised to 15. സോ 4 into 10 raised to 15 per second. അതാണ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് എ കറക്റ്റ് ആൻസർ. സോറി, തേർഡ് ഓപ്ഷൻ അതേ വാല്യൂ തന്നെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ. An atom of element has 3 electrons in its outermost shell, while one of element X has 6 electrons in its outermost shell. The formula of the compound found by A and X is. A എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിൽ 3 ഇലക്ട്രോൺ ആണ് വാലൻസി ഷെല്ലിൽ ഇരിക്കുന്നത്. അപ്പോൾ വാലൻസി 3 ആണ്. വാലൻസി 3. എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിൽ 6 ഇലക്ട്രോൺസ് ആണ് വാലൻസി ഷെല്ലിൽ ഇരിക്കുന്നത്. അപ്പോൾ വാലൻസി കണ്ടുപിടിക്കാൻ 8 മൈനസ് 6 2. അപ്പോൾ എയുടെ വാലൻസി 3, എക്സിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ എയും എക്സും ചേർന്നുണ്ടാക്കുന്ന കോമ്പൗണ്ട് എയുടെ വാലൻസി 3, എക്സിൻ്റെ വാലൻസി 2, A2X3. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ A2X3. നെക്സ്റ്റ് വൺ, സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ. സിന്തറ്റിക് ബയോപോളിമർ BHBV ഈസ് മേഡ് അപ്പ് ഓഫ് ദ ഫോളോയിങ് മോണോമേഴ്സ്. BHBV പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വലേറേറ്റ് എന്ന് പറഞ്ഞ ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറാണ്. അത് ഫോം ചെയ്യുന്നത് 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3 ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡും ചേർന്നിട്ടാണ്. അതാണ് അതിലിരിക്കുന്ന മോണോമർ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷനാണ്. 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3 ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡ് എന്ന് പറഞ്ഞ രണ്ട് ഇതാണ് അവിടെ ഇരിക്കുന്നത്. 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3 ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡ്. നൈലോൺ 2 നൈലോൺ 6 അതാണ് മറ്റൊരു ബയോഡിഗ്രേഡബിൾ പോളിമർ. നെക്സ്റ്റ് വൺ, നമുക്കൊരു പ്രോസസ്സ് തന്നിട്ടുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോസസ്സാണ്. ടൈറ്റേണിയം എടുത്തിട്ട് അയഡിൻ വെച്ച് റിയാക്ട് ചെയ്യുന്നു 250 ഡിഗ്രി സെൽഷ്യസിൽ. അത് ഇമ്പ്യൂറാണ് ടൈറ്റേണിയം. ടൈറ്റേണിയം ടെട്രാഹൈഡ്രൈഡായിട്ട് മാറുന്നു. അതിനെ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് 1600 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. അത് വേപ്പറൈസായി വരും. അപ്പോൾ ടൈറ്റേണിയം പ്യുവറായിട്ടും അയഡിനും കിട്ടും. ഇത് വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ വരുന്ന മോൺസ് പ്രോസസ്സ് കൂടാതെ വരുന്ന വാൻ ഓർക്കൽ പ്രോസസ്സാണ്. വാൻ ഓർക്കൽ പ്രോസസ്സ് വേപ്പർ ഫേസ് റിഫൈനിങ് ടെക്നിക്കാണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് അക്വസ് സൊല്യൂഷൻസ് ആൻഡ് അസ്യൂം 100% അയണൈസേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. 100% അയണൈസേഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. 0.1 മോളാർ ഗ്ലൂക്കോസ്. 0.1 മോളാർ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അത് കാരണം അതിൻ്റെ വാൻഡോ ഫാക്ടർ 1 തന്നെ. അപ്പോൾ 0.1 മോളാർ തന്നെ എൻ്റെ കോൺസെൻട്രേഷൻ. 0.04 മോളാർ Al2SO4 ത്രൈസ്. Al2SO4 ത്രൈസിൽ 5 അയോൺസ് ഉണ്ട്. 100% അയണൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.04 × 5 ആണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ 0.2 എന്നായിരിക്കും വരുന്നത്. 0.2. അടുത്തത് 0.05 മോളാർ BaCl2. BaCl2 3 അയോൺസ് ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ 0.05 × 3 0.15 എന്ന് വരും. 0.15 മോളാർ. നാലാമത്തത് 0.005 മോളാർ KCl. KCl 2 അയോൺസ് ഉള്ള ഇലക്ട്രോൺ. അതിൻ്റെ വാല്യൂ 2 ആണ്. ഇത് അതിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 0.005 × 2 ദാറ്റ് ഈസ് 0.01 എന്ന് വരും. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഇതുമാണ്. കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും കുറവ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ എബവ് സൊല്യൂഷൻ ഈസ് ഫ്രീസിംഗ് പോയിന്റ് വിൽ ബി ലോവസ്റ്റ് ഫോർ സൊല്യൂഷൻ ഡി. ഡിക്ക് ഫ്രീസിംഗ് പോയിന്റ് ലോവസ്റ്റ്. അത് തെറ്റാണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റാണ് ലോവസ്റ്റ് ആയിട്ട് വരുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഹയസ്റ്റ് ആയിരിക്കും. അതാണ് കാരണം. അപ്പോൾ തെറ്റ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കൂടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഫ്രീസിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലോവസ്റ്റ് ഫോർ സൊല്യൂഷൻ ബി.
സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തോന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ്. അത് തെറ്റാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എലിവേഷനും ബോയിലിംഗ് പോയിന്റ് ആണ്. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതും കൂടും, ബോയിലിംഗ് പോയിന്റും കൂടും. സോ അതും തെറ്റാണ്. ലോവസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേപ്പർ പ്രഷർ വിൽ ബി ഹയസ്റ്റ് ഫോർ സൊല്യൂഷൻ ഡി. ദാറ്റ് ഈസ് കറക്റ്റ്. വേപ്പർ പ്രഷർ ഡിക്ക് ഹയസ്റ്റ് ആണ്. അത് കറക്റ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പം ലോവറിംഗ് കുറയും. ലോവറിംഗ് കുറയുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. അതാണ്. സോ തേർഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. എപ്പോഴും ഇങ്ങനെയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലാം കൂടും. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസ്. പക്ഷേ വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിന്റും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്തോന്നാണ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ളതിന് വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 39. The tendency of BF3, BCl3 and BBr3 to behave as Lewis acid decreases in the sequence. ഈ ബോറോണിൻ്റെ ട്രൈഹാലൈഡ്സിലെല്ലാം ബാക്ക് ബോണ്ടിങ് ഉണ്ടാകും. BF3, BCl3, BBr3 ഇതിലെല്ലാം ബാക്ക് ബോണ്ടിങ് ഉണ്ടാകും. അപ്പോൾ ഈയിടെ ഫ്ലൂറിൻ ആകുമ്പോൾ 2p ഓർബിറ്റലായിട്ടാണ് ബോറോണിൻ്റെ 2p ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലും ആയിരിക്കും ബാക്ക് ബോണ്ടിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലൂറിൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ബോറോണിലേക്ക് നല്ലവണ്ണം അവൈലബിൾ ആകും. നല്ല രീതിയിൽ ഓവർലാപ്പിംഗ് ആകുന്നതുകൊണ്ട് അപ്പം ബോറോണിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറയും. അത് കാരണം അത് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി എന്തോന്നായിരിക്കും എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പക്ഷേ ബ്രോമിൻ വരുമ്പം അങ്ങനെ അല്ല. ബ്രോമിൻ്റെ ഓർബിറ്റൽ ഇത് 2p, ഇത് 3p, ഇത് 4p ആകുമ്പം ഇല്ല ശരിയാണ് 2p, 3p, 4p വരുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറയും. അങ്ങനെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കുറയുമ്പോൾ ഈ ബ്രോമിനുള്ള ലോൺ പെയർ നല്ലവണ്ണം എക്സ്റ്റെൻഡായിട്ട് ഓവർലാപ്പ് ആകാത്തത് കാരണം ബോറോണിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി റിമൂവ് ആകത്തില്ല. അപ്പോൾ അതിന് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും എന്ന് പറഞ്ഞാൽ BBr3 ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ തേർഡ് ഓപ്ഷനാണ്. നമ്മൾ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡർ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ആൽക്കേൻ CH3, CH2, CH3, ഒരു ഈതർ തന്നിട്ടുണ്ട് CH3O, CH3, ഒരു ആൽക്കഹോൾ തന്നിട്ടുണ്ട് CH3, CH2OH, ഒരു ആൽഡിഹൈഡ് തന്നിട്ടുണ്ട് CH3CH. കമ്പയറബിൾ മോളിക്കുലർ മാസ് ഉള്ള കോമ്പൗണ്ട് ആകുമ്പോൾ എപ്പോഴും ആൽക്കഹോൾസിനായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. സോ ആൽക്കഹോൾ എപ്പോഴും കൂടുതലായിരിക്കും CH3CH2OH. അടുത്തത് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് വരുന്ന ആൽഡിഹൈഡിനായിരിക്കും ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അടുത്തത് കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട് വരുന്ന ഈതർ ആയിരിക്കും. ഏറ്റവും കുറവ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. സോ ഇതാണ് കറക്റ്റ് ഓർഡർ. ഹൈഡ്രോ കാർബൺ, ഈതർ, ആൽഡിഹൈഡ്, ആൽക്കഹോൾ. ആൽക്കഹോളിൽ എന്തോന്നും ഉണ്ടാകും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. CH3CH2OH ആണ്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. സോ ആൽക്കേൻ, പിന്നെ ഈതർ, ആൽഡിഹൈഡ്, ആൽക്കഹോൾ. ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. നമുക്കൊരു കോമ്പൗണ്ട് എന്തിനുണ്ട്, അതിൻ്റെ IUPAC നെയിം CH3, CH, CH2, CH3, CH2, CH, CH3, CH2, CH3. ഇതിലൊരു പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് പാരന്റ് ചെയിൻ. ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. സ്ട്രൈറ്റ് ചെയിൻ എടുക്കരുത്, ഇത് ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സൈഡ് ചെയിൻ ഉണ്ട്. ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് റൂൾ അനുസരിച്ച് 1, 2, 3, 1, 2, 3, 4, 5 എവിടെ നിന്ന് വേണമെങ്കിൽ നമ്പർ ചെയ്യാം. എല്ലാ നമ്പറേയും കറക്റ്റ് ചെയ്യും. 3, 5 ഡൈമീഥൈൽ, 3, 5 ഡൈമീഥൈൽ. 7 കാർബൺ ഹെപ്റ്റ് സാച്ചുറേറ്റഡ് A, 3, 5 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. So the correct answer is 3, 5 dimethyl heptane. Second option is the correct answer. Next one. Question number 42. How many structural isomers are possible for the molecular formula C6H14? C6H14. It is of the general formula CnH2n plus 2. CnH2n plus 2. അപ്പോൾ CnH2n plus 2 ആകുമ്പോൾ ഇത് ആൽക്കേനാണ്. ആൽക്കേൻ. ഇപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 6 കാർബൺ എഴുതുക. അപ്പോൾ ഒരു ഐസോമർ. അടുത്ത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ
ചെയിൻ ഐസോമർ എഴുതാൻ വേണ്ടി നമ്മൾ ഒരു കാർബൺ കുറയ്ക്കുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, തൊട്ടടുത്ത ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇപ്പുറത്ത് ഇടുമ്പം വീണ്ടും സെയിം തന്നെ കിട്ടും. ഇനി വീണ്ടും സ്ട്രെയിറ്റ് ചെയിനിൽ നിന്ന് ഒരു കാർബൺ കുറയ്ക്കുന്നു, 4 കാർബൺ ഇതാ ഇതിന് മുകളിലും താഴെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 4 കാർബൺ ചെയിനിൽ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 5 സ്ട്രക്ചർ വേറെ ഇനി പോസിബിൾ അല്ല. 1 2 3 4 5. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 5. നെക്സ്റ്റ് വൺ, question number 43. Reaction of propanol with ethyl magnesium bromide followed by hydrolysis gives. Propanol ഇതാണ്, അസറ്റോൺ തന്നെ ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാണ് നടക്കുക. ഇത് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. ഈഥൈൽ ഗ്രൂപ്പ് കാർബണിൻ്റെ കൂടെയും മഗ്നീഷ്യം ബ്രോമൈഡ് ഇതിൻ്റെ കൂടെയും ചേരും. അപ്പോൾ നമുക്കൊരു അഡീഷൻ കോമ്പൗണ്ട് ഇങ്ങനെ കിട്ടും, CH3 CO MgBr CH3 C2H5. ഹൈഡ്രോളിസിസ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഇത് ബ്രേക്ക് ചെയ്തു, ഹൈഡ്രജൻ OHH. നമുക്ക് കിട്ടുന്ന ആൽക്കഹോൾ ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും, CH3 COH CH3 C2H5. That is ഇത് പാരന്റ് ചെയിൻ 1 2 3 4 2-methyl butane 2-ol 2-methyl butane 2-ol അതാണ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് 2-methyl butane 2-ol. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ടെർഷ്യറി ആൽക്കഹോൾ കീറ്റോൺ ആകുമ്പോഴേ ടെർഷ്യറി ആൽക്കഹോളെ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വൺ, phenol can be converted to 2-hydroxybenzoic acid by phenol C6H5OH can be converted to 2-hydroxybenzoic acid. 2-hydroxybenzoic acid means salicylic acid. ഫീനോളിനെ സാലിസിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ കോൾസ് റിയാക്ഷനാണ്. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോൾ ഡയസോണിയം സോൾട്ടുമായിട്ട് ചേർന്നിട്ട് പാരാഹൈഡ്രോക്സി അസോബെൻസിൻ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. കാനിസാറോസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നിട്ട് കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടും ആൽക്കഹോളായിട്ട് മാറുന്ന റിയാക്ഷനാണ്. റീമർട്ടീമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോൾ സാലിസിലാൽഡിഹൈഡായിട്ട് മാറുന്ന റിയാക്ഷനാണ് റീമർട്ടീമൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, question number 45. Which one of the following is the correct order of acidic strength? Correct order of acidic strength ഏതാണ്? നമുക്ക് തന്നിരിക്കുന്നത് നൈട്രോ അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്, നൈട്രോ അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് തന്നിട്ടുണ്ട്, ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്, ഫിനൈൽ അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്, ഫിനൈൽ അസറ്റിക് ആസിഡ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതോറും അസിഡിക് ക്യാരക്ടർ കൂടും, ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നതോറും അസിഡിക് ക്യാരക്ടർ കുറയും. അപ്പോൾ ഇവിടെ നൈട്രോ അസറ്റിക് ആസിഡിന് ഏറ്റവും അസിഡിറ്റി കൂടുതൽ, അടുത്തത് ഫോമിക് ആസിഡ്, അടുത്തത് ബെൻസോയിക് ആസിഡ്, അടുത്തത് ഫിനൈൽ അസറ്റിക് ആസിഡ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നാണ് എഴുതിയത്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, അത് തന്നെ കറക്റ്റ് ആൻസർ. അവിടെ ഫോമിക് ആസിഡും ബെൻസോയിക് ആസിഡും വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ബെൻസോയിക് ആസിഡിലുള്ള മോർ ആസിഡിക്, ഫോമിക് ആസിഡാണ് മോർ ആസിഡിക്. ബെൻസോയിക് ആസിഡ് അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡിൽ ഫോമിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് അസിഡിക്കാണ്. ഫിനൈൽ അസിഡിക് ആസിഡ് വരുമ്പം ഇവിടെ ഒരു CH2 ഉണ്ട്, അതിൻ്റെ പ്ലസ് എഫക്റ്റ് കാരണം അതിൻ്റെ അസിഡിറ്റി ബെൻസോയിക് ആസിഡിനേക്കാളും കുറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 46. ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H2PO4 മൈനസ് ഈസ് H2PO4 മൈനസ്. കോൺജുഗേറ്റ് ബേസാണ് വേണ്ടത്, അപ്പോൾ ഇത് ആസിഡായിട്ട് പ്രവർത്തിക്കണം, ഇത് ഒരു H+നെ കളയണം. H+നെ കളയുമ്പോൾ HPO4 2- ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് HPO4 2- എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് എഴുതണമെങ്കിൽ ഇത് ആസിഡായിട്ട് പ്രവർത്തിക്കണം, ആസിഡായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ H+നെ കളയണം. ബേസ് എന്ന് പറഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് എഴുതണമെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കണം, ഇത് ആസിഡായിട്ട് പ്രവർത്തിക്കണം, HPO4 2-. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 47. വിച്ച് പെയർ ഓഫ് ഫോളോയിങ് ക്ലോറൈഡ്സ് ഡു നോട്ട് ഇമ്പാർട്ട് കളർ ടു ദ ഫ്ലെയിം? സാധാരണ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ബെർലിയവും മെഗ്നീഷ്യവും ഫ്ലെയിം കളറേഷൻ കാണിക്കത്തില്ല. ബെർലിയം മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺസ് വളരെ സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന കാരണം ഫ്ലെയിം കൊണ്ട് അതിനെക്കൊണ്ട് എക്സൈറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബെർലിയം ആൻഡ് മെഗ്നീഷ്യം അതാണ് ആൻസർ, ബെർലിയം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ്. മറ്റുള്ളതെല്ലാം കാൽഷ്യം, സ്ട്രാൻഷ്യം, ബേരിയം അതെല്ലാം ഫ്ലെയിം കളറേഷൻ കാണിക്കും. കാൽഷ്യം ബ്രിക്ക് റെഡ്, സ്ട്രാൻഷ്യം ക്രിംസൺ റെഡ്, ബേരിയം ആപ്പിൾ ഗ്രീൻ കളറായിരിക്കും ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 48. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കോംപ്ലക്സ് FeF6 3- ഈസ് ഇൻകറക്റ്റ് വൺ? FeF6 3-
Fe F6 3 minus. Iron 26 atomic number. 3d6 forest. And oxidation number X R fluorine minus 6 equal to minus 3. X equal to plus 3. അപ്പോൾ Fe3 പ്ലസ് വരുമ്പോൾ 4sലുള്ള 2 ഇലക്ട്രോൺ പോകും, 3dയിൽ നിന്ന് ഒരെണ്ണം പോകും, 3d5. Fe F6 3 മൈനസ് 3d5. അപ്പോൾ ഇവിടെ 3d5 5 ഇലക്ട്രോൺ ഹൺസ് റൂളിന് എഗൻസ്റ്റ് ആയിട്ടൊന്നും പെയറിംഗ് ആകത്തില്ല. എന്തുകൊണ്ടാണ് പെയറിംഗ് ആകത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലൂറിൻ വീക്ക്ലി കാണാണ്. ഫ്ലൂറിൻ വീക്ക്ലി കാണും. അപ്പോൾ ഇവിടെ ഒരിക്കലും ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങോട്ടുള്ള ഓർബിറ്റൽ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കത്തുള്ളൂ. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. പാരാമാഗ്നറ്റിക് നേച്ചർ കറക്റ്റാണ്. ഔട്ടർ ഓർബിറ്റൽ എൻഡേറ്റി അതും കറക്റ്റാണ്. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് 5.93 ബോർ മാഗ്നറ്റ് ആണ്. N 5 ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 5 ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ 5.93 ബോർ മാഗ്നറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് n+2 ബോർ മാഗ്നറ്റ് ആണ്. റൂട്ട് 35 വരും. ഓക്കെ, ഇറ്റ് ഫോംസ് ഇന്നർ ഓർബിറ്റൽ എൻഡേറ്റി. അതാണ് റോ. അതാണ് നമ്മൾ ആൻസർ. ഇന്നർ ഓർബിറ്റൽ എൻഡേറ്റി എന്ന് പറഞ്ഞാൽ D2 sp3 ഹൈബ്രിഡൈസേഷൻ. അത് വരണമെങ്കിൽ ഈ പെയറിംഗ് ആയാൽ മാത്രമേ വരത്തുള്ളൂ. ഇവിടെ ഫ്ലൂറിൻ വീക്കിൽ കാണാണ്, പെയറിംഗ് ആകത്തില്ല. അപ്പോൾ അവിടെ 4s 4p 4d അത് മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കത്തുള്ളൂ. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ഇൻകറക്റ്റ് വൺ. Next one, question number 49. A compound X with molecular formula C3H9N reacts with C6H5SO2Cl to give a solid which is insoluble in alkali. ഈ C6H5SO2Cl ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമൈനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന അമീൻ ഒരു സോളിഡ് ഉണ്ടാക്കുന്നു വിച്ച് ഈസ് ഇൻസോലബിൾ ഇൻ ആൽക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ഇൻസോലബിൾ ഇൻ ആൽക്കലി. ഇൻസോലബിൾ ഇൻ ആൽക്കലി ആയിട്ട് വരണമെങ്കിൽ സെക്കൻഡറി അമീൻ ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഒറ്റ സെക്കൻഡറി അമീനേ ഉള്ളൂ. തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോലബിൾ ആണെങ്കിൽ പ്രൈമറി അമീൻ ആയിരിക്കും. റിയാക്ഷനെ നടന്നില്ലെങ്കിൽ അത് ടെർഷറി അമീൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹിൻസ്ബർഗ് റിയേജൻ. നവേഡേയ്സ് ഹിൻസ്ബർഗ് റിയേജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ പാരാടോളുവീൻ സൾഫോണൈൽ ക്ലോറൈഡ്. പാരാടോളുവീൻ സൾഫോണൈൽ ക്ലോറൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പാരാടോളുവീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഇതാണ് C6H5SO2Cl. ഇതിൻ്റെ പാരാ പൊസിഷനിൽ ഒരു CH3 ഇവിടെ ഉണ്ടാകും. അതാണ് പാരാടോളുവീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 50. ദ സ്ട്രോങ്ങസ്റ്റ് ബേസ് ഇൻ അക്വസ് സൊല്യൂഷൻ എമംഗ് ദ ഫോളോയിങ്. സ്ട്രോങ്ങസ്റ്റ് ബേസ് ഏതാണ്? ഫിനൈൽ മെത്തനമൈൻ. ഫിനൈൽ മെത്തനമൈൻ ഇതാണ്. ബെൻസൈലമൈൻ ആണ്. അതിനെയാണ് ഫിനൈൽ മെത്തനമൈൻ എന്ന് പറയുന്നത്. ബെൻസൈലമൈൻ. നെക്സ്റ്റ് വൺ, N-മീഥൈൽ മെത്തനമൈൻ. N-മീഥൈൽ മെത്തനമൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. CH3NH CH3. N-മീഥൈൽ മെത്തനമൈൻ. എത്തനമൈൻ CH3CH2NH2 പ്രൈമറി അമൈൻ. ദ ലാസ്റ്റ് ഓപ്ഷൻ N-ഈഥൈൽ എത്തനമൈൻ. CH3CH2NH CH2CH3. N-ഈഥൈൽ എത്തനമൈൻ. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഏതാണെന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷനാണ്. ഫോർത്ത് ഓപ്ഷൻ ഇതാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ്. അലിഫാറ്റിക് അമൈൻസ് ആർ മോർ ബേസിക് ദാൻ അമോണിയ. പക്ഷേ ബെൻസൈലമൈൻ അമോണിയക്കാളും മോർ ബേസിക് ആണ്. അതിൽ നൈട്രജനിലിരിക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കോൺജുഗേഷനിൽ വരത്തില്ല. അപ്പോൾ റെസൊണൻസിൽ ഇൻവോൾവ് ചെയ്യത്തില്ല. പക്ഷേ അലിഫാറ്റിക് അമൈൻസ് അതിനേക്കാളും മോർ ബേസിക് ആണ്. ബെൻസീൻ റിംഗ് അതിലിരിക്കുന്ന കാരണം ലെസ് ബേസിക് ആയി പോകും. അതിൽ സെക്കൻഡറി അമീനാണ് മോർ ബേസിക്. ഇവിടെ നമുക്ക് സെക്കൻഡറി അമീനായിട്ട് മീഥൈൽ വരുന്ന അമീനുമുണ്ട്, ഈഥൈൽ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട്. ഈഥൈൽ ഗ്രൂപ്പ് വരുന്നതിനാണ് സെക്കൻഡറി അമീൻ മോർ ബേസിക് ആയിട്ട് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് N-ഈഥൈൽ എത്തനമൈൻ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ ഇതാണ്. അടുത്തത് ഇതാണ് വരിക, ഡൈമീഥൈലമൈൻ. അടുത്തത് ഈഥൈലമൈൻ. ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കുറവ് ഇതായിരിക്കും. ഫസ്റ്റ് വൺ ഇതാണ്. അതാണ് നമ്മളെ ആൻസർ. സെക്കൻഡ് ബേസിക് സ്ട്രെങ്ത് കൂടുതൽ സെക്കൻഡ് ഓപ്ഷനാണ്. അടുത്തത് തേർഡ് ഓപ്ഷൻ. ഏറ്റവും ലാസ്റ്റാണ് ബെൻസൈലമൈൻ വരിക. അപ്പോൾ ഇത്രയാണ് എൻ്റെ ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും, നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പം നീറ്റിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ്. വളരെ കൂളായിട്ട് കോൺഫിഡൻറ്റോട് കൂടി എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോയി നല്ല രീതിയിൽ എഴുതുക. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടിരിക്കും എക്സാം. ഓക്കെ, ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു. Okay, welcome to the discussion regarding rehearsal test. അപ്പോൾ നമ്മുടെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിഹേഴ്സൽ പരീക്ഷ, അതിലെ ക്വസ്റ്റ്യൻസ്
എങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. The first question, infective agent which is abnormally folded protein. Abnormally folded. Normally folded അല്ല, abnormally folded protein. Infective agent എന്ന് പറഞ്ഞാൽ pathogen, disease causing agent that can enter into host cell and cause disease. അതാണ് ഇൻഫെക്ഷൻ. നാച്ചുറലായിട്ട് ഹോസ്റ്റ് സെല്ലിലേക്ക് കയറാനുള്ള എബിലിറ്റിയാണ് ഇൻഫെക്റ്റിവിറ്റി. ബാക്ടീരിയകൾക്ക് ഇൻഫെക്റ്റിവിറ്റി ഉണ്ട്, അവ സെല്ലുകളാണ്. എസ് സെല്ലുലാർ ലിവിങ് ആയ ന്യൂക്ലിയോ പ്രോട്ടീൻ ഘടനയിലുള്ള വൈറസുകൾക്കും ഇൻഫെക്റ്റിവിറ്റി ഉണ്ട്. ഇൻഫെക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കയറുക, അതോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഈ വൈറസുകൾക്കും ഹോസ്റ്റിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും, ഇൻഫെക്റ്റിവിറ്റി ഉണ്ട്. വൈറസസ് പക്ഷേ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ചേർന്ന പാർട്ടിക്കിൾസ്. വൈറോയിഡ് അത് സിംഗിൾ സ്ട്രാൻഡ് RNA വിച്ച് ഈസ് ഇൻഫെക്റ്റീവ്. അതിന് പ്രോട്ടീൻ കോട്ടില്ല. നേക്കഡ് സിംഗിൾ സ്ട്രാൻഡ് RNA ദാറ്റ് ഈസ് ബിഹേവിങ് ലൈക്ക് എ വൈറസ് ദറ്റ് ഈസ് എൻ്ററിങ് ഇൻ ടു ഹോസ്റ്റ് ആൻഡ് കോസിങ് ഡിസീസ്. ഇപ്പോൾ വൈറോയിഡ്, വൈറസ് ഇതൊക്കെ ഇൻഫെക്റ്റീവ്. എന്നാൽ വൈറോയിഡിലും ന്യൂക്ലിക് ആസിഡുണ്ട്, റെപ്ലിക്കബിലിറ്റിയുള്ള ന്യൂക്ലിക് ആസിഡുണ്ട്, വൈറസിലും ഉണ്ട്. എന്നാൽ സം ഡിസീസ് കോസിങ് ഇൻഫെക്റ്റീവ് ഏജൻറ്റ് ദാറ്റ് വിൽ ഇൻക്രീസ് ഇൻ ഹോസ്റ്റ്, സോ ഇൻഫെക്റ്റീവ്, ബട്ട് ദാറ്റ് ഈസ് പ്രോട്ടീൻ. ന്യൂക്ലിക് ആസിഡ് ഇല്ലാത്ത ഒരു ഇൻഫെക്റ്റീവ് ഏജൻറ്റ്, അതാണ് പ്രിയോൺ. പ്രിയോണുകൾ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് കേപ്പബിൾ ഓഫ് ഇൻഫെക്റ്റിംഗ് ദ ഹോസ്റ്റ്. പക്ഷേ പ്രിയോൺ ഹോസ്റ്റ് സെല്ലിൽ കയറിയാൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒക്കില്ല ന്യൂക്ലിക് ആസിഡിനെ പോലെ. പക്ഷേ അതിൻ്റെ പ്രോട്ടീൻ പോലെയുള്ള ഒരുപാട് കോപ്പി പ്രോട്ടീൻസ് ഉണ്ടാകും ഹോസ്റ്റിൽ. അതിന് കാരണം ഈ മിസ്ഫോൾഡഡ് ഓർ അബ്നോർമലി ഫോൾഡഡ് പ്രിയോൺ പ്രോട്ടീൻ ഹോസ്റ്റ് സെല്ലിൽ കയറിയാൽ ഹോസ്റ്റ് സെല്ലിലെ നാച്ചുറൽ പ്രോട്ടീനുകളെ ഈ പ്രോട്ടീനുകൾ ഇവരെ പോലെ മിസ്ഫോൾഡഡ് പ്രോട്ടീനാക്കും. അങ്ങനെ പ്രിയോൺ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടായതായിട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടും. സ്റ്റാൻലി പ്രൂസിനറാണ് 1997 പ്രിയോൺ ഡിസ്കവർ ചെയ്തത്. മാഡ് കൗ ന്യൂറോളജിക്കൽ ഡിസീസാണ് പ്രിയോണുകൾ ഉണ്ടാക്കുന്നത്. ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യും. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അഥവാ മാഡ് കൗ ഡിസീസ് പ്രിയോൺ ഡിസീസ്. അതിൻ്റെ ഒരു അനലോഗസ് ഡിസീസ് ഹ്യൂമനിൽ ചിലപ്പോൾ വരും, CJD ക്രൂസ്വെൽഷ് ജേക്കബ് ഡിസീസ്. അതും ബ്രെയിനിനെ ബാധിക്കും, പ്രിയോൺ ഡിസീസാണ്. പക്ഷേ ഈ പ്രോട്ടീൻ അടങ്ങിയ ഏതെങ്കിലും ആനിമലിൻ്റെ ഭാഗം നമ്മൾ ഫുഡായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഈ പ്രോട്ടീൻ നമ്മളിൽ ഇൻഫെക്റ്റ് ചെയ്യൂ. ഓഫ് കോഴ്സ് ബേണിംഗ് ഡിഗ്രീസിൽ ടെമ്പറേച്ചറിൽ ഇത് ഡീനേച്ചർഡായിട്ട് പോകും ഈ പ്രോട്ടീൻസ്. പ്രോട്ടിയോസോം എന്താണ്? പ്രോട്ടിയോസോം എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല പ്രോട്ടീനാണ്. പക്ഷേ ആ പ്രോട്ടീൻ ഒരു കഴിവുണ്ട്. ദാറ്റ് വിൽ ഡൈജസ്റ്റ് ദ എൻഡോജിനസ് അൺവാണ്ടഡ് പ്രോട്ടീൻസ്. നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് പ്രോട്ടിയോസോം. അത് നമ്മളിലുണ്ടാകാറുണ്ട്. അത് ഡിസീസൊന്നും ഉണ്ടാക്കുന്നതല്ല. പ്രൊക്കാരിയോട്ടിക് ജീനോമീസ് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രൊക്കാരിയോട്ടിക് സെല്ലുകളുടെ ജീനോം സർക്കുലാർ DNA, ലീനിയർ DNA അല്ല. യുക്കാരിയോട്സിൽ ലീനിയർ DNA. അതുപോലെ ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് നേക്കഡ് DNA ആണ്. ഓഫ് കോഴ്സ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNA ഒന്നും പ്രൊക്കാരിയോട്സിൽ ഇല്ല. മൈക്കോപ്ലാസ്മ ഉൾപ്പെടെ എല്ലാ പ്രൊക്കാരിയോട്സിലും നോ എക്സെപ്ഷൻ ജീനോം ജനറ്റിക് മെറ്റീരിയൽ ഈസ് സിംഗിൾ ഒരു DNA മോളിക്യൂളായിരിക്കും. സിംഗിൾ ക്രോമസോം ഓർ സിംഗിൾ DNA molecule which is circular and naked, of course double stranded. So second option is clearly the answer.
Mucor belongs to phycomycetes. Phycomycetes അതിൻ്റെ ഹൈഫയുടെ പ്രത്യേകത ബ്രാഞ്ച്ഡ് ഹൈഫേ വിച്ച് ആർ എസെപ്റ്റഡ്, ക്രോസ് വോൾ സെപ്റ്റൈൽ, അപ്പോൾ കണ്ടിന്യൂസ് ട്യൂബ് പോലെ ഹൈഫ, ഒരുപാട് ന്യൂക്ലിയസ്, അപ്പോൾ സിനോസിറ്റിക് മൾട്ടിന്യൂക്ലിയറ്റ് എസെപ്റ്റേറ്റ് ഹൈഫയുള്ള ഫംഗസുകളാണ് ഫൈക്കോമൈസിറ്റ്സ്. അവർക്ക് വാട്ടറി എൻവയോൺമെൻറ്റിലും വളരാം. മേക്കോർ, റൈസോപ്പസ്, ആൽബുഗോ ഇതൊക്കെ എക്സാമ്പിൾസ്. അതിൽ മ്യൂക്കോർ സാപ്രോഫൈറ്റാണ്, വെജിറ്റബിൾസിലും ഡെഡ് സബ്സ്റ്റൻസിലും ഒക്കെ വളരും. ദാറ്റ് റീപ്രൊഡ്യൂസ്. മ്യൂക്കോർ ഈസ് പോപ്പുലർലി കോൾഡ് ബ്ലാക്ക് മോൾഡ് ഓർ ബ്ലാക്ക് ഫംഗസ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എസെക്ഷലായിട്ട് സ്പൊറാഞ്ചിയോസ്പോർ വഴിയാണ്. എന്നാൽ സിംഗമി ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഉണ്ട്. സെക്ഷുവാലിറ്റി, സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഗോട്ട് പ്രൊട്ടക്റ്റീവ് വോൾ സെക്രീറ്റ് ചെയ്ത് സൈഗോസ്പോർ ആകും. അപ്പോൾ സൈഗോസ്പോർ വഴി ഫൈക്കോമൈസിറ്റ്സിൽ സൈഗോട്ട് ഉണ്ടായി സൈഗോസ്പോർ ഉണ്ടാകും. ബെസിഡിയോമൈസിറ്റ്സിലാണ് ബെസിഡിയോസ്പോർ സെക്ഷുവാലിറ്റിയുടെ ഫലമായിട്ടുണ്ടാകും. ആസ്കോസ്പോർസ് ആസ്കോമൈസിറ്റ്സിൽ സെക്ഷുവാലിറ്റി. കൊണിഡിയോസ്പോർസ് എസെക്ഷലായിട്ട് ഇങ്ങനെ ചെയിൻ ഓഫ് ഇമ്മോട്ടൈൽ സ്പോറുകൾ, ഹൈഫയുടെ അഗ്രത്ത് ചെയിൻ ഓഫ് ഇമ്മോട്ടൈൽ സ്പോർസ്, കൊണീഡിയ. അത് ആസ്കോമൈസിറ്റ്സിനും ഡ്യൂട്ടിറോമൈസിറ്റ്സിനും എസെക്ഷലായിട്ട് കൊണീഡിയോസ്പോർ ഉണ്ടാകും. ഫൈക്കോമൈസിറ്റ്സിന് എസെക്ഷലായിട്ട് സ്പൊറാഞ്ചിയോസ്പോർസ്. എസെക്ഷൽ സ്പോർ ഇല്ലാത്തത് ബെസിഡിയോമൈസിറ്റ്സ്. അപ്പോൾ ഫൈക്കോമൈസിറ്റ്സിൽ എസെക്ഷൽ സ്പോർ സ്പൊറാഞ്ചിയോസ്പോർ, സെക്ഷൽ സ്പോർ സൈഗോസ്പോർ. ആസ്കോമൈസിറ്റ്സിൽ എസെക്ഷൽ സ്പോർ കൊണീഡിയോസ്പോർ, സെക്ഷൽ സ്പോർ ആസ്കോസ്പോർ. ബെസിഡിയോമൈസിറ്റ്സിൽ എസെക്ഷൽ സ്പോർ ഫോർമേഷൻ ഇല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളി, അത് ബെസിഡിയോസ്പോർസ്. ഡ്യൂട്ടിറോമൈസിറ്റ്സിൽ നോ സെക്ഷൽ റീപ്രൊഡക്ഷൻ, only asexual, that is by conidiospores. So here the answer will be zygospores. Phycomycetes. Find the wrong match. Virus, acellular living, സെൽ സ്ട്രക്ചർ ഇല്ലാത്ത ജീവനുള്ള ഓർഗാനിസം, എസെല്ലുലാർ ലിവിങ്, കറക്റ്റ്. ന്യൂറോസ്പോറ, പോപ്പുലർലി കോൾഡ് പിങ്ക് മോൾഡ്, അത് കറക്റ്റാണ്. ആസ്കോമൈസിറ്റിൽ വരുന്നതാണ് ന്യൂറോസ്പോറ, ജനറ്റിക് എക്സ്പെരിമെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഫംഗസ്. ന്യൂറോസ്പോറ പിങ്ക് കളർ. അതുപോലെ പെനിസിലിയം ആസ്കോമൈസിറ്റാണ്, ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്ന പെനിസിലിയം. അത് ഗ്രീനിഷ് ബ്ലൂ കളറുള്ള മോൾഡാണ്. ഗ്രീൻ മോൾഡെന്നോ ബ്ലൂ മോൾഡെന്നോ അറിയപ്പെടുന്നത് പെനിസിലിയം. യൂളോത്രിക്സ്, ദ ഗ്രീൻ, അത് ക്ലോറോഫൈസ്, ഗ്രീൻ ആൽഗ വിച്ച് ഈസ് ഫിലമെൻ്റ് ലൈക്ക്, മെനി സെല്ലുകളുടെ ഫിലമെൻ്റായിട്ട് വളരുന്ന യൂളോത്രിക്സ്. യൂളോത്രിക്സ് അനൈസോഗ്യാമസ്, അതാണ് മാച്ച് അല്ലാത്ത, റോങ് മാച്ച്. യൂളോത്രിക്സിൻ്റെ സിംഗമി ഐസോഗമിയാണ്. ആൽഗകളിലും കുറേ ഫംഗസുകളിലുമൊക്കെയാണ് ഈ സിംഗമി, ഗ്യാമറ്റിക് ഫ്യൂഷനിൽ ഐസോഗമി, അനൈസോഗമി, ഊഗമി എന്നീ പ്രശ്നങ്ങൾ വരുന്നത്. ഐസോഗമി മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ സെൽസ് സിമിലർ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ആൺപൺ ഗ്യാമേറ്റുകൾ ഫിസിയോളജിക്കലി ഓർ ഫങ്ഷണലി ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണെന്നല്ലാതെ സൈസോ ഷേപ്പോ കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. സിമിലർ ലുക്കിംഗ് മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സ്, ഐസോ, സിമിലർ, ഐസോഗമി. ഈ ഐസോഗ്യാമേറ്റ്സ് മേ ബി മോട്ടൈൽ ഓർ ഇമ്മോട്ടൈൽ, രണ്ടും ഒരുപോലെ ഇരിക്കും. രണ്ടും സിമിലർ സൈസ്ഡ് ആൻഡ് മോട്ടൈലാകാൻ, രണ്ടും സിമിലർ സൈസ്ഡ് ആൻഡ് ഇമ്മോട്ടൈൽ, അതും വരാം. യൂളോത്രിക്സിലൊക്കെ മോട്ടൈൽ ഐസോഗ്യാമേറ്റ്സ് ഉണ്ടാകും. സ്പൈറോഗേറയിൽ ഇമ്മോട്ടൈൽ ഐസോഗ്യാമേറ്റ്സ് ഉണ്ടാകും. ഇനി അനൈസോഗമി എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റ് സ്മോൾ ആൻഡ് മോട്ടൈൽ, ഫീമെയിൽ ഗ്യാമേറ്റ് ഓൾസോ മോട്ടൈൽ ബട്ട് സൈസ് ഡിഫറൻസ്. സൈസ് ഡിഫറൻസ്, മെയിൽ ഗ്യാമേറ്റ് സ്മോളർ, ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജർ, അതാണ് അനൈസോഗമി. ഇതൊക്കെ ഐസോഗമിയാണ്.
ഈ അനൈസോഗമിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ യുഡോറിന എന്ന ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ യുളോത്രിക്സ് അനൈസോഗാമസ് റോങ്. യുളോത്രിക്സ് ഈസ് ഇൻഫാക്ട് മോട്ടൈൽ ഐസോഗമേറ്റ്സ് ഉള്ള ഒരു ആൽഗയാണ്. ഇനി ഊഗമിയുണ്ട്. ഊഗമി മീൻസ് മെയിൽ ഗാമേറ്റ് സ്മോൾ, മോട്ടൈൽ ഓർ ഇമ്മോട്ടൈൽ. ഫീമെയിൽ ഗാമേറ്റ് ലാർജ് ആൻഡ് ഇമ്മോട്ടൈൽ സ്ട്രിക്ട്ലി. ഇതാണ് ഊഗമി. ഫ്യൂക്കസ് പോലുള്ള ആൽഗകളിൽ ഊഗമിയുണ്ട്. ഫസ്റ്റ് RDNA കൺസ്ട്രക്റ്റഡ് ബൈ 1972 ആദ്യം RDNA ഉണ്ടാക്കി ഇൻവിട്രോയിൽ. RDNA ടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അതാണ്. ദ പയനിയർ വർക്ക് ഇൻ RDNA ടെക്നോളജി, ഫസ്റ്റ് വർക്ക്. ഡിസൈൻഡ് കോൺഫിഗറേഷൻ, ശാസ്ത്രജ്ഞന്മാർ പ്ലാൻ ചെയ്തതുപോലെ ആഗ്രഹിച്ചതുപോലെ അവർ ഒരു RDNA നിർമ്മിച്ചു. ആദ്യമായിട്ടത് നിർമ്മിക്കപ്പെട്ടത് 1972 സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ അവരുടെ യുണൈറ്റഡ് വർക്കാണ്. ബോയർ മാത്രമല്ല, കോഹൻ ആൻഡ് ബോയർ. അവർ സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൻ്റെ പ്ലാസ്മിഡിൽ അതിൽ നാച്ചുറലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുള്ള വേറൊരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ നിന്ന് ആ ജീൻ ഡോണർ ജീനായിട്ട് മുറിച്ചെടുത്ത് സാൽമോണല്ലയുടെ പ്ലാസ്മിഡ് വെക്ടറായിട്ട് ഉപയോഗിച്ച് അതിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻസേർട്ട് ചെയ്തിട്ട് ആ RDNA സാൽമോണല്ലയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സാൽമോണല്ലയ്ക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടി. അതിൻ്റെ അർത്ഥം സക്സസ്ഫുള്ളായിട്ട് RDNA കൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ്. ദാറ്റ് വാസ് ദ വർക്ക്. ഹെർബർട്ട് ബോയറുടെ മാത്രമുള്ള ഡിസ്കവറി, ഹി ഫസ്റ്റ് നോട്ടീസ്ഡ് ദാറ്റ് സർട്ടൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് cut DNA at their recognition size, leaving sticky ends. ഇപ്പോൾ ICOR1 അതിൻ്റെ സീക്വൻസ്, അതിൻ്റെ സവിശേഷമായ സീക്വൻസ് DNA എവിടെ ഉണ്ടോ അവിടെ മുറിക്കുമല്ലോ. GAATTC എന്ന സീക്വൻസ്. അതിൽ Gക്കും Aക്കും ഇടയ്ക്കാണ് 2 സ്ട്രാൻഡിലും കട്ട് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ഫ്രാഗ്മെൻറ്റിൻ്റെ അഗ്രത്ത് 4 ന്യൂക്ലിയോട്ടൈഡുകൾ ഒരു സ്ട്രാൻഡ് അല്പം നീണ്ടു നിൽക്കും. അതാണ് സ്റ്റിക്കി എൻഡ്. ആ പ്രോപ്പർട്ടി ഈ ICOR1 പോലുള്ള എൻസൈമിനുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുന്നത് ഹെർബർട്ട് ബോയറാണ്. അതുപോലെ സ്റ്റാൻലി കോഹൻ്റെ ഓൺ വർക്ക്, സ്വന്തം വർക്ക് ഇതാണ്. ബാക്ടീരിയകളുടെ പ്ലാസ്മിഡുകൾ, ചില ബാക്ടീരിയയ്ക്ക് എക്സ്ട്രാ ജീനോമിക് സ്മോൾ സർക്കുലർ DNA സൈറ്റോപ്ലാസ്മിക് കാണും, അതാണ് പ്ലാസ്മിഡ് DNA. അത് ഉള്ള ബാക്ടീരിയയിൽ നിന്ന് ആ പ്ലാസ്മിഡ് പുറത്തെടുക്കാം, കൾച്ചർ ചെയ്യാം. വീണ്ടും ബാക്ടീരിയയിലേക്ക് പ്ലാസ്മിഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ആ ബാക്ടീരിയൽ പ്ലാസ്മിഡിൻ്റെ ആ സവിശേഷതകളൊക്കെ മനസ്സിലാക്കിയത് കോഹനാണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ് ആദ്യം RDNA വിജയകരമായി കൺസ്ട്രക്ട് ചെയ്തത്. സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന ബാക്ടീരിയയിലാണ് അത് ആദ്യം ചെയ്തത്. Which of the following is located in mitochondrial inner membrane? അതായത് മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് ക്രബ് സൈക്കിൾ റിയാക്ഷൻസ് നടക്കുന്നത്. എറോബിക് റെസ്പിറേഷനിൽ പൈറുവിക് ആസിഡ്, ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഗ്ലൈക്കോളിസിലൂടെ അത് സൈറ്റോപ്ലാസിലാണ്, സൈറ്റോസോളിലാണ് ഗ്ലൈക്കോളിസിസ്, ഓക്സിജൻ ഉപയോഗിക്കാത്ത ഘട്ടം. പക്ഷേ പൈറുവിക് ആസിഡ് പിന്നീട് മൈറ്റോകോൺട്രിയക്കകത്തേക്ക് വരും, എറോബിക് റെസ്പിറേഷൻ നടത്തുന്ന എല്ലാ സെല്ലുകളിലും. മൈറ്റോകോൺട്രിയക്കകത്തെത്തിയ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് ആദ്യം അസറ്റൈൽ CoA ആയിട്ട് മാറും. ആ സ്റ്റെപ്പ് തൊട്ട് പിന്നീടുള്ള TCA സൈക്കിൾ, ക്രബ് സൈക്കിൾ, ഇതെല്ലാം തന്നെ ഓക്സിജൻ ഡ്രിവൺ സ്റ്റെപ്പുകളാണ്. ആ ക്രബ് സൈക്കിളിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെയും കാറ്റലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, സിട്രേറ്റ് സിന്തേസ്, ഇങ്ങനെയുള്ള എൻസൈമുകൾ. ഈ എൻസൈമുകളെല്ലാം മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണുള്ളത്. ദാറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ക്രബ് സൈക്കിൾ സ്റ്റെപ്സ്. അതിനുള്ള എൻസൈമുകൾ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ്. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയുള്ള കോംപ്ലക്സുകൾ, ഇലക്ട്രോൺ കാരിയർ കോംപ്ലക്സുകളെല്ലാം ഉള്ളത്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4, പിന്നീട് ATP സിന്തേസ് കോംപ്ലക്സ് ആയ കോംപ്ലക്സ് 5 വരെ ഇന്നർ മെംബ്രെയിനിലുണ്ട്. ഇന്നർ മെംബ്രെയിനിൻ്റെ ഫോൾഡുകളാണ് ക്രിസ്റ്റേ. ആ മെംബ്രെയിനിൽ ത്രൂ ഔട്ട് ഈ
ഇലക്ട്രോൺ കാരിയർ കോംപ്ലക്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കോംപ്ലക്സ് 2 ഇന്നർ മെംബ്രെയിനിലിരിക്കുന്ന കോംപ്ലക്സ് 2 ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമാണ്. വാസ്തവത്തിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം സക്സിനിക് ആസിഡിനെ ഫ്യൂമാറിക് ആസിഡാക്കി മാറ്റുന്ന ക്രബ്സ് സൈക്കിൾ സ്റ്റെപ്പ് റിയാക്ഷൻ്റെ എൻസൈമാണ്. പക്ഷേ ആ എൻസൈം ഇരിക്കുന്നത് മാട്രിക്സിലല്ല, ഇന്നർ മെംബ്രെയിനിലാണ്. കാരണം ഈ എൻസൈം ക്രബ്സ് സൈക്കിളിൻ്റെ ആ സ്റ്റെപ്പ് സക്സിനേറ്റ് ഫ്യൂമാറേറ്റ് കൺവേർഷൻ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇന്നർ മെംബ്രെയിനിലെ ഇലക്ട്രോൺ കാരിയറായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ ആ എൻസൈം സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഫങ്ഷൻ ആസ് കോംപ്ലക്സ് 2 ഓഫ് ദ ETS ഇൻ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. അതുകൊണ്ടാണ് ഈ പറയുന്നതിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമാണ് ഇന്നർ മെംബ്രെയിനിലുള്ളത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് മാട്രിക്സിലാണ്. RNA പോളിമറൈസ് നമുക്കറിയാം, മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തം DNA ഉണ്ട്, അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ഉണ്ടാവാറുണ്ട്. അപ്പോൾ RNA പോളിമറൈസ് എൻസൈം ഉണ്ട്, അതൊക്കെ പക്ഷേ മാട്രിക്സിലാണ്. അതുപോലെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ 70S റിബോസോം ഉണ്ട്, ഓർഗനല്ല റിബോസോം, അതെല്ലാം ഉണ്ട്, അതൊക്കെ മാട്രിക്സിലാണ്. അപ്പോൾ വൺ എൻസൈം കൺസേൺ വിത്ത് succinate fumarate conversion in Krebs cycle, but that enzyme is located not in matrix but in inner membrane. അത് തന്നെയാണ് കോംപ്ലക്സ് 2 ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ. ദ സെക്കൻഡറി അക്സെപ്റ്റർ ഓഫ് PS2 ഫോട്ടോസിന്തസിൽ PS2 PS1 രണ്ട് തരം ഫോട്ടോസിന്തറ്റിക് സിസ്റ്റങ്ങൾ ഒരു സീരീസായിട്ട് പ്രവർത്തിക്കുമല്ലോ, ഇസഡ് സ്കീം. അതിൽ PS2-ൽ നിന്ന് അതിലെ റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിലിൽ നിന്ന് എക്സൈറ്റ് ചെയ്ത് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആദ്യം സ്വീകരിക്കുന്നതാണ് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് PS2. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഇലക്ട്രോൺ കൈമാറുന്ന സെക്കൻഡറി അക്സെപ്റ്റർ ഉണ്ട്. PS2-ലെ ഫോട്ടോസിസ്റ്റം 2-ലെ എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ സെക്കൻഡറി അക്സെപ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന മോളിക്യൂളാണ് പ്ലാസ്റ്റോക്വിനോൺ. അത് ക്ലിയറായിട്ട്. PS1-ൻ്റെ സെക്കൻഡറി അക്സെപ്റ്ററാണ് ഫെറിഡോക്സിൻ. ഫില്ലോക്വിനോൺ എന്ന് പറയുന്നതും PS1-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്. എന്നാൽ യുബിക്വിനോൺ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലെ ഇലക്ട്രോൺ കാരിയറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ തൈലക്കോയിഡിൽ PS2 PS1 അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് പ്ലാസ്റ്റോക്വിനോൺ, ഫില്ലോക്വിനോൺ, ഫെറിഡോക്സിനൊക്കെ. യുബിക്വിനോൺ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലുണ്ട്. എനിവേ PS2-ലെ അത് ക്ലിയറായിട്ട് NCERT-ലുണ്ട്. PS2-ൽ നിന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ അതിൻ്റെ പ്രൈമറി അക്സെപ്റ്ററിൽ പോയിട്ട് ദെൻ സെക്കൻഡറി അക്സെപ്റ്റർ, ദാറ്റ് ഈസ് ക്ലിയർലി പ്ലാസ്റ്റോക്വിനോൺ മോളിക്യൂൾ. Who gave the cell theory a final shape? Recall that സെൽ ആദ്യം ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്ക് 1665-ലാണ്. ഡച്ച് കോർക്ക് സെല്ലുകൾ അദ്ദേഹം കണ്ടു. പിന്നെ ലിവൻ ഹോക്ക് 6 years later ലൈവ് ബാക്ടീരിയൽ സെല്ലുകളെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യം കണ്ടു. ലൈവ് സെൽ ഫസ്റ്റ് ലിവൻ ഹോക്ക്. പിന്നീട് 1838 ഷ്വാൻ അദ്ദേഹമാണ്. ദെൻ ഷ്ലീഡൻ 38 ഷ്ലീഡൻ ബോട്ടണിസ്റ്റ്. ദെൻ 39 ഷ്വാൻ സുവോളജിസ്റ്റ്. അവരാണ് പ്ലാൻ സെൽ ആനിമൽ സെല്ലെല്ലാം ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. പ്ലാൻ ബോഡി സെല്ലുണ്ട്, ആനിമൽ ബോഡിയിലും സെല്ലുണ്ട്. ഷ്ലീഡനും ഷ്വാനും കണ്ടെത്തി. ഷ്വാൻ നോട്ട് ഓൺലി എക്സാമിൻഡ് ആനിമൽ സെൽസ് ബട്ട് ഓൾസോ പ്ലാൻ ബോഡി, പ്ലാൻ സെല്ലുകളെ ഷ്വാനും സ്റ്റഡി ചെയ്യും. എന്നിട്ട് ഷ്വാനാണ് ആദ്യം ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഷ്വാൻ ഫസ്റ്റ് പ്രപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് സെൽ തിയറി. ഓൾ ലിവിങ് ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് സെൽ ഈസ് യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ തിയറി. ആ ഐഡിയ ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് ഷ്വാനാണ്. പക്ഷേ ആ ഐഡിയ പ്രപ്പോസ് ചെയ്തുവെങ്കിലും ആ ഐഡിയ ഒരു തിയറി ആയിട്ട്
ഫോർമുലേറ്റ് ചെയ്ത് പുട്ട് ഫോർവേഡ് ചെയ്തത് രണ്ടുപേരും ചേർന്നാണ്. ഷ്വാൻ ആൻഡ് സ്ലീഡൻ ടുഗദർ ഫോർമുലേറ്റഡ് ദ സെൽ തിയറി. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ സെൽ തിയറിക്ക് ഒരു ഫൈനൽ ഷേപ്പ്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്ന് സെൽ ഡിവിഷനിലൂടെ പിന്നെ പുതിയ സെല്ലുണ്ടാവും. എ ന്യൂ സെൽ ഈസ് ഫോംഡ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ ബൈ സെൽ ഡിവിഷൻ. അത് ഷ്വാനും സ്ലീഡനും ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അത് 1855 റൊഡോൾഫ് വെർഷോ എന്ന ഗവേഷകനാണ് കണ്ടെത്തിയത് ആ ഐഡിയ. ദാറ്റ് ഈസ് ന്യൂ സെൽസ് ഫോംഡ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ ബൈ സെൽ ഡിവിഷൻ. അതും കൂടെ ചേർത്താണ് ഇന്നറിയപ്പെടുന്ന രീതിയിൽ ഫൈനൽ ഷേപ്പിൽ സെൽ തിയറിയെ രൂപപ്പെടുത്തിയത്. സോ സെൽ തിയറി ഒറിജിനലി പ്രപ്പോസ്ഡ് ബൈ ഷ്വാൻ ആൻഡ് formulated and put forward by Schwann and Schleiden together 1839. But അതിനൊരു ഫൈനൽ ഷേപ്പ് നൽകിയത് 1855 റുഡോൾഫ് വെർഷോയാണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് കെയർഫുള്ളായിട്ട് ആ ഓപ്ഷൻസ് നോക്കുക. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് എ ബൈവാലൻ്റ് ആർ നോൺ ഹോമോലോഗസ്. ലെസിത്തിൻ ഈസ് എ നൈട്രോജനസ് ഫോസ്ഫോലിപ്പിഡ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒറിജിനേറ്റ് ഫ്രം റഫ് ER. Ribosomes are also known as pallid particles. Ribosomes are also known as pallid particles. ജോർജ് പലേഡ് 1953 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഡോട്ട് ലൈക്ക് റിബോസോം എന്ന ഓർഗനലുകൾ കണ്ടെത്തി. പലേഡ് പാർട്ടിക്കിൾസ്, പലേഡ് ഡിസ്കവർ ചെയ്തുകൊണ്ട് റിബോസോമിനെ അങ്ങനെ പറയും. റൈറ്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒറിജിനേറ്റ് ഫ്രം റഫ് ER. റഫ് ER പലപ്പോഴും ന്യൂക്ലിയസിൻ്റെ എൻവലപ്പിൻ്റെ ഔട്ടർ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് കാണാറുണ്ട്. ബിക്കോസ് റഫ് ER അറ്റ് സം റീജിയൻസ് ഹാവ് കണക്ടിവിറ്റി വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെൽ ഡിവിഷന് ശേഷം സെല്ലിൻ്റെ ന്യൂ സെൽ ഫോം ചെയ്യാൻ വേണ്ടി എത്തിയ ക്രോമസോമുകൾ ഡീകണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിനായി കഴിയുമ്പോൾ അതിന് ചുറ്റും പുതിയ ന്യൂക്ലിയർ മെംബ്രെയിൻ അസംബിൾ ചെയ്യണമല്ലോ ന്യൂ സെല്ലിൽ, ന്യൂക്ലിയസ് ഉണ്ടാകാൻ. അത് റഫ് ERൽ നിന്നാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വരുന്നതെന്ന് തെളിയിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ലെസിത്തിൻ ഈസ് എ നൈട്രോജനസ് ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡ് ട്രൈഗ്ലിസറൈഡിൽ 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഫാറ്റി ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പം ഫോസ്ഫോലിപ്പിഡാകും. ലെസിത്തിൻ എന്നത് ഒരു ഫോസ്ഫോലിപ്പിഡാണ്. അതോടൊപ്പം അതിൽ NCS3 ത്രൈസ് എന്ന ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഗ്രൂപ്പ് കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പം നൈട്രോജനസ് ഫോസ്ഫോലിപ്പിഡാണ് ലെസിത്തിൻ. വെരി മച്ച് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്. സി, ഇതിപ്പോൾ ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡുകൾ ഉണ്ടായിരിക്കും സെൽ ഡിവിഷനിൽ. മിയോസിസ് നടക്കുമ്പോൾ ക്രോമസോം അതിൻ്റെ ഹോമലോഗസ് ക്രോമസോമായിട്ട് പെയർ ചെയ്താണ് കാണുന്നത്. ഇതാണൊരു ഹോമലോഗസ് പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ബൈവാലൻ്റ് എന്നൊക്കെ ഇതിനെ പറയാം. ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ്സ്. അപ്പോൾ ഈ പെയർഡ് ബൈവാലൻ്റിൽ ടോട്ടലി 4 ക്രൊമാറ്റിഡ് വരുമല്ലോ. ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ്, പക്ഷേ ബൈവാലൻറ്റിന് 4 ക്രൊമാറ്റിഡ് ഉണ്ട്. ഇതിൽ 1 and 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, കാരണം സെയിം ക്രോമസോമിൻ്റെ. 3 and 4 ആർ ഓൾസോ മ്യൂച്വലി സിസ്റ്റേഴ്സ്. എന്നാൽ 2 and 3 ആ റിലേഷനാണ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. അതുപോലെ 1 and 3 ഓൾസോ കൺസിഡർഡ് ആസ് നോൺ സിസ്റ്റേഴ്സ്. അങ്ങനെയാണ്. അപ്പോൾ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് എ ബൈവാലൻ്റ് ആർ നോൺ ഹോമലോഗസ്. അത് ഹോമലോഗസ് ആണ്. കാരണം ഈ ക്രോമസോമും ആ ക്രോമസോമും ഹോമലോഗുകളാണ്. അപ്പോൾ അവരുടെ ക്രൊമാറ്റിഡുകളും ഹോമലോഗസ് ആണ്, അല്ലാതെ നോൺ ഹോമലോഗസ് അല്ല. സോ ക്രൊമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് എ ബൈവാലൻ്റ് വിൽ ബി ഹോമലോഗസ്, നോ ഡൗട്ട്. ഇപ്പോൾ ഇവിടെ എ ലോക്കസ് ഉണ്ടെങ്കിൽ ഇതാണ് ജീനോടൈപ്പ് എങ്കിൽ ഈ ക്രോമസോമിൽ ഇവിടെ
ഡോമിനൻ്റ് അലിൽ ഈ ക്രോമസോമിലൂടെ ആ ലോക്കസാണ്, പക്ഷേ റിസസീവ് അലിൽ. ഈ ക്യാപിറ്റൽ എ തന്നെയാണ് ഈ ക്രൊമാറ്റിഡിലും ഉള്ളത്, കാരണം DNA റെപ്ലിക്കേറ്റ് ചെയ്തതാണ്. ഈ സ്മോൾ എ അലിൽ തന്നെയാണ് ഇതിൻ്റെ 2 ക്രൊമാറ്റിഡിലും ഉള്ളത്, DNA റെപ്ലിക്കേറ്റ് ചെയ്തതാണ്. സോ ഹോമലോഗസ് ആണ്. ചൂസ് ദ ഹെട്രോപോളിമർ. ഇനുലിൻ, ഫ്രക്റ്റാൻ, ഫ്രക്ടോസ് മാത്രമുള്ള പോളിമർ, ഹോമോപോളിമർ. കയറ്റിൻ, polysaccharide of repeating units of N-acetyl glucosamine only. N-acetyl glucosamine എന്ന മോഡിഫൈഡ് ഗ്ലൂക്കോസ് മാത്രമേ പക്ഷേ അതിലുള്ളൂ, ഒരിനം മാത്രം, ഹോമോപോളിസാക്കറൈഡ്. എന്നാൽ ഇൻസുലിൻ ബീങ് എ പ്രോട്ടീൻ ഷുവർലി ഹെട്രോപോളിമർ, കാരണം ഡിഫറൻറ്റ് അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഓൾ പ്രോട്ടീൻസ് ആർ ഹെട്രോപോളിമേഴ്സ്. ഓൾ പ്രോട്ടീൻസ് ആർ ഹെട്രോപോളിമേഴ്സ്. അപ്പോൾ ഇൻസുലിൻ പ്രോട്ടീൻ ആയതുകൊണ്ട് അത് ഹെട്രോപോളിമറാണ്. കയറ്റിനും ഇനുലിനും ഷുഗർ പോളിമറുകളാണ്, പോളിസാക്രൈഡ്സ് ആണ്. അത് രണ്ടും ഹോമോപോളിമേഴ്സ് ഓർ ഹോമോപോളിസാക്രൈഡ്സ് ആണ്. ചൂസ് ദ ഡിപ്ലോണ്ടിക് ആൽഗ. ഈ ലൈഫ് സൈക്കിളിൽ, പ്ലാന്റുകളുടെ ലൈഫ് സൈക്കിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ആൽഗകൾ, അതിൻ്റെ വെജിറ്റേറ്റീവ് ബോഡിയിലെ സെല്ലുകൾ യൂഷ്വലി ഹാപ്ലോയിഡാണ്. ഹാപ്ലോയിഡ് ജീവികളാണ് ആൽഗകൾ. അതുപോലെ ഫഞ്ചയും ഹാപ്ലോയിഡാണ്. ഗ്യാമേറ്റ് ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുമ്പോഴേ ഡിപ്ലോയിഡ് സെൽ വരും. എന്നാൽ ഹയർ പ്ലാന്റ്സും ഹയർ ആനിമൽസും ഒക്കെ വെജിറ്റേറ്റീവ് ബോഡി ഡിപ്ലോയിഡാണ്. മിയോസിലൂടെ ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോഴേ ഹാപ്ലോയിഡ് സെൽ ഉണ്ടാകും. അപ്പോൾ ഈ ലോവർ ഫോമുകൾ, ആൽഗയും ഫഞ്ചയും ഒക്കെ ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് ബോഡിയിലെ സെല്ലുകളാണ് ഹാപ്ലോയിഡ്. ഗ്യാമറ്റിക് ഫ്യൂഷനിലൂടെ മാത്രമേ ഡിപ്ലോയിഡ് സെൽ ഉണ്ടാകും. സൈഗോട്ട് മാത്രമാണ് ഡിപ്ലോയിഡ് സെൽ. ഇപ്പോൾ ഹാപ്ലോണ്ടിക് ആൽഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാപ്ലോണ്ടിക് ആൽഗ എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കിളിൽ ഹാപ്ലോയിഡ് സ്റ്റേജേ ഉള്ളൂ, ഡിപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടാകത്തില്ല. ഡിപ്ലോയിഡ് സെല്ലായ സൈഗോട്ട് ഉണ്ടായാലും അത് ഇമ്മീഡിയറ്റ്ലി മിയോസിലൂടെ ഹാപ്ലോയിഡായിട്ട് അടുത്ത തലമുറ വളരും. ഇപ്പോൾ ഡിപ്ലോയിഡ് സെല്ലുകൾ മൈറ്റോസിലൂടെ ഡിപ്ലോയിഡ് സെല്ലുകളുടെ ഒരു ഡിപ്ലോയിഡ് ശരീരം വളരത്തില്ല. ഡിപ്ലോയിഡ് ശരീരം വളരാത്തതുകൊണ്ടാണ് ഹാപ്ലോണ്ടിക് ആൽഗകൾ. പൊതുവെ ആൽഗകൾ ഹാപ്ലോണ്ടുകളാണ്. എന്നാൽ ഹയർ പ്ലാന്റ്സോ ഡിപ്ലോണ്ടുകളാണ്, കാരണം അതിൻ്റെ വെജിറ്റേറ്റീവ് ബോഡി, ഇലയിലെയൊക്കെ സെല്ലുകൾ ഡിപ്ലോയിഡാണ്. മിയോസിലൂടെ ഹാപ്ലോയിഡ് സെല്ലുണ്ടാകും, അത് ഗ്യാമേറ്റാണ്. അത് ഫ്യൂസ് ചെയ്ത് ഗ്യാമേറ്റുകളുണ്ടാകും. അപ്പോൾ ഹാപ്ലോയിഡ് ശരീരം വലുതായിട്ട് വളരുന്നില്ല ആൻജിയോസ്പേമുകളിൽ. ഹാപ്ലോയിഡ് ശരീരം വളരെ വലുതായിട്ട് വളരാത്തതുകൊണ്ട് ഡിപ്ലോയിഡ് ശരീരം അതിൻ്റെ അടുത്ത തലമുറ വളരുമ്പോഴും ഡിപ്ലോയിഡ് ശരീരം. അപ്പോൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്നാൽ ആൽഗകളിൽ ശരീരം ഹാപ്ലോയിഡാണ്, അതിൽ നിന്നുണ്ടാകുന്ന പ്രോജനികൾ പിന്നെയും ഹാപ്ലോയിഡാണ്. അപ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്നാൽ ടെർഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സിലൊക്കെയോ ഹാപ്ലോഡിപ്ലോണ്ടിക്. ബ്രയോഫൈറ്റ്സിൽ, മോസ് പ്ലാന്റിൽ, ആ ഫ്യൂണേറിയയിലെ ആ ഗ്രീൻ പ്ലാന്റ്, അത് ഹാപ്ലോയിഡാണ്. അതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടായിട്ട് സൈഗോട്ട്, ഡിപ്ലോയിഡ് സെൽ ഉണ്ടാകും. ആ ഡിപ്ലോയിഡ് സെൽ ഉടനെ ഹാപ്ലോയിഡ് ആകാതെ ആ ഡിപ്ലോയിഡ് സെൽ മൈറ്റോസിലൂടെ ഉപയോഗിച്ച് ഒരു ഡിപ്ലോയിഡ് ക്യാപ്സ്യൂൾ വളരും. അപ്പോൾ ഡിപ്ലോയിഡ് ശരീരവും വരികയാണ്. ഹാപ്ലോയിഡ് ശരീരം, അതിനുശേഷം ഡിപ്ലോയിഡ് ശരീരം. അപ്പോൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ബ്രയോഫൈറ്റ്, ടെർഡോഫൈറ്റ്. എന്നാൽ ആൽഗകൾ ശരീരം ഹാപ്ലോയിഡ്, എഗൈൻ അടുത്ത തലമുറയും ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ശരീരം വളരത്തില്ല. എന്നാൽ എക്സെപ്ഷണൽ ആൽഗകളുണ്ട്. വെജിറ്റേറ്റീവ് ആൽഗൽ ബോഡി ഡിപ്ലോയിഡാണ്. ഡിപ്ലോയിഡ് സെല്ലുകളുടെ ശരീരം, അതിൽ നിന്ന് മിയോസിലൂടെ ഹാപ്ലോയിഡ് സെൽ ഉണ്ടായാൽ അത് ഗ്യാമേറ്റാണ്. ഹാപ്ലോയിഡ് ശരീരം വളരത്തില്ല. അത്ര ഒരു ആൽഗയാണ് ഫ്യൂക്കസ്. അൺഡൗട്ടഡ്ലി, വെരി ക്ലിയർലി NCERT അത് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക് ആൽഗ. ബ്രൗൺ ആൽഗയാണ് ഫ്യൂക്കസ്, ഫയോഫൈസി. അതിൽപ്പെട്ട ഫ്യൂക്കസിൻ്റെ താലസ് സെല്ലുകളെല്ലാം ഡിപ്ലോയിഡാണ്. അതിൽ നിന്ന് മിയോസിലൂടെ ഗ്യാമേറ്റ് ഉണ്ടാകും. ഗ്യാമേറ്റ് ചേർന്ന് ഉണ്ടാകുന്ന അടുത്ത സൈഗോട്ട്, അത് ഡിപ്ലോയിഡ്, അത് അടുത്ത തലമുറ ഡിപ്ലോയിഡ് ബോഡി. അല്ലാതെ ഹാപ്ലോയിഡ് ശരീരം വളരത്തില്ല. ഡിപ്ലോണ്ടിക് ആൽഗ. എന്നാൽ കെൽപ്സ്, അതുപോലെ തന്നെ എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ പോലുള്ള ആൽഗകൾ ഡിപ്ലോണ്ടിക്. അതിൽ ഹാപ്ലോയിഡ് താലസും വളരും, ഡിപ്ലോയിഡ് താലസും വളരും. അങ്ങനെയുള്ള ആൽഗകളുമുണ്ട്.
മെജോറിറ്റി ആൽഗകൾ വോൾവോക്സ്, പൈറോഗൈറ, ക്ലാമിഡോമോണാസ്, യുളോത്രിക്സ് അതൊക്കെ തന്നെ ഹാപ്ലോണ്ടിക് ആൽഗകളാണ്. ഗുഡ് നമ്പർ ഹാപ്ലോഡിപ്ലോണ്ടിക്, അതാണ് എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ്. വളരെ മൈനോറിറ്റി ചില ആൽഗകൾ മാത്രമേ ഉള്ളൂ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ളത്, അത് ഫ്യൂക്കസ്. ചൂസ് ദ മിസ് മാച്ച്. മെയ്സ് മൊണേഷ്യസ് മാച്ചാണ്. സൈക്കാസ് ഡയേഷ്യസ് മാച്ചാണ്. ആൻജിയോസ്പേമുകളെ സ്പെർമറ്റോഫൈറ്റ എന്ന് പറയും, അതും മാച്ചാണ്. പി പയറിൻ്റെ സീഡുകൾ ആൽബുമിനസ് എന്നുള്ളതാണ് മിസ് മാച്ച്. പയറിൻ്റെ സീഡുകൾ നോൺ ആൽബുമിനസ് ഓർ നോൺ എൻഡോസ്പേമസ്. സീഡുകൾ രണ്ട് കാറ്റഗറി ഉണ്ട്, എൻഡോസ്പേമസ് അഥവാ ആൽബുമിനസും, ദ അതർ ഈസ് നോൺ എൻഡോസ്പേമസ് ഓർ നോൺ ആൽബുമിനസ്. അതായത് ഏത് സീഡും അങ്ങോട്ട് വളരുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഓവ്യൂൾ, ഫെർലൈസ്ഡ് ഓവ്യൂൾ ഇൻറ്റു സീഡ്സ്, അതിൽ ഫെർലൈസ്ഡ് ഓവ്യൂളിലെ എംബ്രിയോ സാക്കിലെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് വളരും. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ ഫലമായിട്ടുള്ള പെൻ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ ആയിട്ട് വളരും, ഫുഡ് റിസർവിങ് ടിഷ്യൂ. അപ്പോൾ ഏത് സീഡിലും എൻഡോസ്പേം വളരും, ട്രിപ്ലോയിഡ് ടിഷ്യൂ ആൻജിയോസ്പേമിൻ്റെ സീഡിൽ. പക്ഷേ എംബ്രിയോയുടെ ഫസ്റ്റ് ലീഫായ കോട്ടിലിഡൻസ്, മോണോകോട്ടിൽ ഒരു കോട്ടിലിഡൻ, ഡൈകോട്ടിൽ രണ്ട് കോട്ടിലിഡൻ. ഈ എംബ്രിയോയുടെ ഫസ്റ്റ് ലീഫായ കോട്ടിലിഡൻസ് ഈ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂവിനെ ഇങ്ങ് കൺസ്യൂം ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ മെച്വർ സീഡിൽ നോ എൻഡോസ്പേം ലെയർ, കംപ്ലീറ്റ്ലി ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ കോട്ടിലിഡൻസ് ആൻഡ് കോട്ടിലിഡൻ ബിക്കം തിക്ക് ആൻഡ് ഫ്ലഷി. ഇപ്പോൾ തടിച്ച പരിപ്പുകളുള്ള വിത്തുകൾ, അത് എൻഡോസ്പേം ഇല്ല, അതിലെ എൻഡോസ്പേം ഇപ്പോൾ കോട്ടിലിഡനിലേക്ക് അബ്സോർബ് ചെയ്തു പോയി. അപ്പോൾ അത് നോൺ എൻഡോസ്പേമസ്, നോൺ ആൽബുമിനസ്. പയറിൻ്റെ വിത്ത് തിക്ക് കോട്ടിലിഡൻസ് ഉണ്ട്, നോൺ ആൽബുമിനസ് ആണ്, നോൺ എൻഡോസ്പേമസ് സീഡാണ്. മെജോറിറ്റി ഡൈക്കോട്ട് സീഡ്സ് നോൺ ആൽബുമിനസ് ആണ്. അതിന് എക്സെപ്ഷൻ കാസ്റ്റർ സീഡ് ഉണ്ട്. ആവണക്കിൻ്റെ വിത്ത് അത് ഡൈക്കോട്ടാണ്, പക്ഷേ അതിലെ കോട്ടിലിഡൻ മെംബ്രെയിനിസ് ആണ്, എൻഡോസ്പേം പെർസിസ്റ്റ്. മോണോകോട്ട് വിത്തുകൾ ആസ് എ റൂൾ എൻഡോസ്പേമസ് ആണ്. തിക്ക് കോട്ടിലിഡൻ മോണോകോട്ട് സീഡുകളിൽ വരികയില്ല. ആൻജിയോസ്പേമുകൾ സീഡ് ഉണ്ടാക്കും. സ്പെർമറ്റോഫൈറ്റ മീൻസ് സ്പേമ, സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. ആൻജിയോസ്പേമുകളും ജിംനോസ്പേമുകളും സ്പെർമറ്റോഫൈറ്റ. സൈക്കാസ് ഡയേഷ്യസ് മീൻസ് മെയിൽ ഫീമെയിൽ പ്ലാന്റ്സ് ആർ സെപ്പറേറ്റ്. മെയിൽ സെക്സ് ഓർഗൻ ഒരു പ്ലാന്റിലും ഫീമെയിൽ സെക്സ് ഓർഗൻ വേറൊരു പ്ലാന്റിലും വരുമ്പോഴാണ് ഡയോയിസി, ഡയേഷ്യസ്. സൈക്കാസ് അങ്ങനെയാണ്. ആൻജിയോസ്പേമിൽ പപ്പായ, ഡേറ്റ് പാം പോലുള്ള ചെടികളിൽ മെയിൽ ഫീമെയിൽ പ്ലാന്റ്സ് സെപ്പറേറ്റ് ഉണ്ട്, ഡയോയിസി ഉണ്ട്. ഇനി എന്താണ് മൊണേഷ്യസ്? മൊണേഷ്യസ് ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണും. ഫ്ലവറിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ സ്റ്റേമൻസ് ആണ്. ഫ്ലവറിൻ്റെ ഫീമെയിൽ സെക്സ് ഓർഗൻ പിസ്റ്റിൽ. ഗ്രേറ്റ് മെജോറിറ്റി ആൻജിയോസ്പേമിലും ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ. ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ. എന്നാൽ കുറേ പ്ലാന്റുകളിൽ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ഉണ്ട്. യൂണിസെക്ഷൽ ഫ്ലവർ മീൻസ് എയ്തർ സ്റ്റേമൻ ഒള്ളി ഓർ പിസ്റ്റിൽ ഒള്ളി ഫ്ലവർ. സ്റ്റാമിനേറ്റ് ഫ്ലവർ, പിസ്റ്റിലേറ്റ് ഫ്ലവർ. അങ്ങനെ യൂണിസെക്ഷൽ ഫ്ലവർ വരുമ്പോഴാണ് ഈ മോണോയിസി, ഡയോയിസിയുടെ പ്രശ്നം വരുന്നത്. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിനെ മൊണേഷ്യസ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ബൈസെക്ഷൽ പ്ലാന്റ് ഹാവിങ് ബൈസെക്ഷൽ ഫ്ലവർ. ഇപ്പോൾ പി ഫ്ലവേഴ്സ് ബൈസെക്ഷൽ, പ്ലാന്റ് ഈസ് ബൈസെക്ഷൽ. എന്നാൽ ബൈസെക്ഷൽ പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവർ, ദാറ്റ് ഇസ് ദ പോയിന്റ്. പ്ലാന്റ് ബൈസെക്ഷലാണ്, പക്ഷേ അതിലെ ഫ്ലവേഴ്സ് യൂണിസെക്ഷലാണ്. ഒരു പ്ലാന്റിൽ കുറേ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സും ഉണ്ട്, കുറേ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സും ഉണ്ട്. ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ബട്ട് ബോത്ത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ സെയിം പ്ലാന്റ്. അപ്പോഴാണ് മോണോയിസി. അത്തരം പ്ലാന്റുകൾക്ക് എക്സാമ്പിളാണ് മെയ്സ്, കാസ്റ്റർ. മെയ്സും കാസ്റ്ററും ഒക്കെ മൊണേഷ്യസ് പ്ലാന്റാണ്. പപ്പായ, ഡേറ്റ് പാമൊക്കെ ഡയേഷ്യസ് പ്ലാന്റാണ്. അവിടെ ഒരു ഇൻഡിവിജ്വലിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ മാത്രം, വേറൊരു ഇൻഡിവിജ്വൽ പ്ലാന്റിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ മാത്രം. റെഗുലേറ്ററി പ്രോട്ടീൻ, മോളിക്കുലാർ ജനറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ.
നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ കോണ്ടസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വരും. ഏത് സബ്ജക്റ്റ്, ഏത് ചാപ്റ്റർ, ഏത് ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ. അതായത് ഓപ്പറോൺ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം ഈ ക്വസ്റ്റ്യൻ കാണും. സർട്ടൻ സ്ട്രക്ചറൽ ജീൻ അഥവാ സിസ്ട്രോണുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് അപ്സ്ട്രീമായിട്ട് ഓപ്പറേറ്റർ, പ്രൊമോട്ടർ, റെഗുലേറ്ററി പ്രോട്ടീൻ ഫോമിങ് ജീനുകളെല്ലാം കൂടെ അസംബിൾ ചെയ്യുന്നതിനെയാണ് ഒരു ഓപ്പറോൺ ഉള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത്. ഓപ്പറോണിൻ്റെ ഭാഗമായ ഒരു ജീനാണ് ആ ഓപ്പറോണിനെ നിയന്ത്രിക്കാനുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ, റെഗുലേറ്ററി പ്രോട്ടീൻ ഫോമിങ് ജീൻ. ഇപ്പോൾ ലാക്ക് ഓപ്പറോൺ ആണെങ്കിൽ ഐ ജീൻ, അതാണ് റെഗുലേറ്ററി പ്രോട്ടീൻ ഫോമിങ് ജീൻ. ആ ഐ ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് ആ ഓപ്പറോണിൻ്റെ റെഗുലേറ്ററി പ്രോട്ടീൻ. എപ്പോഴും റെഗുലേറ്ററി പ്രോട്ടീൻ എന്തിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെയാണ് നിയന്ത്രിക്കുക? ആ ഓപ്പറോണിലെ സ്ട്രക്ചറൽ ജീനിൻ്റെ, സിസ്ട്രോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യും. സോ റെഗുലേറ്ററി പ്രോട്ടീൻ ഓപ്പറേറ്ററിലാണ് സ്പെസിഫിക്കായിട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ ജീൻ സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് ആകും. എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി പ്രോട്ടീൻ കൺട്രോൾ ദ എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ ഓഫ് structural gene of that operon or cistron of that operon. This question, two redox equivalents are removed during റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിറ്റിക് പാത്വേയുടെ ഒരു സ്റ്റെപ്പാണ്. റെസ്പിറേഷനിൽ നമുക്കറിയാം ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകും, പിന്നെ അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകും, എന്നിട്ടത് വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATPയുടെ ഫോസ്ഫറസ് ചേർന്ന് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആകും. എന്നിട്ട് ആ ഹെക്സോസ് അഥവാ ഫ്രക്ടോസ് 2 ട്രയോസ് ഫോസ്ഫേറ്റ് മോളിക്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ട്രയോസ് ഫോസ്ഫേറ്റ്, ആ ട്രയോസ് ഫോസ്ഫേറ്റാണ് 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. അപ്പോൾ ട്രയോസ് ഫോസ്ഫേറ്റ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ ഓർക്കുക. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ഷുഗർ ഫോസ്ഫേറ്റ്, അതാണ് 3PGAL, 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആണ് ട്രയോസ് ഫോസ്ഫേറ്റ്. ഈ 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുന്ന സ്റ്റെപ്പുണ്ട്. ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ആൽഡിഹൈഡ് ആസിഡ് ആകുന്നത് റിഡക്ഷൻ സ്റ്റെപ്പാണ്. ഈ 1,3-BPGA അല്ലെങ്കിൽ 1,3-DiPGA ബോത്ത് ആർ കറക്റ്റ്. ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് അതാണ് ട്രയോസ് ഫോസ്ഫേറ്റ്. അത് ഗ്ലിസറിക് ആസിഡ് ആകുന്നു. ആൽഡിഹൈഡ് ആസിഡ് ആകുന്നത് റിഡക്ഷൻ, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ആ റിമൂവ് ചെയ്ത ഹൈഡ്രജനെ NAD+ സ്വീകരിക്കും, ഫോമിങ് NADH+H+. ഇത് കിട്ടും. ഇപ്പോൾ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നു, അതാണ് 2 redox equivalents removed. 2 redox equivalents removed means 2 hydrogen removed. ഗ്ലൈക്കോളിസിസിൽ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ട്രയോസ് ഫോസ്ഫേറ്റ് BPGA ഓർ DPGA ആയിട്ട് മാറുന്ന സ്റ്റെപ്പ്, അവിടെയാണ് അത് സംഭവിക്കുന്നത്. സോ തേർഡ് ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. Which of the following ensure cross pollination? എൻഷുർ ചെയ്യുക പറഞ്ഞാൽ ഉറപ്പായിട്ടും അതേ നടക്കൂ എന്നാണ് അർത്ഥം. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 വ്യത്യസ്ത പ്ലാന്റുകൾ തമ്മിൽ പോളിനേഷൻ. ഇപ്പോൾ ഈ പ്ലാന്റിലാവുമ്പോൾ ഇപ്പോൾ ബൈസെക്ഷൽ ഫ്ലവറുള്ള പ്ലാന്റ് ഉണ്ടെന്നായിരിക്കും. ഒരു ചെടിയിലെ എല്ലാ പൂക്കളും ബൈസെക്ഷൽ, സ്റ്റേമനും പിസ്റ്റിലുമുള്ള പൂക്കൾ. അപ്പോൾ ഒരു പൂവിൻ്റെ സ്റ്റേമനിൽ നിന്ന് പൂമ്പൊടി അഥവാ പോളൻ ഗ്രെയിൻ ആ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ പോളിനേറ്റ് ചെയ്താൽ അത് ഓട്ടോഗമി, സെയിം ഫ്ലവറിൽ നടക്കുമ്പോൾ ഓട്ടോഗമി. എന്നാൽ ആ പ്ലാന്റിലെ വേറൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പോകാം, സെയിം പ്ലാന്റിൽ തന്നെ നടക്കുക, അതാണ് ഗെയ്റ്റോണോഗമി. ഓട്ടോഗമിയും ഗെയ്റ്റോണോഗമിയും സെയിം പ്ലാന്റിൽ നടക്കുന്നതുകൊണ്ട് ജനറ്റിക്കലി സെൽഫ്
ഒരു ഇൻഡിവിജ്വലിൽ നടക്കുന്നത്, സെൽഫ്. ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലാന്റ് തമ്മിലാണ്. അപ്പോൾ മോണോയിസി, മൊണേഷ്യസ്, മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ സ്റ്റിഗ്മയുണ്ട്, വേറൊരു ഫ്ലവറിലാണ് ആന്തർ. ഫീമെയിൽ ഫ്ലവർ, മെയിൽ ഫ്ലവർ. ഒരു പ്ലാന്റിൽ സ്റ്റാമിനേറ്റ് ഫ്ലവറും പെസ്റ്റിലേറ്റ് ഫ്ലവറും ഉണ്ട്. പക്ഷേ ഈ മൊണേഷ്യസ് പ്ലാന്റിൽ ഓട്ടോഗമി ഇല്ല. ഓട്ടോഗമി ഇമ്പോസിബിൾ, കാരണം സെയിം ഫ്ലവറിൽ നടക്കാവില്ല. പക്ഷേ ഈ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് ആ ചെടിയുടെ വേറൊരു ഫ്ലവർ, അതായത് പെസ്റ്റിലേറ്റ് ഫ്ലവറിലേക്ക് പോയി വീഴാം. എന്ന് പറഞ്ഞാൽ ഗെയ്റ്റോണോഗമി നടക്കാം. ഇപ്പോൾ പ്ലാന്റ് മൊണേഷ്യസ് ആണെങ്കിൽ ഓട്ടോഗമി ഇമ്പോസിബിൾ, ബട്ട് ഗെയ്റ്റോണോഗമി പോസിബിൾ. അപ്പോൾ ക്രോസ് പോളിനേഷൻ ഷുവർ ആയില്ല. ഗെയ്റ്റോണോഗമി ഈസ് ഓൾസോ സെൽഫ് പോളിനേഷൻ. എന്നാൽ ഡയോയിസി വന്നാൽ, ഡയോഷ്യസ് എന്താ, ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവർ മാത്രം, വേറൊരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവർ. ആൺപെൺ പ്ലാന്റുകൾ വെവ്വേറെ. അവിടെ നോ ക്വസ്റ്റൻ ഓഫ് സെൽഫിങ്. ഗെയ്റ്റോണോഗമി പോലുള്ള സെൽഫിങ്ങും അസാധ്യം. അപ്പോൾ 100% ഷുവർ ദാറ്റ് ക്രോസ് പോളിനേഷൻ ഓൺലി പോസിബിൾ എന്ന് പറയുന്നത് ഡയോയിസിയിൽ മാത്രമാണ്. ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ, തുറക്കാത്ത പൂക്കൾ, അതിൽ 100% ഓട്ടോഗമി ഷുവറാണ്. അപ്പോൾ 100% ക്രോസ് പോളിനേഷൻ ഷുവർ ആണെങ്കിൽ ഡയോയിസി കണ്ടീഷൻ വേണം. മോണോയിസി വന്നാൽ ഓട്ടോഗമിയെ പ്രിവെൻറ്റ് ചെയ്യൂ, ഗെയ്റ്റോണോഗമി ഈസ് സ്റ്റിൽ പോസിബിൾ. അതുകൊണ്ട് സം കൈൻഡ് ഓഫ് സെൽഫിങ് അവിടെ നടക്കുകയാണ്. ലാക്ടോബാസില്ലസ് ആൻഡ് സ്ട്രെപ്റ്റോമൈസിസ് ആർ, ലാക്ടോബാസില്ലസ് പാലിനെ പുളിപ്പിക്കുന്ന മിൽക്ക് സോറിങ് ബാക്ടീരിയ, പാല് തൈരായി മാറാൻ പ്രവർത്തിക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ്. പാലിൽ വളരുന്ന ബാക്ടീരിയ, അത് ഹെട്രോട്രോഫാണ്, സാപ്രോഫൈറ്റാണ്. കാരണം പാലൊരു ഓർഗാനിക് ഡെഡ് മാറ്ററാണ്. സ്ട്രെപ്റ്റോമൈസിസ്, this genus of bacteria produce or yield antibiotics. നിരവധി പ്രധാന ആൻറ്റിബയോട്ടിക്സ് തരുന്ന ഒരു ബാക്ടീരിയൽ ജീനസാണ് സ്ട്രെപ്റ്റോമൈസിസ്. സ്ട്രെപ്റ്റോമൈസിസ് ബിലോങ്സ് ടു എ ക്ലാസ് ആക്ടിനോമൈസിറ്റ്സ്, which are soil bacteria, saprophytic soil bacteria. Actinomycetes or streptomycetes. ഈ സ്ട്രെപ്റ്റോമൈസിറ്റ്സിൻ്റെ പല സ്പീഷീസുകളുണ്ട്. സ്ട്രെപ്റ്റോമൈസിസിൻ്റെ ചില സ്പീഷീസിൽ നിന്ന് ടെട്രാസൈക്ലിൻ കിട്ടും, ചിലതിൽ നിന്ന് സ്ട്രെപ്റ്റോമൈസിൻ കിട്ടും, ചിലതിൽ നിന്ന് ക്ലോറംഫെനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് കിട്ടും. ഇതിൻ്റെ ചില സ്പീഷീസിൽ നിന്ന് കാനാമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക് കിട്ടും. അപ്പോൾ ടെട്രാസൈക്ലിൻ, ക്ലോറംഫെനിക്കോൾ, കാനാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ഇതൊക്കെ കിട്ടുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസസ് ഓഫ് സ്ട്രെപ്റ്റോമൈസിസ് belonging to the class actinomycetes, which are saprophytic soil bacteria. So lactobacillus saprophyte ആണ്, streptomyces antibiotic produce ചെയ്യുന്ന ബാക്ടീരിയകളും saprophytes ആണ്. So their nutrition is heterotrophic bacteria ആണ് അവർ. Choose the option that contain single membrane bound organelles. അതായത് ന്യൂക്ലിയസിന് ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് ഉണ്ട്. സൈറ്റോപ്ലാസ്മിക് റീജിയനിലേക്ക് വരുമ്പോൾ നിരവധി ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടല്ലോ യുക്കാരിയോട്ടിക് സെല്ലിൽ. യുക്കാരിയോട്ടിക് സൈറ്റോപ്ലാസ്മിക് ഓർഗനലുകളിൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട്. പ്ലാസ്റ്റിഡ്, അതായത് ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയും, അത് രണ്ടും ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽ. റിബോസോം മെംബ്രെയിൻലെസ്. പിന്നെ ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന സെൻട്രിയോൾസ് ഓർ സെൻട്രോസോമും മെംബ്രെയിൻലെസ്. ബാക്കിയെല്ലാം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ്. അതായത് ER, ഗോൾജി, ലൈസോസോം, മൈക്രോബോഡി, അതായത് പെറോക്സിസോം, ഇതൊക്കെ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസാണ്. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൽ. അപ്പോൾ ഇതിൽ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. മീസോസോംസ് ബാക്ടീരിയൽ സെൽ മെംബ്രെയിനിലെ ഫോൾഡിങ്സ് ആണ്, അത് ഓർഗനൽസ് അല്ല. മൈക്രോബോഡി, ദാറ്റ് ഈസ് പെറോക്സിസോം, ഓർഗനലാണ്, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട്. മൈക്രോട്യൂബിൾ സൈറ്റോസ്കെൽറ്റൻ പ്രോട്ടീനേഷ്യസ് ത്രെഡ്, അത് ഓർഗനലല്ല.
ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട്. സെൻട്രിയോൾ ഓർ സെൻട്രോസോം ഓർഗനിലാണ്, പക്ഷേ മെംബ്രെയിൻ ബൗണ്ട് അല്ല. അപ്പോൾ ഇവിടെ ബി ആൻഡ് ഡി വിൽ ബി സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, ലൈസോസോം. ദ ഓർഗനൽ ഹാവിങ് കാർട്ട്-വീൽ ലൈക്ക് ഓർഗനൈസേഷൻ. കാർട്ട്-വീൽ സെൻട്രലായിട്ട് വലിയ ഒരു സോളിഡ് പ്രോട്ടീനേഷ്യസ് ഹബ്ബ്, സെൻട്രൽ പാർട്ടിൽ മൈക്രോട്യൂബ്യൂളില്ല, സോളിഡ് പ്രോട്ടീനേഷ്യസ് ഹബ്ബ്, ആൻഡ് ദെൻ പെരിഫറിയിൽ ട്രിപ്ലെറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ട്രിപ്ലെറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്, അങ്ങനെ 9 ട്രിപ്ലെറ്റ്സ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് അറൗണ്ട് കണക്റ്റഡ് ടു the central solid spoke, hub by radiating spokes. അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു കാർട്ട്-വീൽ ലൈക്ക് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് കാർട്ട്-വീൽ ലൈക്ക് ഓർഗനൈസേഷൻ. ഫോർമുല 9+0, 9 ട്രിപ്ലെറ്റ്സ് അറൗണ്ട് ആൻഡ് സെൻട്രൽ പാർട്ടിൽ സോളിഡ് ഹബ്ബാണ്, നോ മൈക്രോട്യൂബ്യൂൾ. ഈ 3 മൈക്രോട്യൂബ്യൂൾസ് ഇരിക്കുന്നതാണ് ട്രിപ്ലെറ്റ്, അത് 9. നടുക്ക് മൈക്രോട്യൂബിളില്ല, സോളിഡ് പ്രോട്ടീൻ. അപ്പോൾ 9+0 ഫോർമുല, അതാണ് കാർട്ട്-വീൽ ലൈക്ക് ഓർഗനൈസേഷൻ. സെൻട്രിയോളിൻ്റെ സ്ട്രക്ചറാണ്. സീലിയ അഥവാ ഫ്ലാജല്ലത്തിൻ്റെ ആക്സൈൽ ഫിലമെൻ്റ് അഥവാ ആക്സോണിമിന് മൈക്രോട്യൂബ്യൂളുകളുടെ അറേഞ്ച്മെൻറ്റ് ഫോർമുല 9+2 ആണ്. അവിടെ നടുക്ക് 2 മൈക്രോട്യൂബ്യൂളുണ്ട്. അപ്പോൾ അവിടെ നടുക്ക് സോളിഡ് പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് അത് കാർട്ട്-വീൽ ഓർഗനൈസേഷൻ എന്ന് പറയത്തില്ല. അപ്പോൾ സെൻട്രിയോളിനാണ് കാർട്ട്-വീൽ ലൈക്ക് ഓർഗനൈസേഷൻ. ഫോർമുല 9+0. ടിപ്പിക്കൽ എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് ഇൻ ആൻജിയോസ്പേമീസ്, അതായത് യങ് ഓവ്യൂളിൽ മെഗാസ്പോർ മദർ സെൽ മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ സെൽസ്, ലീനിയർ ടെട്രാഡ് ഓഫ് 4 മെഗാസ്പോർസ്, അതിൽ 3 നശിച്ചു പോയിട്ട് 1 ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പോൾ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് പിന്നെ 3 മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് 8 ന്യൂക്ലിയസ് ഉണ്ടായി 7 സെൽഡ് എംബ്രിയോസാക്ക് ആകും. അതാണ് ടിപ്പിക്കൽ. അപ്പോൾ ഒരു മെഗാസ്പോറിൽ നിന്ന് വരുന്നതുകൊണ്ട് മോണോസ്പോറിക് ടൈപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസാക്ക്. ആ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് 2 ആകും. ഒരു മൈറ്റോസ് കഴിയുമ്പോൾ വീണ്ടും ഒരു മൈറ്റോസിസ്, അപ്പോൾ 4 ന്യൂക്ലിയസ്. 3rd മൈറ്റോസിസ് 8 ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് 1, 2, 3 3 സീക്വൻഷ്യൽ മൈറ്റോസിസ് കഴിയുമ്പോഴാണ് 8 ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. ആണ് ടിപ്പിക്കൽ. സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് ഈസ് ഓൾസോ നോൺ ആസ്, അത് എർലിയർ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിനിലെ കോംപ്ലക്സ് 2 ആയിട്ടാണ് സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് എൻസൈമും അതിൻ്റെ കോംപ്ലക്സും പ്രവർത്തിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് മെച്യൂർ പോളൻ ഗ്രെയിൻ ഇൻ മെജോറിറ്റി ഓഫ് ഡൈക്കോട്സ് ഇൻവോൾവ്. പോളൻ ഗ്രെയിൻ, എംബ്രിയോസാക്ക് ഫീമെയിൽ ഗാമറ്റോഫൈറ്റാണ്, അതിലാണ് എഗ് ഇരിക്കുന്നത്. പോളൻ ഗ്രെയിനും അത് വളർന്നുണ്ടാകുന്ന പോളൻ ട്യൂബിലുമാണ് സ്പേം മെയിൽ ഗ്യാമേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിനെയും പോളൻ ട്യൂബിനെയും ഒക്കെ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് പറയുക. മെജോറിറ്റി ഡൈക്കോട്ടിലും മെച്യൂർ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുമ്പോൾ 2 സെല്ലാണ്. അപ്പോൾ അതുണ്ടാകാനായിട്ട് എത്ര മിയോസും എത്ര മൈറ്റോസും വേണം? യങ് ആന്തറിലെ പോളൻ സാക്കിനകത്തുള്ള സ്പോറോജനസ് ടിഷ്യൂ, അതിലെ ഓരോ സെല്ലും ഡിപ്ലോയിഡ് പോളൻ മദർ സെല്ലാണ്. പോളൻ ഗ്രെയിൻ ഉണ്ടാക്കാനുള്ള സ്റ്റാർട്ടിംഗ് സെൽ പോളൻ മദർ സെൽ, PMC, ഡിപ്ലോയിഡ് സെൽ യങ് ആന്തറിൽ. ആ ഓരോ പോളൻ മദർ സെല്ലും മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ കഴിയുമ്പോൾ ഒരു പോളൻ ടെട്രാഡാണ്. നാല് സെല്ലുകൾ, 4 ഹാപ്ലോയിഡ് സെല്ലുകളുള്ള പോളൻ ടെട്രാഡ്. ഇതിലെ ഓരോ സെല്ലും വളർന്ന് ഒരു പോളൻ ഗ്രെയിനാണ്. പോളൻ ഗ്രെയിൻ ആകുമ്പോൾ അതിൽ 2 സെൽ, ഒരു ചെറിയ സെല്ല് ഒരു വലിയ സെല്ല്, ജനറേറ്റീവ് സെൽ, വെജിറ്റേറ്റീവ് സെൽ. ബൈ ദിസ് ടൈം സ്പോറോപൊളിനിൻ ഡെപ്പോസിറ്റ് ചെയ്ത എക്സൈനൊക്കെ ഉണ്ടാകും, എക്സൈൻ ഇൻറ്റൈൻ.
2 സെല്ലുകൾ, വെജിറ്റേറ്റീവ് സെൽ ലാർജ്, അതിൽ ഫ്ലോട്ട് ചെയ്യുന്ന ചെറിയൊരു സെൽ ജനറേറ്റീവ് സെൽ. അപ്പോൾ ഒരു മൈക്രോസ്പോർ മദർ സെൽ അഥവാ പോളൻ മദർ സെൽ, അത് മിയോസ് നടന്ന് 4 മൈക്രോസ്പോർ, ആ 4 മൈക്രോസ്പോറിൽ ഓരോന്നും വളർന്നൊരു പോളൻ ഗ്രെയിൻ. ഇങ്ങനെ 4 മെച്ചർ പോളൻ ഗ്രെയിൻ ചേർന്നിരിക്കുന്നതാണ് പോളൻ ടെട്രാഡ്. 4 മൈക്രോസ്പോർ 4ഉം വളരും, ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെ 4ഉം വളരും. ഓരോ മൈക്രോസ്പോറും വളർന്നൊരു പോളൻ ഗ്രെയിൻ ആകും. അങ്ങനെ 4 പോളൻ ഗ്രെയിൻ ഉണ്ടാകും ഒരു പോളൻ മദർ സെല്ലിൽ. മെച്ചുവർ പോളൻ ഗ്രെയിൻ ആയപ്പോൾ അതിലെ ജനറേറ്റീവ് സെല്ലാണ് മെയിൽസ് ഗ്യാമേറ്റ്, ഇത് വെജിറ്റേറ്റീവ് സെൽ. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ബെയറിംഗ് സ്ട്രക്ചറാണ് ഈ മെച്ചുവർ പോളൻ ഗ്രെയിൻ. മെയിൽ ഗ്യാമറ്റോഫൈറ്റാണ്. 2 സെൽ. അപ്പോൾ ഇതിന് ഒരു മിയോസിസ് വേണം. പോളൻ മദർ സെൽ അഥവാ മൈക്രോസ്പോർ മദർ സെൽ ഡിപ്ലോയിഡാണ്. അത് ഒരു മിയോസിസ് റിഡക്ഷൻ ഡിവിഷനിലൂടെ 4 മൈക്രോസ്പോർസ്, 4 മൈക്രോസ്പോർസ് ഹാപ്ലോയിഡ് സെല്ലുകൾ. ഒരു PMC അഥവാ മൈക്രോസ്പോർ മദർ സെൽ, ഒരു മിയോസ് കഴിഞ്ഞപ്പോൾ 4 മൈക്രോസ്പോർസ്. അതിൽ ഓരോ മൈക്രോസ്പോറും ഈച്ച് മൈക്രോസ്പോർ ബൈ 1 മൈറ്റോസിസ്. ഒരു മൈറ്റോസിസ് മതിയല്ലോ 2 ന്യൂക്ലിയസ് ഉണ്ടാകാൻ, ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആകാൻ ഒരു മൈറ്റോസിസ്. 2 സെൽഡ് മെച്ചുവർ പോളൻ ഗ്രെയിൻ ആകാൻ. അപ്പോൾ മെച്ചുവർ പോളൻ ഗ്രെയിൻ ഉണ്ടാകാൻ മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെല്ലിൽ നിന്ന് ഒരു മിയോസിസ്, അതിനുശേഷം ഓരോ ഹാപ്ലോയിഡ് മൈക്രോസ്പോറും ഒരു മൈറ്റോസിസ് നടക്കുമ്പോൾ 2 സെല്ലുള്ള മെച്ചുവർ പോളൻ ഗ്രെയിനായി. സോ 1 മിയോസിസ് ആൻഡ് 1 മൈറ്റോസിസ് മതി. ഡിസാമിങ് ഈസ് നെസസറി ഇൻ കേസ് ഓഫ് RDNA ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്. അവിടെ ഡോണർ ജീൻ, വെക്റ്റർ, എഫിഷ്യൻ്റ് ഒറിയും മറ്റുമുള്ള വെക്റ്റർ DNA മുറിച്ച് ആ ഗ്യാപ്പിൽ ഡോണർ ജീൻ ഇൻസെർട്ട് ചെയ്ത് RDNA റീകോമിനൻ്റ് DNA ആക്കിയിട്ട് നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് കയറ്റുമല്ലോ. അപ്പോൾ ഈ വെക്റ്ററായിട്ട് ഉപയോഗിക്കുന്ന DNAക്ക് എഫിഷ്യൻ്റ് ഒറി വേണം, ഹോസ്റ്റിൽ കയറാനുള്ള ശേഷി വേണം. ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഹയർ പ്ലാന്റ്സിലും ഹ്യൂമനിലും ഒക്കെ ഉള്ള സെല്ലുകളിലേക്ക് ജീൻ കയറ്റാൻ ഉപയോഗിക്കുന്ന വെക്ടർ പൊതുവേ പാത്തോജൻസിനെയാണ്. അതായത് പാത്തോജൻസ് ഷുവർ ടു എൻ്റർ ദ ഹോസ്റ്റ് സെൽ. അപ്പോൾ പാത്തോജൻസിനെ അതിൻ്റെ പാത്തോജനിക് DNA വെക്ടറായിട്ട് ഉപയോഗിച്ചാൽ ഷുവറായിട്ട് കയറും. അപ്പോൾ നമ്മുടെ സെല്ലുകളിൽ ഷുവറായിട്ട് കയറുന്ന റിട്രോ വൈറസുകളെ വെക്ടറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഡോണർ ജീൻ അതിൽ ഇൻസെർട്ട് ചെയ്താൽ ഷുവറായിട്ട് നമ്മളിൽ കയറി ഇൻ്റഗ്രേറ്റഡ് ആകും. പക്ഷേ ആ വെക്ടർ കൊണ്ട് നമുക്ക് രോഗം വരാൻ പാടില്ല. അതുകൊണ്ട് ആ വെക്ടർ റിട്രോ വൈറസിനെ പാത്തോജൻ ആണല്ലോ, പാത്തോജൻ വെക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എബിലിറ്റി നശിപ്പിക്കണം, ദോഷമുള്ള ഭാഗങ്ങൾ നശിപ്പിക്കണം. അതാണ് ഡിസാമിങ്, റിമൂവൽ ഓർ ഡെലീഷൻ ഓഫ് ഹാംഫുൾ പാർട്ട് ഓഫ് ദ പാത്തോജനിക് വെക്ടർ. അതാണ് ഡിസാം ചെയ്തിട്ട് കയറ്റിയാൽ പിന്നെ അതിന് പെരുകാനും നമുക്ക് രോഗം ഉണ്ടാക്കാനും കഴിയില്ല ആ വെക്ടർ. സോ പാത്തോജൻസ് യൂസ്ഡ് ആസ് വെക്ടർ. രോഗാണുക്കളായ പാത്തോജനുകളെ നല്ല ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വെക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് റിട്രോ വൈറസ് പോലുള്ള വെക്ടറുകളെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ വെക്ടറിനെ ഡിസാം ചെയ്യണം. അതിൻ്റെ ദോഷഭാഗം റിമൂവ് ചെയ്തിട്ട് വേണം വെക്ടറായിട്ട് ഉപയോഗിക്കാം. മറ്റ് സ്റ്റെപ്പുകളിലൊന്നും അല്ലത് വേണ്ട. ഐഡൻറ്റിഫൈ ദ മിയോട്ടിക് സ്റ്റേജ് അറ്റ് വിച്ച് കയാസ്മാറ്റ അപ്പിയർ. കയാസ്മാറ്റ ഹോമലോഗസ് ക്രോമസോംസ് സിനാപ്സ് ചെയ്ത് പെയറാകുന്നത് സൈഗോട്ടീനിൽ, പാച്ചിറ്റീനിൽ ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ ഇൻ പാച്ചിറ്റീൻ, പല സ്ഥലത്തും ക്രോസിംഗ് ഓവർ നടക്കാം ഒരു ബൈവാലൻറ്റിൽ. അതിനുശേഷം ഡിപ്ലോട്ടീൻ ആകുമ്പോൾ ഈ ക്ലോസ്ലി പെയർഡ്
സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കൊണ്ട് പെയർ ചെയ്തിരിക്കുന്ന ഈ ബൈവാലൻറ്റിൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഹോമലോഗസ് ക്രോമസോംസ് ഡിസ്ജങ്ക്റ്റ് ചെയ്യും, അകന്നു പോകാൻ ശ്രമിക്കും. പക്ഷെ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഹോമലോഗസ് ക്രോമസോം സ്റ്റിൽ കണക്റ്റഡ് ഇൻ ആൻ എക്സ് ഷേപ്ഡ് ഫാഷൻ. ഇതാണ് കയാസ്മ. ഈ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലങ്ങളാണ് കയാസ്മയായിട്ട് അപ്പിയർ ചെയ്യുന്നത്. സോ ഡിപ്ലോട്ടീനിലാണ് ക്രോസിംഗ് ഓവർ ഒക്കർ ഇൻ പാച്ചിറ്റീൻ. പക്ഷേ അത് എവിടെ നടന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല, കാരണം ത്രൂ ഔട്ട് ചേർന്നിരിക്കുക ഹോമലോഗുകൾ. എന്നാൽ ഹോമലോഗുകൾ ഡിസ്ജങ്ക്റ്റ് ചെയ്യുന്ന ഡിപ്ലോട്ടീനിൽ ചില സ്ഥലങ്ങളിൽ ഡിസ്ജങ്ക്റ്റ് ചെയ്യാതെ ചേർന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ എക്സ് ഷേപ്പിൽ കണക്റ്റഡായിട്ട് തോന്നും ആ ഭാഗങ്ങൾ. ക്രോസിംഗ് ഓവർ നടന്ന ഭാഗങ്ങളാണ് അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന കണക്ടിവിറ്റി ആയിട്ട്. അതാണ് കയാസ്മ കണക്ഷൻസ്. ഡിപ്ലോട്ടീനിലാണ് ഈ ചിത്രം വരുന്നത്. ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ച്. സെൻട്രോമിയർ ഡീകണ്ടൻസ്ഡ് ക്രോമസോം. സെൽ ഡിവിഷനിലെത്തി ക്രോമസോം മാക്സിമം കണ്ടൻസ്ഡായി മെറ്റാഫേസ് ക്രോമസോം. അപ്പോഴാണ് ക്രോമസോമിൻ്റെ 2 ക്രൊമാറ്റിഡിനെ ചേർത്ത് വയ്ക്കുന്ന സെൻട്രോമിയർ ഫുള്ളി ഓർഗനൈസ് ചെയ്ത് വരുന്നത്. സെൻട്രോമിയർ is the region or structure that connect the 2 chromatids of a metaphase chromosome. മാക്സിമം കണ്ടൻസ് ചെയ്ത ക്രോമസോമിലാണ് സെൻട്രോമിയർ ക്ലിയർലി ഡെവലപ്ഡ്. അപ്പോൾ ഡീകണ്ടൻസ്ഡ് ക്രോമസോം, അതായത് സെൽ ഡിവിഷൻ കഴിഞ്ഞ് ഡീകണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിനായി പോകുമ്പോൾ സെൻട്രോമിയർ ക്ലിയർലി ഓർഗനൈസ്ഡ് അല്ല. അപ്പോൾ അത് തന്നെയാണ് ഇൻകറക്റ്റ് മാച്ച്. പെറോക്സിസോം ഒരു മൈക്രോബോഡി, അത് കറക്റ്റ് മാച്ച്. ന്യൂക്ലിയോലസ് സൈറ്റ് ഫോർ റൈബോസോമൽ ആർഎൻഎ സിന്തസിസ്, അത് കറക്റ്റ് മാച്ച്. ലൈസോസോം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. The C4 plants are photosynthetically more efficient because എന്തുകൊണ്ടാണ് C4 plants ഇന്നത്തെ കാർബൺ ഡയോക്സൈഡ് സാഹചര്യത്തിൽ മാക്സിമം നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കാരണം? അതിന് കാരണം they have Kranz anatomy, അതായത് ബണ്ടിൽ ഷീത്ത് മൾട്ടി ലെയർഡാണ്. അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റുകളിൽ മാത്രമേ റുബിസ്കോ ഉള്ളൂ. ആ ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് സെല്ലുകൾ ഇംപർവിയസ് ടു ഗ്യാസസ്, അതിൽ നിന്ന് വാതകങ്ങൾ പുറത്തു പോവില്ല, അകത്തോട്ട് വരില്ല. മീസോഫിൽ സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റിൽ റുബിസ്കോ ഇല്ലാതാനും. അങ്ങനെ 2 മീസോഫിൽ സെൽ ക്ലോറോപ്ലാസ്റ്റ്, ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് അവരുടെ ആ ചേർന്നുള്ള C4 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ നിൽ. കാരണം ഒരിക്കലും റുബിസ്കോ ഓക്സിജനുമായിട്ട് ചേരുന്ന പ്രശ്നം ക്രാൻസ് അനാറ്റമിയുള്ള C4 പ്ലാന്റിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ എഫിഷ്യൻ്റ് ആകുന്നത്. ദേ ഹാവ് ക്രാൻസ് അനാറ്റമി. ദേ ലിവ് ഇൻ കാർബൺ ഡയോക്സൈഡ് വെച്ച എൻവയോൺമെൻറ്റ് അല്ല. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളതുകൊണ്ടല്ല അവർ എഫിഷ്യൻ്റ് ആയത്. ദ കാർബൺ ഡയോക്സൈഡ് ജനറേറ്റഡ് ഡ്യൂറിങ് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് റീസൈക്കിൾഡ്. ഫോട്ടോ റെസ്പിറേഷൻ 0 ആണല്ലോ ആ പ്ലാന്റിൽ. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് റീസൈക്കിൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ആ പ്ലാന്റ്സിനില്ല. അപ്പോൾ അതൊന്നുമല്ല, ഓൾ ഓഫ് ദീസും അല്ല. ദ ഓൺലി റീസൺ ദേ ഹാവ് ക്രാൻസ് അനാറ്റമി. ഈ പറയുന്നതൊന്നും അതിൻ്റെ റീസൺസ് അല്ല. CF0 of ATP synthase is proton channel. അതായത് തൈലക്കോയിഡ് മെംബ്രെയിനിലും മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിനിലും പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് മെംബ്രെയിന് ഇരുവശമുണ്ട്. ഈ മെംബ്രെയിനിൽ ചില ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് CF0, കപ്ലിംഗ് ഫാക്ടർ 0 ഓർ സിംപ്ലി F0 പാർട്ടിക്കിൾ. എന്നിട്ട് ഒരു സർഫസ് പ്രോട്ടീൻ ഇങ്ങനെയുണ്ട്, അതാണ് CF1 ഓർ F1, കപ്ലിംഗ് ഫാക്ടർ 1. ഈ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ പ്രോട്ടോൺ ചാനലാണ്. അതായത് H+ ഓർ പ്രോട്ടോൺസിനെ പാസീവായിട്ട് മറുവശത്തേക്ക് ഹൈ പ്രോട്ടോൺ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് ലെസ് പ്രോട്ടോൺ കോൺസെൻട്രേറ്റഡ് റീജിയനിലേക്ക് ഈ ചാനൽ പ്രോട്ടീൻ വഴി ഇങ്ങനെ പാസീവായിട്ട് പ്രോട്ടോൺ ഡൗൺഫോൾ ചെയ്യും. അപ്പോൾ പ്രോട്ടോൺ ചാനലാണ്. പ്രോട്ടോൺ കൂടുതലുള്ളത്തേക്ക് പ്രോട്ടോൺ ആക്റ്റീവായിട്ട് കയറ്റിവിടുന്നതാണ് പമ്പ്. അപ്പോൾ ഈ CF0 പ്രോട്ടോൺ കുറവുള്ളിടത്തേക്ക് പ്രോട്ടോണിനെ ഡൗൺഫ്ലോ ചെയ്യുകയാണ്. പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഒഴുകുകയാണ്. അപ്പോൾ അത് ചാനലാണ്, പ്രോട്ടോൺ ചാനൽ, നോട്ട് പ്രോട്ടോൺ പമ്പ്.
അപ്പോൾ എനർജി ലിബറേറ്റ് ചെയ്യും. ഈ CF1 ATP നിർമ്മിക്കാനുള്ള എൻസൈമാണ്. അവിടെ ATP ഉണ്ടാവുകയും ചെയ്യും. ADPയും ഇനോർഗാനിക് ഫോസ്ഫറസും ഈ പ്രോട്ടോൺ ഫ്ലോയിൽ കിട്ടുന്ന ഊർജ്ജവും കൂടെ ചേർന്ന് ATP ഉണ്ടാക്കാനുള്ള എൻസൈമായിട്ട് CF1 പ്രവർത്തിക്കും. അപ്പോൾ ഇത് എൻസൈം, ഇത് ചാനൽ, പ്രോട്ടോൺ ചാനൽ. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ചൂസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സൈറ്റോക്രോം C ഈസ് എ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. അത് ശരിയാണ്. കാരണം മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ ഇങ്ങനെ കോംപ്ലക്സ് 3ക്കും 4നും ഇടയ്ക്ക് ഷട്ടിൽ പോലെ നീങ്ങാൻ കഴിവുള്ള മൊബൈൽ ഇലക്ട്രോൺ കാരിയറാണ് സൈറ്റോക്രോം C. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. കാൽവിൻ സൈക്കിൾ വാസ് ഫസ്റ്റ് ട്രേസ്ഡ് ഇൻ ആൽഗ. ക്ലോറല്ല എന്ന ആൽഗയിലാണ് C14 കാർബൺ ഡയോക്സൈഡ് ഫീഡ് ചെയ്തിട്ട് കാൽവിൻ ആ പഠനം നടത്തി. അത് ശരിയാണ്. ടെർപ്പീൻസ് ആർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ടെർപ്പീൻസ്, മോണോടെർപ്പീൻസ്, ഡൈടെർപ്പീൻസ്, പോളിമറിക് ടെർപ്പീൻസ്, ഇങ്ങനെ പലതരം ടെർപ്പീനുകൾ, ഡിറൈവ്ഡ് ഫാറ്റി ആസിഡ്സ് ആണ് ടെർപ്പീൻസ്. ഐസോപ്രിൻ യൂണിറ്റുകളുടെ കോമ്പിനേഷനിലാണ് ടെർപ്പീൻസ് ഉണ്ടാകുക. C5H8 ഐസോപ്രിൻ, ഹൈഡ്രോകാർബൺ, ഫാറ്റി ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സായിട്ട് ഐസോപ്രിൻസ് ഉണ്ടാകും. ഇത് ചേർന്നാണ് ടെർപ്പീൻസ് രൂപപ്പെടുന്നത്. പ്ലാന്റുകളിൽ നാച്ചുറലി ടെർപ്പീൻസ് ഉണ്ടാകും. അവ സെക്കൻഡറി മെറ്റബോളൈറ്റുകളാണ്. ആ ഉണ്ടാകുന്ന പ്ലാന്റിൽ ആ ടെർപ്പീൻ വേറൊരു ഫിസിയോളജിക്കൽ പ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. വേറെ എക്കോളജിക്കലായിട്ടും ഒക്കെയുള്ള ധാരാളം ഫങ്ഷൻസ് ടെർപ്പീൻസിനുണ്ട്. അപ്പോൾ ടെർപ്പീൻസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആയിട്ട് പ്ലാന്റിലുണ്ടാകും. കറക്റ്റ്. ഫങ്ഷണൽ എൻസൈം ഈസ് നോൺ ആസ് അപ്പോ എൻസൈം. അതാണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഫങ്ഷണൽ എൻസൈം ഈസ് ഹോളോ എൻസൈം. ഹോളോ എൻസൈം. പ്രോട്ടീനേഷ്യസ് എൻസൈമിൻ്റെ പ്രോട്ടീൻ മോളിക്യൂൾ മാത്രമാകുമ്പോഴാണ് അപ്പോ എൻസൈം. അതിൻ്റെ കൂടെ കോഫാക്ടറൂടെ ചേരുമ്പോഴേ അത് കാറ്റലിറ്റിക് ഫങ്ഷൻ വരും. അപ്പോൾ അത് ഹോളോ എൻസൈം എന്നാണ് അറിയപ്പെടുക. അപ്പോ എൻസൈം ഈസ് പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം പ്ലസ് കോഫാക്ടർ ലിങ്ക്ഡ് ഈസ് ഫങ്ഷണൽ എൻസൈം ഓർ ഹോളോ എൻസൈം. ഫങ്ഷണൽ എൻസൈം അപ്പോ എൻസൈം എന്നല്ല അറിയപ്പെടുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിങ് എ റിസസീവ് മ്യൂട്ടേഷൻ. അത് ശ്രദ്ധിക്കുക. ഒരു അലിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വന്ന് അത് വേറൊരു അലലിക് ഫോമിലേക്ക് മാറിയപ്പോൾ പഴയ പ്രോട്ടീൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഫങ്ഷൻലെസ് പ്രോട്ടീനാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ പ്രോട്ടീൻ തന്നെ ഉണ്ടാവാതിരിക്കാം. സോ മോഡിഫൈഡ് അലിൽ, സെക്കൻഡ് ഓപ്ഷൻ വായിക്കൂ, മോഡിഫൈഡ് അലിൽ പ്രൊഡ്യൂസ് നോൺ ഫങ്ഷണൽ എൻസൈം. ദാറ്റ് ഈസ് കറക്റ്റ്. അല്ലെങ്കിൽ മോഡിഫൈഡ് അലിൽ പ്രൊഡ്യൂസ് നോ എൻസൈം, അങ്ങനെ വന്നാലും ശരിയാണ്. മോഡിഫൈഡ് അലിൽ പ്രൊഡ്യൂസ് ഫേവറബിൾ ട്രൈറ്റ്. ഈ മാറിയ അലിൽ ജീവിക്ക് അനുകൂലമായ ഒരു ട്രൈറ്റ് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ദോഷമുള്ള ട്രൈറ്റ് ഉണ്ടാക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. മോഡിഫൈഡ് അലിൽ റിസസീവ് എക്സ്പ്രഷൻ കാണിച്ചേക്കാം. പക്ഷേ ആ റിസസീവ് എക്സ്പ്രഷൻ ചിലപ്പോൾ വാണ്ടഡ് എക്സ്പ്രഷൻ ആകാം, അൺവാണ്ടഡ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മ്യൂട്ടേറ്റഡ് അലിൽ നോർമൽ അലിൽ ഉണ്ടാക്കുന്ന എൻസൈം ഉണ്ടാക്കുന്നില്ല. ദാറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ് നീഡ് നോട്ട് ബി എ അൺവാണ്ടഡ് ട്രൈറ്റ് ഓർ വാണ്ടഡ് ട്രൈറ്റ്. അത് ഏതും ആകാം. റിസസീവ് ട്രൈറ്റ് നീഡ് നോട്ട് ഓൾവേസ് ആൻ അൺവാണ്ടഡ് ട്രൈറ്റ്. നല്ല ഗുണങ്ങളും റിസസീവായിട്ട് വരാം. മോഡിഫൈഡ് അലീലിൻ്റെ ഫലമായിട്ട് നല്ല ഗുണങ്ങളും വരാം. പക്ഷേ വൈൽഡ് അലീലിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം അതുണ്ടാക്കുന്ന എൻസൈം ഇതിനുണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് ഡിഫറൻസ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ആപ്റ്റ്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനിൽ കെയർഫുള്ളായിട്ട് വായിച്ചു നോക്കുക, നമുക്ക് തറവായിട്ടത് അറിയാം. ഫോർത്ത് ഓപ്ഷൻ നോക്കൂ. കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഈസ് synthesized in 5' to 3' direction, while the discontinuous strand is synthesized in 3' to 5' direction. അത് തന്നെയാണ് തെറ്റ്. കാരണം എപ്പോഴും ഒരു പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാകുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന സ്ട്രാൻഡ് ആയാലും ഫ്രാഗ്മെൻ്റ് ആയിട്ടുണ്ടാകുന്ന സ്ട്രാൻഡ് ആയാലും, സ്ട്രാൻഡ് സിന്തസിസ് ഈസ് 5' to 3' ഓൾവേസ്. അല്ലാതെ 3' to 5' ഡയറക്ഷനിൽ ഒരു ന്യൂ സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യുകയില്ല. സോ ഫോർത്ത് ഈസ് റോങ്. DNA fingerprinting involves several steps in specific sequence. Find the option showing correct sequence of given steps. Digestion of DNA, isolation of DNA, separation of fragments using electrophoresis, hybridization using labeled VNDR probe, and Southern blotting
ഈ സ്റ്റെപ്പുകളിൽ ആദ്യം വരേണ്ടത് ബി ആണ്. സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുക. പിന്നെ എ വരണം, ആ DNA ഡൈജസ്റ്റ് ചെയ്ത് കഷ്ണങ്ങൾ ഫ്രാഗ്മെൻ്റ് ആക്കുക. പിന്നീട് സി വരും, സെപ്പറേഷൻ ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് യൂസിങ് അഗാർ ജെൽ ഇലക്ട്രോഫോറസിസ്. അത് കഴിഞ്ഞാൽ വരേണ്ടത് സതേൺ ബ്ലോട്ടിങ്, ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ നിന്ന് ബ്ലോട്ട് ചെയ്ത് നൈട്രോസെല്ലോസ് ഫിലിമിലേക്ക് കഷ്ണങ്ങളുടെ ബാൻഡുകളെ മാറ്റണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് VNTR പ്രോബ് ഹൈബ്രിഡൈസേഷൻ. സതേൺ ബ്ലോട്ടിങ്ങിന് ശേഷമാണ് VNTR പ്രോബ് ഹൈബ്രിഡൈസേഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റെപ്പുണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി, ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അത് തെളിയിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ തന്നേക്കുന്നതിൻ്റെ സീക്വൻസ് BACED, ദറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസീസ് ഒച്ചോവ എൻസൈമിൻ്റെ വേറൊരു പേരാണ് പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർതർ കോൺബർഗ് ആണ് ആദ്യം DNA പോളിമറേസ് എൻസൈം, DNA റെപ്ലിക്കേഷനുള്ള എൻസൈം ബാക്ടീരിയകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഇൻവിട്രോയിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യാമെന്നൊക്കെ തെളിയിച്ചത്. കോൺബർഗ് എൻസൈം, DNA പോളിമറേസ്. ഖൊരാന എൻസൈം എന്നൊരു എൻസൈം റിയലി ഇല്ല. ഖൊരാനയുടെ ഗ്രേറ്റ്നെസ് ഓർ മഹത്വം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അദ്ദേഹം തെളിയിച്ചു ഒരു എൻസൈമും വേണ്ട, ഒരു ടെംപ്ലേറ്റ് DNAയും നൽകണ്ട, ന്യൂക്ലിയോടൈഡുകൾ ഓൺ ആഫ്റ്റർ ഇങ്ങനെ ചേർത്ത് കെമിക്കൽ പ്രോസസ്സിലൂടെ, ഹീറ്റിംഗ് പ്രൊസീജിയറിലൂടെ മാത്രം, എൻസൈം ഇല്ലാതെ ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് ഒളിഗോ ന്യൂക്ലിയോടൈഡ് ചെയിൻ, ഒരു 10, 20, 30, 40 ന്യൂക്ലിയോടൈഡുകളുള്ള നീളം കുറഞ്ഞ ഒളിഗോ ചെയിനുകൾ കെമിക്കലായിട്ട് എൻസൈം ഇല്ലാതെ നിർമ്മിക്കാമെന്ന്, അതായത് കെമിക്കൽ സിന്തസിസ് ഓഫ് DNA ആൻഡ് RNA ഒളിഗോ ചെയിൻസ്, അതാണ് ഖൊരാനയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്നിട്ട് ആ ഷോർട്ട് ചെയിനുകളെ പിന്നീട് DNA ലിഗേസ് എൻസൈം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ലോങ് ചെയിൻ ഉണ്ടാക്കാനും ഖൊരാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇൻവിട്രോയിൽ വെച്ച്. അപ്പോൾ ഖൊരാന എൻസൈം എന്നൊരു എൻസൈം ഇല്ല. അദ്ദേഹം എൻസൈം ഇല്ലാതെ, ടെംപ്ലേറ്റ് ഇല്ലാതെ, കെമിക്കൽ രീതിയിൽ ഷോർട്ട് ഓർ ഒളിഗോ DNA RNA ചെയിൻസ് കൃത്രിമമായിട്ട് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ്. ആർട്ടിഫിഷ്യലായിട്ട് പല എൻസൈമുകൾ ശാസ്ത്രലോകത്തുണ്ടാക്കുന്നുണ്ട്. ഈ പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ചില ബാക്ടീരിയകളിലുണ്ട്. ഈക്കോളയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്താണ്, ഒച്ചോവ എക്സ്ട്രാക്ട് ചെയ്തു. ആ എൻസൈമിനൊരു കഴിവുണ്ട്, സവിശേഷ കഴിവ്. ടെംപ്ലേറ്റ് ഇല്ലാതെ RNA ന്യൂക്ലിയോട്ടൈഡുകളെ ഫാസ്റ്റായിട്ട് ചേർക്കാൻ പറ്റും ഈ എൻസൈമിന്. സാധാരണ DNA പോളിമറൈസ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. സാധാരണ RNA പോളിമറൈസ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസാണ്, അല്ലെങ്കിൽ RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. എന്നാൽ പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ഒരു ടെംപ്ലേറ്റ് ഇല്ലാതെ RNA പെട്ടെന്ന് നിർമ്മിക്കുന്ന ഒരു ബാക്ടീരിയൽ എൻസൈം. അത് ഒച്ചോവ കണ്ടുപിടിച്ചതുകൊണ്ട്, എക്സ്ട്രാക്ട് ചെയ്തതുകൊണ്ട് ഒച്ചോവ എൻസൈം. അപ്പോൾ ആർട്ടിഫിഷ്യൽ എൻസൈം അല്ല പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ്, ബാക്ടീരിയൽ എൻസൈം തന്നെ ഒച്ചോവ ഡിസ്കവർ ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ എൻട്രൻറ്റ് മോളിക്യൂൾ ഓഫ് TCA സൈക്കിൾ, അതായത് പൈറുവിക് ആസിഡ്. ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് പൈറുവിക് ആസിഡ്. ഗ്ലൈക്കോളിസ് ആസച്ച് ഒരു എനൈറോബിക് പ്രോസസ്സാണ്, ഓക്സിജൻ ഉപയോഗിക്കാത്ത പ്രോസസ്സാണ്. പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ മോളിക്യൂൾ ആദ്യം അസറ്റൈൽ കോയെ ആകണം. അസറ്റൈൽ കോയെ 2 കാർബൺ. ഇതാണ് ഇനി TCA സൈക്കിൾ അഥവാ ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്സാലസറ്റിക് ആസിഡുമായിട്ട് ചേർന്ന് സിട്രിക് ആസിഡ് TCA ഉണ്ടായിട്ട് ഇങ്ങനെ സൈക്കിൾ. അപ്പോൾ ക്രബ് സൈക്കിൾ ഓർ TCA സൈക്കിളിലേക്കുള്ള എൻട്രൻ്റ് ഇതാണ് എൻ്റർ ചെയ്യുന്നത്. പൈറുവിക് ആസിഡ് അല്ല ഓക്സാലസറ്റിക് ആസിഡുമായിട്ട് ചേർന്ന് സിട്രിക് ആസിഡാണ്. പൈറുവിക് ആസിഡ് വാസ്തവത്തിൽ എയ്റോബിക്, ഇത് ഇവിടെ തൊട്ട് ഓക്സിജൻ ഡ്രിവണാണ്, എയ്റോബിക്കാണ്. മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയായി തുടർന്ന് TCA സൈക്കിൾ നടക്കുന്നു. ഇതെല്ലാം എയ്റോബിക്കാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എനൈറോബിക് ആയിരുന്നു. എനൈറോബിക്കിൻ്റെയും എയ്റോബിക്കിൻ്റെയും ലിങ്ക് പൈറുവിക് ആസിഡാണ്. പക്ഷേ TCA സൈക്കിളിലേക്കുള്ള എൻട്രൻ്റ് പൈറുവിക് ആസിഡ് അല്ല, അത് അസറ്റൈൽ കോയയാണ്. അസറ്റൈൽ കോയ ഈസ് മാരീഡ് ടു എ ബോയ് ഹാവിങ് അഫക്റ്റഡ് മദർ. ഇപ്പോൾ ഗേളിന് കളർ വിഷനുണ്ട്. ഗേൾ ഹാവ് 2 X ക്രോമസോം, XX. അവർക്ക് കളർ വിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ക്യാപിറ്റൽ C ഉണ്ട്. മറ്റേ ക്രോമസോമിൽ
സ്മോൾ സിയോ ക്യാപിറ്റൽ സി ആയാലും കളർ വിഷൻ ഉണ്ട്. ഹെട്രോസൈഗസും ഡോമിനൻസ് നിയമപ്രകാരം കളർ വിഷൻ കിട്ടും. അപ്പോൾ അത് നമുക്കറിയാൻ വയ്യ ആ പാർട്ടിൽ നിന്ന്. മാരീഡ് ടു എ ബോയ് XY ആണല്ലോ. ബോയ് ഹാവിങ് അഫക്റ്റഡ് മദർ എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ് മദറാണ്. അപ്പോൾ മദറിൻ്റെ ഒരു X ക്രോമസോം ഈ ബോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്മോൾ സി. ഇവർക്കുണ്ടായ ആദ്യത്തെ ചൈൽഡ്, മെയിൽ ചൈൽഡ് അഫക്റ്റഡാണ്. സ്മോൾ സി. ഒരു പ്രധാന തത്വം ഓർത്തിരിക്കണം. മെയിൽ ചൈൽഡ് റിസീവ് X ക്രോമസോം ഓൺലി ഫ്രം മദർ, നോട്ട് ഫ്രം ഫാദർ. ഫാദറിൽ നിന്നുള്ള വൈയും മദറിൽ നിന്നുള്ള ഒരു X ക്രോമസോമും ചേർന്നാണ് ആൺകുട്ടി ഉണ്ടാകുക, സൺ ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ഈ കളർ വിഷനുള്ള ഗേൾ, അവർക്കുണ്ടായ ആൺകുഞ്ഞിന് അഫക്റ്റഡാണ്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഗേളിൻ്റെ ഒരു X ക്രോമസോം സ്മോൾ സി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൺകുട്ടി ജനിച്ചത്. അപ്പോൾ അവർ കാരിയർ ഹെട്രോസൈഗസ്, കളർ വിഷൻ ഉണ്ടെങ്കിലും. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ആൺകുട്ടി ജനിക്കുമ്പോൾ അഫക്റ്റഡ് ആകാനുള്ള സാധ്യത 1/2, 50%. കാരണം ഈ X ക്രോമസോം കിട്ടിയ ആൺകുട്ടി ജനിച്ചാൽ അഫക്റ്റഡ് ആവത്തില്ല. ഈ X ക്രോമസോം കിട്ടുന്ന ആൺകുട്ടി ജനിച്ചാൽ അഫക്റ്റഡ് ആകും. ചാൻസ് ഈക്വലാണ്. അപ്പോൾ അടുത്ത ബർത്ത് അത് ആൺകുട്ടിയാകുന്ന ചാൻസ് വന്നാൽ അതിൽ തന്നെ ക്യാപിറ്റൽ സി X ക്രോമസോം കിട്ടിയ ആൺകുട്ടിയോ അല്ലെങ്കിൽ സ്മോൾ സി X ക്രോമസോം മദറിൽ നിന്ന് കിട്ടിയ ആൺകുട്ടിയോ ജനിക്കാനുള്ള സാധ്യത തുല്യമാണ്, 50-50. സോ 50% ചാൻസ് അറ്റ് എനി ബർത്ത്. ഗൈനക്കോമാസ്റ്റിയ, അതായത് XXY അനിപ്ലോയിഡ് കോമ്പിനേഷനുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ക്ലിൻഫെൽറ്റർ സിൻഡ്രോമായിട്ട് ജനിക്കും. അവർക്ക് Y ക്രോമസോമിന് ടെസ്റ്റിസ് വളരും, അവർക്ക് വലിയ മെൻ്റൽ ഡിഫിക്കൽറ്റി ഇല്ല, നല്ല ഹെൽത്ത് സ്ട്രാക്ചറൊക്കെ ഉണ്ട്. പക്ഷേ ഒൺലി പ്രോബ്ലം ദാറ്റ് XXY ഒരു ഡോസ് X കൂടുതലായതുകൊണ്ട് ഫീമെയിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കൂടുകയും മാമറി ഗ്ലാൻഡിലേക്ക് ഡെവലപ്മെൻറ്റ് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യും ത്രൂ ഔട്ട് ലൈഫ്. ആണ് ഗൈനക്കോമാസ്റ്റിയ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ ഒരു പ്രധാന സിംറ്റം. ജീൻസ് ലൊക്കേറ്റഡ് ഓൺ X chromosomes are also known as sex-linked trait. X chromosome being the important sex chromosome, അതിലിരിക്കുന്ന ജീനുകളെ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറുകൾ എന്നാണ് പറയുക. സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമിലിരിക്കുന്ന ജീനുകളാണ്, പക്ഷേ അവരുടെ എക്സ്പ്രഷനെ സെക്സ് ക്രോമസോം സ്വാധീനിക്കും. ഇപ്പോൾ ബിയേർഡ് ഡെവലപ്മെൻറ്റ് ഇൻ മാൻ, അതിൻ്റെ ജീൻ X ക്രോമസോമിലല്ല, പക്ഷേ മെയിൽ ഹോർമോൺ ഉണ്ടെങ്കിലേ അത് ഡെവലപ്പ് ചെയ്യും. അപ്പം മെയിൽ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രൈറ്റാണ് ബിയേർഡ്നെസ്. അതുപോലെ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഫീമെയിൽ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രൈറ്റ്. അതിൻ്റെ ഒന്നും ജീൻ X ക്രോമസോമിലൊന്നുമല്ല, പക്ഷേ സെക്സ് അനുസരിച്ച് ആ ട്രൈറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ബിയേർഡ് ഇൻ മാൻ, മാമറി ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഒക്കെ സെക്സ് ലിങ്ക്ഡ് ട്രൈറ്റുകളല്ല, പക്ഷേ അവ സെക്സ് ഡിഫറൻഷ്യേറ്റിംഗ് ട്രൈറ്റുകളാണ്. എന്നാൽ X ക്രോമസോമിലിരിക്കുന്ന നോൺ സെക്സ് ക്യാരക്ടർ ജീനുകൾ സെക്സ് ലിങ്ക്ഡ് ട്രൈറ്റുകൾ എന്നാണ് അറിയപ്പെടുക. കളർ വിഷൻ, ബ്ലഡ് ക്ലോട്ടിങ്, അതൊക്കെ സെക്സ് ലിങ്ക്ഡ് ട്രൈറ്റുകളാണ്. ലിങ്ക്ഡ് ജീൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ കുറേ ജീനുകൾ ഇരിക്കുമ്പോൾ അത് ലിങ്ക്ഡ് ആണ്. അത് ഓട്ടോസോമിലും ലിങ്ക്ഡ് ഗ്രൂപ്പ് ഉണ്ട്, സെക്സ് ക്രോമസോമിലും ലിങ്ക്ഡ് ഗ്രൂപ്പ് വരും. ഡിഫറെൻറ്റ്. ഇനി സെക്ഷൻ ബി, ഇവിടെ 15 ക്വസ്റ്റ്യൻ വരുന്നതിൽ 10 നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ചൂസ് ചെയ്യാം. Which of the following is an endogenous dormancy factor? അതായത് വിത്തുകൾ മുളയ്ക്കാതിരിക്കാനുള്ള ഡോർമൻസി ഫിനോമിനന് വിത്തിനകത്ത് തന്നെയുള്ള ചില കെമിക്കൽസ് കാരണമാകാം. അബ്സിസിക് ആസിഡ് എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതൽ വിത്തിലുണ്ടെങ്കിൽ അത് ജെർമിനേഷനെ തടയും, ഡോർമൻസി വരുത്തും. ഫിനോളിക് ആസിഡ് എന്ന ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കത്തില്ല. പാരാസ്കോർബിക് ആസിഡ്, ഇത് മൂന്നുമാണ്. അബ്സിസിക് ആസിഡ്, ഫിനോളിക് ആസിഡ്, പാരാസ്കോർബിക്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ വിത്ത് ഡോർമെൻ്റ് ആയിരിക്കും, മുളയ്ക്കുകയില്ല. ചൂസ് ദ ക്ലോണിംഗ് സൈറ്റ് ഇൻ PBR 322. അതായത് നമ്മൾ ഫോറിൻ ജീൻ, ഡോണർ ജീൻ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി മുറിക്കുന്ന സൈറ്റിനെയാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുക. സെലക്റ്റബിൾ മാർക്കർ ജീനുകൾക്കുള്ളിലുള്ള എൻസൈം കട്ടിംഗ് സൈറ്റുകളാണ് ജീൻ ഇൻസർട്ട് ചെയ്യാനുള്ള ക്ലോണിംഗ് സൈറ്റായിട്ട് ഉപയോഗിക്കുക. എങ്കിലേ ഇൻസർട്ട് ആയാൽ, റീകോമിനൻ്റ് ആയാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ
PBR322 2 സെലക്റ്റബിൾ മാർക്കർ ജീനുണ്ട് അല്ലേ? ആ ഡയഗ്രാം ക്ലിയർ ആയിട്ട് വരച്ച് പഠിക്കണം. അതിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, അതിനകത്ത് BAMH1 എൻസൈമിൻ്റെ സൈറ്റുണ്ട്, കട്ടിങ് സൈറ്റുണ്ട്, SAL1ൻ്റെ കട്ടിങ് സൈറ്റുണ്ട്. പിന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, അതും സെലക്റ്റബിൾ മാർക്കറാണ്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, അതിൽ PST1 എൻസൈമിൻ്റെ കട്ടിങ് സൈറ്റ്, PVU1 എൻസൈമിൻ്റെ കട്ടിങ് സൈറ്റുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ജീൻ ഇൻസർട്ട് ചെയ്യാൻ, ക്ലോൺ ചെയ്യാനായിട്ട് ഉള്ള എൻസൈമായിട്ട് ഉപയോഗിക്കാം. BAMH1 കൊണ്ട് മുറിച്ചാൽ അവിടെ ആയിരിക്കും ഡോണർ ജീൻ ഇൻസർട്ട് ചെയ്യുക, ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൽ. അപ്പോൾ അത് വെച്ച് സെലക്ട് ചെയ്യാം. എന്നാൽ ആ ഡയഗ്രാം നോക്കി അറിയാം, CLA1 എന്ന എൻസൈമിൻ്റെ കട്ടിങ് സൈറ്റ്, HIND3 എന്ന എൻസൈമിൻ്റെ കട്ടിങ് സൈറ്റ്, ICOR1 എൻസൈമിൻ്റെ കട്ടിങ് സൈറ്റൊക്കെ എസ്ചെരിഷ്യ കോളി ബാക്ടീരിയയുടെ ഒറിജിനൽ പ്ലാസ്മിഡിൻ്റെ ഭാഗത്തുണ്ട്. ആ ഈക്കോളൈ പ്ലാസ്മിഡിൽ സെലക്റ്റബിൾ മാർക്കർ ജീൻ ചേർത്തതിനെ ബെറ്റർ വെക്ടറാക്കിയപ്പോൾ ആ സെലക്റ്റബിൾ മാർക്കർ ജീനിലുള്ള കട്ടിങ് സൈറ്റാണ് നമ്മൾ ക്ലോണിങ് സൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാത്ത ഭാഗത്ത് മുറിച്ചിട്ട് ജീൻ ചേർത്താൽ സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിലും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിലും ഏത് എൻസൈമിൻ്റെ സൈറ്റ് ഉണ്ടെന്ന് വേണം നോക്കാൻ. അതിലേതൊന്ന് വേണമെങ്കിലും ക്ലോണിങ് സൈറ്റായിട്ട്, ജീൻ ഇൻസർട്ട് ചെയ്യാനുള്ള സൈറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ICOR1, CLA1 ഒക്കെ വേറെ ഭാഗത്താണ് ആ എൻസൈമിൻ്റെ സൈറ്റ്. റോപ്പ് റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡിലുള്ള ജീൻ അതൊന്നുമല്ല. അപ്പോൾ BAMH1 എന്ന എൻസൈം കൊണ്ട് കട്ട് ചെയ്യുന്ന സൈറ്റാണ് ക്ലോണിങ് സൈറ്റായിട്ട് ഈ തന്നേക്കുന്നതിൽ ഉപയോഗിക്കാം. Choose the wrong statement. PCR is useful for early detection of germs at genome level. ശരിയാണ്. വൈറസിൻ്റെയൊക്കെ DNA അഥവാ RNA ഉണ്ടോ എന്ന് പരിശോധിച്ച് നേരത്തെ രോഗം അറിയാനുള്ളതാണ്, അത് ശരിയാണ്. കമ്പയർഡ് ടു BAC, PBR322 ക്യാൻ ക്യാരി ലോങ് ആൻഡ് ഡോർണർ ജീൻ. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് PBR322 ഒരു 10 കിലോ ബേസ് നീളമുള്ള ഡോണർ ജീൻ ക്യാരി ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ലോങ്ങർ ഡോണർ ജീൻ ക്യാരി ചെയ്യാൻ പറ്റുന്നത് കോസ്മിഡിനാണ്. അതിനേക്കാൾ വളരെ നീളമുള്ള 350 കിലോ ബേസ് നീളമൊക്കെയുള്ള ജീനുകളെ ക്യാരി ചെയ്യാൻ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം അഥവാ BAC എന്ന വെക്ടറിന് കഴിയും. ബാക്ടീരിയയുടെ പ്ലാസ്മിഡല്ല, ബാക്ടീരിയയുടെ ജീനോമിക് DNA മോഡിഫൈ ചെയ്ത് വെക്ടറാക്കിയതാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. അതൊക്കെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മുടെ DNA കഷ്ണങ്ങളെ ബാക്ടീരിയയിൽ കയറ്റാൻ വേണ്ടിയുള്ള വലിയ പവർഫുൾ വെക്ടറായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ കമ്പയർഡ് ടു BAC, PBR322 അല്ല മോർ പവർഫുൾ വെക്ടർ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. Bacillus thuringiensis is currently used in biology as biopesticide. അതൊരു ജീവിയാണ്. അതുണ്ടാക്കുന്ന എൻഡോടോക്സിൻ, ക്രൈ പ്രോട്ടീൻ ഇൻസെക്റ്റ് പെസ്റ്റുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ബയോപെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നു. ബയോളജിക്കൽ പെസ്റ്റിസൈഡ്. Choose the wrong concept about human pedigree for Mendelian inheritance. അതിൽ സെക്കൻഡാണ് 1, 3, 4. അത് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയാൽ അറിയാം. അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ് പെഡിഗ്രി അനാലിസിന് കറക്റ്റ് കൺസെപ്റ്റ് അല്ലാത്തത്. നോ ചാൻസ് ഓഫ് അൺഅഫക്റ്റഡ് ഫീമെയിൽ ചൈൽഡ് വെൻ മദർ ഈസ് അഫക്റ്റഡ് ആൻഡ് ഫാദർ ഈസ് അൺഅഫക്റ്റഡ്. ഫാദർ അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം XY ക്രോമസോമിൽ ഇവിടെ അൺഅഫക്റ്റഡ് കളർ വിഷൻ ജീനുണ്ട്, സ്മോൾ c അല്ല. ഫാദർ അൺഅഫക്റ്റഡ് ആയാൽ ഈ ഫാദറിൻ്റെ X ക്രോമസോം പെൺമക്കൾക്ക് കിട്ടും. അപ്പോൾ പെൺമക്കൾക്ക് ഈ ഡോമിനൻ്റ് ജീൻ കിട്ടും. നോ ചാൻസ് ഓഫ് അൺഅഫക്റ്റഡ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ജീനുള്ള ഫീമെയിലിന് ചാൻസ് ഇല്ലെന്ന്. എപ്പോൾ അൺഅഫക്റ്റഡ് ഫാദർ വരുമ്പോൾ അത് തെറ്റാണ്. അൺഅഫക്റ്റഡ് ഫാദർ ആണെങ്കിൽ അൺഅഫക്റ്റഡ് ഫീമെയിൽ ചൈൽഡ് ഉണ്ടാകാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ് പെഡിഗ്രി അനാലിസിന് സ്യൂട്ടബിൾ അല്ലാത്തത്. ദി ATP synthase complex of mitochondria is located in ATP synthase complex 5. അത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഇന്നർ മെംബ്രെയിൻ്റെ ഫോൾഡുകളാണ് ക്രിസ്റ്റകൾ. അപ്പോൾ ക്രിസ്റ്റ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്റ്റ എന്ന് പറയാം. അതാണ് കറക്റ്റ്. വാട്ട് ഈസ് ദ നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ എയ്റോബിക് റെസ്പിറേഷൻ? അത് NCERT ലേറ്റസ്റ്റ് എഡിഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ എയ്റോബിക് റെസ്പിറേഷൻ നടന്നാൽ ടോട്ടൽ 38 ATP നെറ്റ് ഗെയിൻ ഉണ്ട്. 38 ATP ഉണ്ടാകും. അതിൽ
എക്സ്പെൻസ് ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല, അത്രയും തന്നെ നെറ്റ് ഗെയിൻ ഉണ്ട്. അതായത് ഗ്ലൈക്കോളിസിലുണ്ടാകുന്ന NADH2 മൈറ്റോകോൺട്രിയയിലേക്ക് വന്ന് അതും കൂടെ ഉണ്ടാകുമ്പോഴാണ് 38 ATP വരുന്നത്. ഒരു NADH2-ന് 3 ATP എന്ന തത്വത്തിൽ വരും. പക്ഷേ ആ ഗ്ലൈക്കോളിസിലെ 2 NADH2-കൾ മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ 2 ATP എക്സ്പെൻഡ് ചെയ്യുമെന്ന് പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അത് തെറ്റാണ്. അങ്ങനെ എക്സ്പെൻഡ് വേണ്ട. ആ NADH2 ഫെസിലിറ്റേറ്റഡ് രീതിയിൽ എനർജി ഇല്ലാതെ തന്നെ മൈറ്റോകോൺട്രിയയിലേക്ക് വരും. അതുകൊണ്ട് ഒരു ATPയും റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. 38 ATP totally produced, and that will be the net gain of ATP per glucose in aerobic respiration. Choose the PGR antagonistic to ABA. Abscisic acid opposing. Abscisic acid സീഡ് ഡോർമൻസിക്ക് കാരണമാകുമെങ്കിൽ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത് ഗിബെർലിനാണ്. സോ ഒപ്പോസിങ് ആക്ഷൻ ടു ABA ഉള്ള പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഗിബെർലിക് ആസിഡാണ്. Choose the element mostly important for nitrogen metabolism. നൈട്രോജൻ മെറ്റബോളിസത്തിലെ സുപ്രധാന എൻസൈമുകൾ നൈട്രോജനേസ് എൻസൈമിൻ്റെ ആക്ടിവേറ്ററാണ് മോളിബ്ഡിനവും അയണും. നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ ആക്ടിവേറ്ററാണ് മോളിബ്ഡിനം. സോ ഇവിടെ ഏറ്റവും കറക്റ്റ് ആൻസർ ഒന്നിൽ കൂടുതൽ എൻസൈംസ് കൺസേൺ വിത്ത് നൈട്രോജൻ മെറ്റബോളിസം വരുന്നത് മോളിബ്ഡിനം ആക്ടിവേറ്ററാണ്. അയൺ നൈട്രോജനേസിലുണ്ടെങ്കിലും വേറെ നൈട്രോജൻ മെറ്റബോളിക് എൻസൈമുകളിലൊന്നും അയണില്ല. സോ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ വിൽ ബി മോളിബ്ഡിനം. നൈട്രോജനേസിലും മോളിബ്ഡിനം ഉണ്ട്, നൈട്രേറ്റ് റിഡക്റ്റേസിലും മോളിബ്ഡിനം കോഫാക്ടറാണ്. സെലക്ട് ദ മിസ്മാച്ച്. മസ്റ്റാർഡ് പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ വിത്ത് ഫാൾസ് സെപ്റ്റം ശരിയാണ്. ഗുൽമോഹറിൻ്റെ ഫ്ലവർ സൈഗമോർഫിക് ആണ്, ശരിയാണ്. ഡയാന്തസ് ബേസൽ പ്ലാസൻ്റെയാണ് തെറ്റ്. ഡയാന്തസ് പ്രിംറോസ് പോലുള്ള ചെടികൾക്കാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. വളരെ ക്ലിയറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റോറേജ് റൂട്ട്. റൂട്ട് ഫുഡ് സ്റ്റോർഡ് ട്യൂബർ അയക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയിലാണ്. കൊളക്കേഷ്യയിൽ അണ്ടർഗ്രൗണ്ട് കോം എന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് സുളൻ. ഒനിയനിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. പൊട്ടറ്റോയിലും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്, റൂട്ടല്ല. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണം. GA ഗിബെർലിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് ബോൾട്ടിംഗ് ഹോർമോൺ. അതായത് കാബേജ് പോലുള്ള ചെടികൾക്ക് ഇൻഫ്ലോറസൻസ് വരുമ്പോൾ ആ സ്റ്റെം ഇൻഫ്ലോറസൻസ് പിഡങ്കിൾ സ്റ്റെം പെട്ടെന്ന് ഇങ്ങനെ നീണ്ടു വളരും. ആ ഒരു എലോങ്ങേറ്റിംഗ് ഇഫക്റ്റ്, ബോൾട്ടിംഗ് ഇഫക്റ്റ് GAയുടെ എഫക്റ്റാണ്. പ്ലാന്റ്സ് അബ്സോർബ് അയൺ, ഇരുമ്പ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഫെറസ് രൂപത്തിലല്ല, ഫെറിക് Fe3+ രൂപത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നൈട്രോസോമോണാസ് നൈട്രിഫയിങ് ബാക്ടീരിയ, അമോണിയയെ നൈട്രൈറ്റ് ആക്കുന്ന ബാക്ടീരിയയാണ്, അത് ശരിയാണ്. ഇംബിബിഷൻ ഈസ് ആസ് പെർ വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഡ്രൈ ഭാഗത്തേക്ക് വെള്ളം ചെല്ലുക, വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അനുസരിച്ചാണ് ഇംബിബിഷൻ നടക്കുക. സോ ഫെറിക് അയോൺ രൂപത്തിലാണ് ഇരുമ്പ് അബ്സോർബ് ചെയ്യുന്നത്. ചൂസ് ദി മെക്കാനിക്കൽ ടിഷ്യൂ ഓഫ് ലീഫ് പീറ്റ്യൂൾസ്. അതായത് പാരൻകൈമ, കൊലൻകൈമ, സ്ക്ലിയറൻകൈമ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. അതിൽ പാരൻകൈമ ലിവിങ് സെൽസാണ്, അതിൻ്റെ സെൽ വോൾ തിന്നായിരിക്കും. എന്നാൽ കൊലൻകൈമ ലിവിങ് സെൽസ് ആണെങ്കിലും കോർണേഴ്സ് ഹെമിസെല്ലോസ് ഡെപ്പോസിറ്റ് ചെയ്ത് ബലമുള്ള ഒരു ടിഷ്യൂ ആണ്. ദ ഓൺലി ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ. സ്ക്ലിയർകൈമ മെക്കാനിക്കൽ ബലമുള്ളതാണെങ്കിലും അത് ഡെഡ് ടിഷ്യൂ ആണ്. അപ്പോൾ ജീവനുള്ളത് ബലമുള്ളതുമായ ടിഷ്യൂ കൊലൻകൈമ. പാരൻകൈമ ജീവനുണ്ടെങ്കിലും ബലമില്ല. അപ്പോൾ ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ കൊലൻകൈമ. അത് ഡൈക്കോട്ട് യങ് സ്റ്റെമ്മിൻ്റെ ഹൈപ്പോഡെർമൽ കോർട്ടക്സിലുണ്ട്. അതുപോലെ തന്നെ ഇലഞ്ഞെട്ടിന് ബലം നൽകുന്ന, കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോകാതെ ഇലഞ്ഞെട്ടിന് ബലം നൽകുന്നത് ലീഫ് പീറ്റ്യൂളിൽ എപ്പിഡെർമിസിന് തൊട്ടുള്ളിലായിട്ട് കോലൻകൈമ ലെയറുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് കിട്ടും. കോലൻകൈമയാണ് ലീഫ് പീറ്റ്യൂളിന് സ്ട്രെങ്ത് നൽകുന്ന ടിഷ്യൂ. ടർഗർ പ്രഷർ ഓഫ് എ പ്ലാന്റ് സെൽ വിൽ ഇൻക്രീസ്. അതായത് സെല്ലിൽ ജലം വർദ്ധിക്കും തോറും ടർഗർ കൂടും. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ് പുറത്തെങ്കിൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ് സെല്ലിനേക്കാൾ. ഹൈപ്പോട്ടോണിക് സൊല്യൂട്ട് കുറഞ്ഞത്, അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ എൻഡോസ്മോസിസ്, വെള്ളം സെല്ലിലേക്ക് അബ്സോർബ് ചെയ്ത് കയറും. അപ്പോൾ ടർഗർ കൂടും. ടർഗർ പ്രഷർ ഓഫ് എ പ്ലാന്റ് സെൽ വിൽ ഇൻക്രീസ് ഡ്യൂ ടു എൻഡോസ്മോസിസ്, വാട്ടർ അബ്സോർഷൻ. അതിന് എന്ത് വേണം? സെൽ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ബാക്കി ഓപ്ഷൻസ് ഒന്നും സ്യൂട്ടബിൾ അല്ല. ആൻഡ് ലാസ്റ്റ്ലി ചൂസ് ദ ഹൈബ്രിഡ് വെറൈറ്റി വീറ്റ് resistant to fungal rust. Atlas 66, a wild wheat variety rich in proteins,
രത്ന, ജയരത്നയൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഹൈബ്രിഡ് വെറൈറ്റി റൈസസ് ആണ്. ഹിംഗിരിയാണ് ഒരു ഹൈബ്രിഡ് വീറ്റ് ഡെവലപ്ഡ് അറ്റ് ARI ആൻഡ് ദാറ്റ് ഹാവ് ജീൻ ഫോർ പക്സീനിയ, ബ്രൗൺ റസ്റ്റ് രോഗത്തിൻ്റെ റെസിസ്റ്റൻസിനുള്ള ജീനുണ്ട്. ഹിംഗിരി. പൂസ കോമൾ, എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കൗപ്പി ഡെവലപ്ഡ് ഇൻ IARI or Pusa Institute. So here the answer is Himgiri, very direct answer, ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആൻസർ തന്നെയാണ്. സോ വെരി വെൽ. അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓൺലി വൺ കണ്ടീഷൻ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ NCERT തറോ ആയിരിക്കണം. സോ വൺസ് മോർ റിവൈസ് NCERT ടോപ്പിക്സ് ക്വിക്ക്ലി ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ് for great score in the NEET examination. കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നീറ്റിന് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ബയോളജി ഫുൾ സ്കോർ ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ഡേ എവരിബഡി. നമ്മളിന്ന് റിഹേഴ്സൽ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. അതിലെ സുവോളജി പാർട്ട് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റ് us start with the questions. Question number 1. In humans, blood passes from the inferior vena cava to the diastolic right atrium of heart due to. ഇൻഫീരിയർ വീന കാവയിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാം, ഹാർട്ടിൽ ഇതാണ് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്നത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും വഴിയാണ്. അപ്പോൾ റൈറ്റ് ഏട്രിയം ഡയാസ്റ്റോളിയിലായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വീനക്കാവയിലുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയയാണ്, ലോ പ്രഷർ. അതേസമയം വീനക്കാവ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയയാണ്. അപ്പം നാച്ചുറലി ബ്ലഡ് മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. സോ ദി എക്സിസ്റ്റൻസ് ഓഫ് എ പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഈസ് നോൺ ആസ് ഏട്രിയൽ ഫില്ലിംഗ്. അതുകൊണ്ട് പുഷിംഗ് ഓപ്പൺ ഓഫ് ദ വീനസ് വാൽസ് അല്ല, സക്ഷൻ പുള്ളല്ല, സ്റ്റിമുലേഷൻ ഓഫ് ദ സിനോ ഏട്രിയൽ നോഡുമല്ല. ആൻസർ പ്രഷർ ഡിഫറൻസ് ആണ്. പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ വീനക്കാവ ആൻഡ് ഏട്രിയം. വീനക്കാവയിൽ ഹൈ പ്രഷർ ഏരിയ ആണ്, ഏട്രിയം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ ആണ്. അപ്പോൾ ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുന്നതിനെ നമ്മൾ ഏട്രിയൽ ഫില്ലിംഗ് എന്ന് പറയും. Atrial filling is due to the existence of a pressure gradient between the veins and the atrium. So the answer is 4. Next question. No new follicles develop during the luteal phase of menstrual cycle because menstrual cycle-ന് ഏതൊക്കെ ഫേസ് ആണുള്ളത്? മെൻസ്ട്രുവൽ ഫേസ് ഉണ്ട്, ഫോളിക്കുലാർ ഫേസ് ഉണ്ട്, ലൂട്ടിയൽ ഫേസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഓവുലേഷൻ നടക്കേണ്ട സമയം. ഇതാണ് ഓവുലേഷൻ നടക്കേണ്ടത്. ഓവുലേഷൻ നടക്കുന്നത് 14th ഡേയിലാണ്. ഇതാണ് മെൻസ്ട്രുവൽ ഫേസ്, ഇതാണ് മെൻസ്ട്രുവൽ ഫേസ്. ഇതെന്താണ്? ഇതാണ് ഫോളിക്കുലാർ ഫേസ്. ഇത് ലൂട്ടിയൽ ഫേസ്, ഇത് ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോൾ ഓവുലേഷന് മുമ്പുള്ളത് ഫോളിക്കുലാർ ഫേസ്, ഓവുലേഷന് ശേഷമുള്ളത് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് ഈസ് ഫോളോഡ് ബൈ മെൻസ്ട്രുവൽ ഫേസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോ ന്യൂ ഫോളിക്കിൾസ് ഡെവലപ്പ് ഡ്യൂറിങ് ദ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ഇവിടെയാണ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോളിക്കിൾസ് ഡെവലപ്പ് ഇവിടെ, ഫോളിക്കിൾസ് ഡെവലപ്പ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഹൈ ലെവൽ ഓഫ് FSH ആൻഡ് LH. ഇവിടെ നോ ഫോളിക്കിൾസ്, നോ ഫോളിക്കിൾസ് ഡെവലപ്പ്. എന്തുകൊണ്ടാണ് നോ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാത്തത്? LHൻ്റെ ലെവലും കുറവാണ്,
FSHൻ്റെ ലെവലും കുറവാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഫോളിക്കിൾസ്. ലൂട്ടിയൽ ഫേസിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നു, LHൻ്റെ അളവ് കുറയുന്നു. അതിനാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിക്കുന്നത്. FSHനെ LHനെ നമ്മൾ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഓവുലേഷന് മുമ്പ് FSHൻ്റെ LHൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നു. ഓവുലേഷന് ശേഷം FSHൻ്റെ LHൻ്റെ അളവ് കുറയുന്നു. സോ നോ ന്യൂ ഫോളിക്കിൾസ് ഡെവലപ്പ് ബിക്കോസ് ദ ഗൊണാഡോട്രോപ്പിൻ ലെവൽസ് fall during the luteal phase. ഗൊണാഡോട്രോപ്പിൻ ലെവൽസ് ഫോൾ ചെയ്യുന്നു. അതേസമയം ഇവിടെ എന്ത് കൂടുന്നു? പ്രൊജസ്റ്ററോൺ കൂടുന്നു. ഇവിടെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറവാണ്. ഫോളിക്കുലാർ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറവാണ്, ഗൊണാഡോട്രോപ്പിൻസിൻ്റെ അളവ് കൂടുതലാണ്. ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലാണ്, ഗൊണാഡോട്രോപ്പിൻസിൻ്റെ അളവ് കുറവാണ്. ഗൊണാഡോട്രോപ്പിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. സോ ദി ആൻസർ ഈസ് 4. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് സെൻസ് ഓർഗൻസിൽ നിന്നുള്ളതാണ്. കൊക്ലിയ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ വെസ്റ്റിബുലാർ അപ്പാറ്റസ്. ശരിയാണത്. വെസ്റ്റിബുലാർ അപ്പാറ്റസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? വെസ്റ്റിബുലാർ അപ്പാറ്റസ് എന്ന് പറയുമ്പോൾ അതിൽ സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. സെമി സർക്കുലർ കനാൽസ്. Then cochlea, cochlea അല്ല, semicircular canals, ampullae, utricle, saccule. ഇപ്പോൾ സെമി സർക്കുലർ കനാൽസും ആംപ്യുളയും യൂട്രിക്കിളും സാക്യൂളും കൂടെ കൂടുമ്പോൾ വെസ്റ്റിബുലാർ അപ്പാറ്റസ് ആയി. ഇതാണ് നമ്മുടെ ബാലൻസിങ് ഓർഗൻ. ബാലൻസിങ് ഓർഗനാണ്. എന്നാൽ ഹിയറിംഗ് ഓർഗൻ എന്ന് പറയുന്നതാണ് കൊക്ലിയ. ഹിയറിംഗ് ഓർഗൻ അത് കൊക്ലിയാണ്. ദാറ്റ് ഈസ് കൊക്ലിയ. സോ കൊക്ലിയ ഈസ് കൺസേൺഡ് വിത്ത് ഹിയറിംഗ്. ദ റെസ്റ്റ് ഓഫ് ദ കൊക്ലിയ, കൊക്ലിയ ഒഴികെയുള്ള ഭാഗമെല്ലാം വെസ്റ്റിബുലാർ അപ്പാറ്റസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൊക്ലിയ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ വെസ്റ്റിബുലാർ അപ്പാറ്റസ്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ട്രൂ ആണ്. ആംബുള കണ്ടെയ്ൻസ് പ്രൊജക്റ്റിംഗ് റിഡ്ജ് കോൾഡ് ക്രിസ്റ്റ വിച്ച് ഹാസ് ഹെയർ സെൽസ്. ആംബുളയുടെ വാളിൽ പ്രൊജക്റ്റിംഗ് റിഡ്സ് ഉണ്ട്. ഇങ്ങനെ പ്രൊജക്റ്റിംഗ് റിഡ്സ്, അതിനകത്ത് ഹെയർ സെൽസ് ഇങ്ങനെ കാണാം. സെൻസറി ഹെയർ സെൽസ് കാണാം. ഈ സെൻസറി ഗ്രൂപ്പ് ഓഫ് ഹെയർ സെൽസിനെയാണ് നമ്മൾ ക്രിസ്റ്റ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആംബുളയിൽ കാണുന്നത് ക്രിസ്റ്റ, യൂട്രിക്കിളിലും സാക്യൂളിലും കാണുന്നത് മാക്യുല. ഇനി ട്വൈലൈറ്റ് വിഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് കോൺസ്. ട്വൈലൈറ്റ് എന്ന് വിളിച്ചാൽ വിഷൻ ഇൻ ഡിം ലൈറ്റ്. വിഷൻ ഇൻ ഡിം ലൈറ്റ് ആണ് സ്കോട്ടോപ്പിക് വിഷൻ. അത് കോൺസിൻ്റെ ഫങ്ഷൻ അല്ല, അത് റോഡ്സിൻ്റെ ഫങ്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നോട്ട് കറക്റ്റ്. അപ്പോൾ ആൻസർ ഇതാണ്. ട്വൈലൈറ്റ് വിഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് റോഡ്സ്. സ്കോട്ടോപ്പിക് വിഷൻ റോഡ്സ് ആണ്, കോൺസിന് ഫോട്ടോപ്പിക് വിഷനാണ്. ഓൺലി കോൺസ് ആർ ഡെൻസ്ലി പാക്ഡ് ഇൻ ദ ഫോബിയ. ഇതും ശരിയാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോബിയ ഓർ യെല്ലോ സ്പോട്ട് ഈസ് ദ മോസ്റ്റ് sensitive part of the retina where vision is most acute because cones are most densely packed in the fovea. Fovea is seen at the geometrical center of the retina. So answer 3 ആണ്. not correct എന്ന് പറയുന്നത് 3 ആണ്. Question number 4. Which is property of innate immunity? ഇമ്മ്യൂണിറ്റി 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് ആണ്. പക്ഷേ അക്വയർഡ് ഇമ്മ്യൂണിറ്റീസ് പാത്തോജൻ സ്പെസിഫിക് ആണ്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് പാത്തോജൻ സ്പെസിഫിസിറ്റി ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് പാത്തോജൻ സ്പെസിഫിസിറ്റി ഇല്ല. ഇറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഇറ്റ് ഈസ് വെരി സ്പെസിഫിക് ആൻഡ് ഈസ് ആൻറ്റിബോഡി മീഡിയേറ്റഡ്. തെറ്റാണ്. അതൊരു പ്രോപ്പർട്ടി അല്ല. ഇത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. 2, ഇറ്റ് പ്രൊഡ്യൂസസ് മെമ്മറി സെൽസ് ഫോർ മൗണ്ടിങ് ഫാസ്റ്റ് സെക്കൻഡറി റെസ്പോൺസ്. പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസും സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസും ഒക്കെ ഉണ്ടാകുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലാണ്.
ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ മെമ്മറി സെൽസോ ആൻറ്റിബോഡീസോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതും തെറ്റ്. ഇറ്റ് ഹാസ് നാച്ചുറൽ കില്ലർ സെൽസ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലും നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലാണ് നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്. നാച്ചുറൽ കില്ലർ സെൽസ്. ഈ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ടി ലിംഫോസൈറ്റ്സ് ആണ്. മോഡിഫൈഡ് ടി ലിംഫോസൈറ്റ്സ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നാച്ചുറൽ കില്ലർ സെൽസ് അല്ലെങ്കിൽ മോഡിഫൈഡ് ടി ലിംഫോസൈറ്റ്സ് ആണ്. എന്നാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗം എന്താണ്? അത് ടി സൈറ്റോടോക്സിക് സെൽസ് ആണ്, അല്ലെങ്കിൽ ടി കില്ലർ സെൽസ് എന്ന് വിളിക്കാം. ടി സൈറ്റോടോക്സിക് സെൽസ്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ടി സൈറ്റോടോക്സിക് സെൽസ് ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ടി സൈറ്റോടോക്സിക് സെൽസും NK സെൽസും വൈറസ് ഇൻഫെക്റ്റഡ് സെല്ലുകളെ നശിപ്പിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ടി സൈറ്റോടോക്സിക് സെൽസ് ആക്റ്റീവ് ആകണമെങ്കിൽ ആൻറ്റിജനിക് സ്റ്റിമുലസ് വേണം. നാച്ചുറൽ കില്ലർ സെൽസ് ആക്റ്റീവ് ആകാൻ ആൻറ്റിജനിക് സ്റ്റിമുലസ് വേണ്ട. അതാണ് വ്യത്യാസം. ഇതിന് ആൻറ്റിജൻ്റെ സ്റ്റിമുലസ് വേണ്ട, ഇതിന് ആൻറ്റിജൻ്റെ സ്റ്റിമുലസ് വേണം. അപ്പോൾ NK സെൽസ്, ഇതാണ് അതിൻ്റെ ആൻസർ. നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്. നാച്ചുറൽ കില്ലർ സെൽസ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യും, ട്യൂമർ സെൽസിനെ അറ്റാക്ക് ചെയ്യും, ടിഷ്യൂ ഗ്രാഫ്റ്റിനെ അറ്റാക്ക് ചെയ്യും. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ചെയ്യുന്നതെല്ലാം നാച്ചുറൽ കില്ലർ സെൽസും ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല, അത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് ആൻസർ 3 ആണ്. മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കോറോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐ വാളിൽ, ഐയുടെ വാൾ എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ ലെയറാണ് സ്ക്ലീറ, മിഡിൽ പിഗ്മെൻ്റൽ ലെയറാണ് കോറോയിഡ്, ഇന്നർ ഫോട്ടോ സെൻസിറ്റീവ് ലെയറാണ് റെറ്റിന. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, ഇന്നർ മോസ്റ്റ് ലെയർ ഉണ്ട്. ഔട്ടർ ലെയറാണ് സ്ക്ലീറ, മിഡിൽ ലെയറാണ് കോറോയിഡ്, ഇന്നർ ലെയറാണ് റെറ്റിന. ഈ കോറോയിഡ് എന്ന് പറയുന്ന പിഗ്മെൻ്റൽ ലെയറാണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് മെലാനിൻ പിഗ്മെൻറ്റ്സ്. അപ്പോൾ കോറോയിഡ് പിഗ്മെൻ്റൽ ലെയറാണ്. കോറോയിഡ് എന്ന് പറയുന്ന പിഗ്മെൻ്റൽ ലെയറാണ്. 3. സസ്പെൻസറി ലിഗമെൻ്റ് എന്താണ്? സസ്പെൻസറി ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ ലെൻസിനെ സിലിയറി ബോഡിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, സിലിയറി ബോഡിയുമായിട്ട് ലെൻസിനെ ബന്ധിപ്പിക്കുന്നതാണ് സസ്പെൻസറി ലിഗമെന്റ്. ഇതാണ് സിലിയറി ബോഡി. അപ്പോൾ സസ്പെൻസറി ലിഗമെന്റ്സ് ആർ യൂസ്ഡ് ടു കണക്ട് ലെൻസ് ടു സിലിയറി ബോഡി. 1. കോർണിയ. കോർണിയ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പോർഷൻ ഓഫ് സ്ക്ലീറ. സ്ക്ലീറ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്ലീറയുടെ ആൻറ്റീരിയർ പോർഷൻ, സ്ക്ലീറയും ഇത് സ്ക്ലീറയാണ്. സ്ക്ലീറ എന്ന് പറയുമ്പോൾ അത് ഒപ്പേക്കാണ്, ഒപ്പേക്ക്. എന്നാൽ സ്ക്ലീറ ആൻറ്റീരിയർ സൈഡിൽ വരുമ്പോൾ അത് കോർണിയ ആയിട്ട് മാറി. കോർണിയ ട്രാൻസ്പെയറൻ്റ് ആണ്. കോർണിയ ഈസ് ട്രാൻസ്പെയറൻറ്റ്. അപ്പോൾ കോർണിയ ഈസ് ദി ആൻറ്റീരിയർ പോർഷൻ ആണ് ഓഫ് ദി സ്ക്ലീറ. കോർണിയ ഏവാസ്കുലർ ആണ്, അതിനകത്ത് ബ്ലഡ് വെസൽസ് ഇല്ല. കോർണിയ ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി ഐ. അത് ട്രാൻസ്പെയറൻ്റ് ആണ്, ബ്ലഡ് വെസൽസ് ഇല്ല. ദെൻ ഐറിസ്. ഐറിസ് എന്താണ്? ഐറിസ് എന്ന് പറയുന്നത് ഇതാണ് ഐറിസ്. ദിസ് ഈസ് കോൾഡ് ഐറിസ്. ഐറിസിൻ്റെ സെൻട്രൽ കാണുന്ന ഓപ്പണിങ്ങിൻ്റെ പേരാണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ ഡയമീറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന എന്താണ്? ഐറിസിൽ കാണുന്ന മസിൽസ് ആണ്. ഐറിസിൽ 2 തരം മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഐറിസിൽ കാണുന്ന മസിൽസ്? സർക്കുലർ മസിൽസും ഉണ്ട്, റേഡിയൽ മസിൽസും ഉണ്ട്. സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ചെറുതാകും, റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ വലുതാവും. സോ ദ ഡയമീറ്റർ ഓഫ് ദ പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ദി ഐറിസ് മസിൽസ്. അപ്പോൾ ഐറിസ് റെഗുലേറ്റ്സ് ഡയമീറ്റർ ഓഫ് ദ പ്യൂപ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 3, 1, 4, 1. 3, 1, 4, 2. ഇതാണ് ആൻസർ. Question number 6.
ദീസ് പ്രോസസ്സസ് ഒക്കർ ഡ്യൂറിങ് റീപോളറൈസേഷൻ ഓഫ് നെർവ് ഫൈബർ. അപ്പോൾ ഒരു നെർവ് ഫൈബറിന് 3 അവസ്ഥയുണ്ട്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കണ്ടീഷൻ. പ്ലാസ്മ മെംബ്രെയിൻ. ഇതെന്ത് വിളിക്കുന്നത് നമ്മളതിനെ? ഇതിനാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? ദാറ്റ് ഈസ് -70 മില്ലി വോൾട്ട് ആണ്. ഔട്ട്സൈഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്, ഇൻസൈഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ അടുത്തത് ഡീപോളറൈസേഷൻ നടക്കാൻ പോകുന്നത്, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ സമയത്ത് ഔട്ട്സൈഡ് നെഗറ്റീവ് ആകും, ഇൻസൈഡ് പോസിറ്റീവ് ആകും. ഇനി നമുക്ക് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കാം. ഡീപോളറൈസേഷൻ. ഇപ്പം ഡീപോളറൈസേഷൻ നടക്കുന്ന സമയത്ത് സോഡിയം അയോൺസ് അകത്തേക്ക് പ്രവേശിക്കുന്നു. ദർ ഇസ് എൻട്രി ഓഫ് സോഡിയം. സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീപോളറൈസേഷൻ നടക്കുന്നു. എന്നാൽ അടുത്തതാണ് റീപോളറൈസേഷൻ. പൂർവ്വസ്ഥിതിയിലെത്തി. ഇത് റീപോളറൈസേഷനാണ്. അപ്പോൾ റീപോളറൈസേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് വീണ്ടും -70 ഇവിടെ വോൾട്ടേജ് എത്രയാണ്? ഇവിടെ വോൾട്ടേജ് +30 മില്ലി വോൾട്ടാണ്. ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് +30 മില്ലി വോൾട്ടായി. റീപോളറൈസേഷൻ നടക്കുമ്പോൾ വീണ്ടും അത് -70 മില്ലി വോൾട്ടായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ പൊട്ടാസ്യം ചാനൽസ് തുറക്കും, സോഡിയം ചാനൽസ് ക്ലോസ് ചെയ്യും. ഇവിടെ സോഡിയം ചാനൽസ് ക്ലോസ്, പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ. ഇവിടെ നേരെ തിരിച്ചാണ്. ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ സോഡിയം ചാനൽസ് ഓപ്പൺ, പൊട്ടാസ്യം ചാനൽസ് ആർ ക്ലോസ്ഡ്. കാരണം സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഗേറ്റഡ് ചാനൽസ് ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുന്ന ഗേറ്റഡ് ചാനൽസ്. അപ്പോൾ ഡീപോളറൈസേഷൻ സമയത്ത് സോഡിയം ചാനൽസ് ഓപ്പൺ, പൊട്ടാസ്യം ചാനൽസ് ക്ലോസ്. എന്നാൽ റീപോളറൈസേഷൻ നടക്കുമ്പോൾ സോഡിയം ചാനൽസ് ക്ലോസ്, പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ. അപ്പോൾ ഏതൊക്കെയാണ്? സോഡിയം ഓപ്പൺ, സോഡിയം ക്ലോസ്. ഇതാണ് സോഡിയം ചാനൽസ് ക്ലോസ്, പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ. ബിയും ഡിയും, ബി ആൻഡ് ഡി ആണ് അതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ കൺസേണിങ് ദ പാൻക്രിയാറ്റിക് ഹോർമോൺ സെക്രീഷൻ? പാൻക്രിയാറ്റിക് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പാൻക്രിയാസിൽ ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇത് ഇൻസുലിൻ. ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. അത് ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. എന്നാൽ ഇൻസുലിൻ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ്, ഹൈപ്പോഗ്ലൈസീമിക് ആണ്. അപ്പോൾ ഗ്ലൂക്കഗോൺ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ കുറയുമ്പോൾ ഇത് സ്റ്റിമുലേറ്റഡ് ആവും. ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ സ്റ്റിമുലേറ്റ്സ് ആൽഫ സെൽസ് ടു സെക്രീറ്റ് ഗ്ലൂക്കോഗൺ. എന്നാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബീറ്റ സെൽസ് ആർ സ്റ്റിമുലേറ്റഡ് ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. അപ്പോൾ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പർഗ്ലൈസീമിയ. ഹൈപ്പർഗ്ലൈസീമിയ സ്റ്റിമുലേറ്റ്സ് beta cells to secrete insulin, hypoglycemia stimulates glucagon to secrete, alpha cells to secrete glucagon. അപ്പോൾ ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം ആൽഫ സെൽസ്. അത് തെറ്റാണ്. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റ്. ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇത് ഫോൾസ് ആണ്. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം ആൽഫ സെൽസ്. അത് ശരിയാണ്. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം ആൽഫ സെൽസ് ഇൻ റെസ്പോൺസ് ടു ഹൈപ്പോഗ്ലൈസീമിയ. അത് ശരിയാണ്. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം ആൽഫ സെൽസ് ഇൻ റെസ്പോൺസ് ടു ഹൈപ്പോഗ്ലൈസീമിയ. ഇൻസുലിൻ ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. തെറ്റ്. ഇൻസുലിൻ പ്രൊമോട്ട്സ് ആണ്. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകൾ വലിച്ചെടുത്ത് ഗ്ലൈക്കോജനായിട്ട് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ.
അതുകൊണ്ട് ഇൻസുലിൻ പ്രൊമോട്ട്സ് സെല്ലുലാർ അപ്ടേക്ക്. അതേസമയം ഗ്ലൂക്കഗോൺ ഇൻഹിബിറ്റ്സ്. ഗ്ലൂക്കഗോൺ സെല്ലുകൾ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നതിനെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഗ്ലൂക്കഗോൺ വരണം. ഗ്ലൂക്കഗോൺ ഇൻഹിബിറ്റ്സ് ശരിയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊമോട്ട്സ് എന്ന് പറയണം. ബീറ്റാ സെൽ സെക്രീറ്റ് ഇൻസുലിൻ, അത് കറക്റ്റാണ്. ഇൻ കോൺസ്റ്റന്റ് റേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയാലും കുറഞ്ഞാലും എപ്പോഴും ബീറ്റാ സെൽസ് കോൺസ്റ്റന്റ് ലെവലിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. തെറ്റാണ്. ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ മാത്രമാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നോർമലിൽ നിന്ന് താഴോട്ട് പോയാൽ അത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 2 ആണ് അതിൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഗിഫ്റ്റ്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫറാണ്. ഗാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഇഫ് എ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ്, അവരുടെ 2 ഓവറിയും ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഹെർ ഫാലോപ്പിയൻ ട്യൂബ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. യൂട്രസ് ആൻഡ് എൻഡോമെട്രിയം പെർഫെക്റ്റ്ലി ഓക്കെ. ഫെർട്ടിലൈസേഷൻ നടക്കാൻ തടസ്സമില്ല, ഇംപ്ലാന്റേഷൻ നടക്കാൻ തടസ്സമില്ല, പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ യാതൊരു തടസ്സമില്ല. ദ ഓൺലി പ്രോബ്ലം ഈസ് ദാറ്റ് ഷീ കനോട്ട് പ്രൊഡ്യൂസ് ആൻ ഓവം. അങ്ങനെ വരുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള മാർഗം എന്താണ്? ഒരു സ്യൂട്ടബിൾ ഡോണറിൽ നിന്ന് ഒരു ഓവം എടുത്തിട്ട് ഇവരുടെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ദെർഫോർ ട്രാൻസ്ഫർ ഓഫ് എ ഓവം from a suitable donor to the fallopian tube of the recipient, ഇതിനെയാണ് വിളിക്കുന്നത് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫാലോപ്പിയൻ ട്യൂബിലാണ്. അവിടെ ഇൻ വൈവോ ഫെർട്ടിലൈസേഷനാണ്. ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. ബോഡിക്ക് വെളിയിൽ ലാബറട്ടറിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ അതിനെ ഇൻ വിട്രോ എന്ന് വിളിക്കാം. നാച്ചുറലായിട്ട് ഫാലോപ്പിയൻ ട്യൂബിൽ നടന്നാൽ അത് ഇൻ വൈവോയാണ്. അപ്പോൾ ഇവിടെ ഇൻവൈവോ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. ദെർഫോർ അതൊരു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. കാരണം ഡോക്ടറുടെ സഹായത്തോടു കൂടിയുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. വിച്ച് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. എ വുമൺ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 നോർമൽ ഫാലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാലോപ്പിയൻ ട്യൂബ് എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഫാലോപ്പിയൻ ട്യൂബ് 2 വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഫാലോപ്പിയൻ ട്യൂബിനകത്ത് ബ്ലോക്ക് ഉണ്ട്, മറ്റൊരു ഫാലോപ്പിയൻ ട്യൂബ് നോർമൽ ആണെങ്കിൽ ആ നോർമൽ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാലോപ്പിയൻ ട്യൂബെങ്കിലും നോർമലായിട്ടിരിക്കണം. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണുള്ളത്? അവിടെ ഫെർട്ടിലൈസേഷൻ വെളി നടക്കണം. IVF ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ IVF ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. ഇവിടെ IVF നടക്കുന്നില്ല, എംബ്രിയോയെ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ദെർഫോർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വിട്രോ. ഇതാണ് തെറ്റ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്, നാലാമത്തെയാണ് ഇൻകറക്റ്റ്. ഇറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വിട്രോ അല്ല, ഇൻ വൈവോ. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വൈവോ എന്ന് വേണം, ഇൻ വിട്രോ അല്ല. മാച്ച് ദ ഫോളോയിങ് കോളംസ്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിനേഷന് ധാരാളം ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഏതെങ്കിലും ഒരെണ്ണമോ രണ്ടെണ്ണമോ അറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയൊക്കെ ശരിയായിക്കൊള്ളും. അതുകൊണ്ട് ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പൊതുവേ ആൻസർ ചെയ്യാൻ എളുപ്പമുള്ളതാണ്. ഇതാ ഇവിടെ ലിംസ് ആബ്സെൻറ്റ്. ലിംബില്ലാത്ത ആരാണ്? ദാ ഇവനാണ്, ഇക്തിയോഫിസ്. ഇക്തിയോഫിസ് എന്ന് പറഞ്ഞാൽ ലിംബിലസ് ആംഫീബിയനാണ്. ഇക്തിയോഫിസ് ഈസ് എ ലിംബിലസ് ആംഫീബിയൻ. ഗിൽ കവർ പ്രസൻറ്റ്.
ഫിഷസ് 2 ഗ്രൂപ്പുണ്ട്, കോൺട്രിക്റ്റിസും ഓസ്റ്റിക്റ്റിസും. കോൺട്രിക്റ്റിസിന് ഗിൽ കവർ അല്ലെങ്കിൽ ഒപ്പർക്കുലം ഇല്ല, ഓസ്റ്റിക്റ്റിസിന് ഗിൽ കവർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓസ്റ്റിക്റ്റിസിൽ വരുന്ന ഏതാണ്? ലേബിയോ. ലേബിയോ ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് 3 ആണ്. ദെൻ പ്ലാക്കോഡ് സ്കെയിൽസ് ആർ പ്രസന്റ്. കോൺട്രിക്റ്റിസിൽ കാണുന്നത് പ്ലാക്കോഡ് സ്കെയിൽസും ഓസ്റ്റിക്റ്റിസിൽ കാണുന്നത് സൈക്ലോയിഡ് സ്കെയിൽസുമാണ്. അപ്പോൾ ഇവിടെ കോൺട്രിക്റ്റിസിൽ വരുന്നത് സ്കോളിയോഡ് ഷാർക്കാണ്. ഷാർക്കിന് പ്ലാക്കോഡ് സ്കെയിലാണ്. ഷാർക്ക്. ജോസ് ആബ്സെന്റ്. ജോ ഇല്ലാത്ത വെർട്ടിബ്രേറ്റ്സ് ഏതാണ്? സൈക്ലോസ്റ്റോംസ് ആണ്. സൈക്ലോസ്റ്റോംസ് ആർ വെർട്ടിബ്രേറ്റ്സ് വിത്തൗട്ട് ജോസ്. സൈക്ലോസ്റ്റോംസിൻ്റെ എക്സാമ്പിൾ പെട്രോമൈസൺ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ഇതാണ്. അപ്പോൾ 2, 3, 4, 1 ആണ്. 2, 3, 4, 1. വളരെ എളുപ്പമാണ് മാച്ച് ദ ഫോളോയിങ് കണ്ടുപിടിക്കാൻ. ഒരു 10-20 സെക്കൻഡ് മതി. The maximum volume of air a person can breathe in after a forced expiration. ഏതാണിത്? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. ദ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3 പൾമനറി വോളിയംസ് ചേരുമ്പോഴാണ് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ദ സം ഓഫ് TV, IRV, ERV. TV എന്ന് പറയുമ്പോൾ ഏകദേശം 500 ആണത്. IRV എന്ന് പറയുമ്പോൾ 2500ഓളം വരും. ERV എന്ന് പറയുമ്പോൾ 1000 വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഒരു 4000 അല്ലെങ്കിൽ 4500ഓളം വരും വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി TV, IRV, ERV, RV ഇതാണ് പൾമനറി വോളിയംസ്. TVയും IRVയും കൂടെ ചേരുമ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ERVയും RVയും കൂടെ ചേരുമ്പോൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, TV പ്ലസ് IRV പ്ലസ് ERV ചേരുമ്പോൾ വൈറ്റൽ കപ്പാസിറ്റി. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഈ ഒരു ഫോർമുല മനസ്സിലാക്കി വെച്ചാൽ ഏത് ക്വസ്റ്റ്യനും ഇതിനകത്തു നിന്ന് ആൻസർ ചെയ്ത് ഒരു സിമ്പിൾ ഫോർമുലയാണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് 4 സിറ്റുവേഷൻസ് ആർ ഗിവൺ. ഇത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. വിസിറ്റിംഗ് ഫ്ലമിംഗോസ് ആൻഡ് റെസിഡൻറ്റ് ഫിഷസ് ഇൻ അമേരിക്കൻ ലേക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. 5 species of warblers in a tree, Ebbington tortoise and goats in Galapagos, Balanus and Shatamalas in Rocky Shore. Find the correct option. A represents mutualism. Visiting flamingos and ഇത് മ്യൂച്വലിസം അല്ല. ഇത് എന്തിനാണ് കാണിക്കുന്നത്? ഇത് കോമ്പറ്റീഷനാണ്. ഇത് കോമ്പറ്റീഷനെയാണ് ഈ കാണിക്കുന്നത്. വിസിറ്റിംഗ് ഫ്ലമിംഗോസും റെസിഡൻറ്റ് ഫിഷസും സൂപ്ലാങ്ടന് വേണ്ടി കമ്പീറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരേ റിസോഴ്സാണ് രണ്ടുപേർക്കും. ദർ ഇസ് എ കോമ്പറ്റീഷൻ. 5 സ്പീഷീസ് ഓഫ് വാർബ്ലേഴ്സ്. ബി റെപ്രസെൻറ്റ് ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ അല്ല, അത് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷനാണ്. 5 സ്പീഷീസ് ഓഫ് വാർബ്ലേഴ്സ് ഇൻ്റർ സ്പെസിഫിക് ആണത്. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഡോമിനൻറ്റ് സ്പീഷീസുകൾ വിജയിക്കുകയും ഡോമിനൻസ് കുറഞ്ഞ സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രകൃതി എപ്പോഴും ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷനെ മാക്സിമം ഡിസ്കറേജ് ചെയ്യും. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ ചെയ്യുന്ന മാർഗമാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. സോ 5 species of warblers in a tree is an excellent example for resource partitioning, which helps to reduce the intensity of interspecific competition for similar resource. 5 different species of warblers ഒരേ റിസോഴ്സിന് വേണ്ടി. വാർബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ടിവോറസ് ബേർഡ്സ് ആണ്. ഈ വൃക്ഷങ്ങളിലുള്ള ചെറിയ ഇൻസെക്റ്റുകളെ തിന്ന് ജീവിക്കുന്നവരാണ്. ഈ 5 സ്പീഷീസ് ഓഫ് വാർബ്ലേഴ്സിൻ്റെ ഒരേ റിസോഴ്സാണ്. പക്ഷേ ഇവർ 5 പേരും ആ റിസോഴ്സിന് വേണ്ടി ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കാത്ത എന്താണ്? ആ റിസോഴ്സിനെ സ്പേസ് വെച്ച് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു.
അപ്പോൾ സി റെപ്രസെൻറ്റ്സ് കോ എവല്യൂഷൻ, തെറ്റ്. ഇതെന്താണ്? ഇതും കോമ്പറ്റീഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ കോമ്പറ്റീഷൻ. ഗലപ്പാഗോസ് ഐലൻഡിൽ ഒരു കാലത്ത് ധാരാളം ഉണ്ടായിരുന്ന എബിങ്ടൺ ടോർട്ടോയ്സ് ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി. കാരണം ബൈ ദ ഇൻട്രഡക്ഷൻ ഓഫ് ഗോഡ്സ്. കാരണം എബിങ്ടൺ ടോർട്ടോയ്സും ഗോഡ്സും ഒരേ ബ്രൗസിങ് ഹാബിറ്റാണ്, ഇലകൾ തിന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഗോഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഗോഡ്സിന് എബിങ്ടൺ ടോർട്ടോയ്സിനെക്കാട്ടും റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ എഫിഷ്യൻസി കൂടുതലായിരുന്നു. അങ്ങനെ ഈ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ എഫിഷ്യൻസി കൂടുതലുള്ള ഗോഡ്സുമായിട്ട് മത്സരിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് എബിങ്ടൺ ടോർട്ടോയ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇവിടെ കോമ്പറ്റീഷനാണ്. ബെലാനസ് ആൻഡ് ഷത്തമാലസ്, ഡി റെപ്രസെൻറ്റ്സ് ഗോസേസ്. ഇതാണ് കറക്റ്റ്, ഇത് കറക്റ്റാണ്. ഗോസെ പറഞ്ഞത് എന്താണ്? രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഒരേ റിസോഴ്സിന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ മത്സരത്തിൻ്റെ അവസാനം കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ സ്പീഷീസിനെ എലിമിനേറ്റ് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ ഗോസേസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ക്ലോസ്ലി അല്ലെങ്കിൽ സ്ട്രോങ്ലി കമ്പീറ്റിംഗ് സ്പീഷീസ് cannot coexist together. Strongly competing species cannot coexist together. Eventually, the competitively superior one will exclude the competitively inferior one. ഇവിടെ ബെലാനസ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് ആണ്. ഷത്തമാലസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ ആണ്. ഇവർ രണ്ടും റോക്ക് ബർണക്കിൾസ് എന്ന് പറയുന്ന മൊളസ്കയുടെ വിഭാഗത്തിൽ വരുന്നവരാണ്. അപ്പോൾ ബെലാനസും ഷത്തമാലസും ഒരേ റോക്കി സർഫസിന് വേണ്ടി മത്സരിച്ചപ്പോൾ ഇവിടെ ബെലാനസ് അതിൽ വിജയിച്ചു, ഷത്തമാലസിനെ എക്സ്ക്ലൂഡ് ചെയ്തു അവിടെ നിന്ന്. അപ്പോൾ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഗോസേസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഡിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ് പോൾ എർലിക് ട്രൈ ടു എക്സ്പ്ലെയിൻ. പോൾ എർലിക്സ് എന്താണ് പറഞ്ഞത്? ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയറിൽ നിന്ന് ഏതാനും സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയാൽ അത് എക്കോസിസ്റ്റത്തെ ബാധിക്കുമോ എന്നാണ് ചോദിച്ചത്. ഒന്നോ രണ്ടോ ഇൻസിഗ്നിഫിക്കൻറ്റ് സ്പീഷീസുകൾ ഇല്ലാതായാൽ അത് എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കാര്യമായി ബാധിക്കത്തില്ല. എന്നാൽ കൂടുതൽ 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 ഇൻസിഗ്നിഫിക്കൻറ്റ് സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ ദാറ്റ് വിൽ അഫക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ എക്കോസിസ്റ്റം. കാരണം എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള എക്കോസിസ്റ്റം സ്റ്റേബിളാണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറവുള്ള എക്കോസിസ്റ്റം ലെസ് സ്റ്റേബിളാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് വെച്ച് അതിന് കുഴപ്പമില്ല. പക്ഷേ ആസ് മോർ ആൻഡ് മോർ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി എക്കോസിസ്റ്റം ഡിക്രീസസ്. ഇത് അദ്ദേഹം ഒരു ഉപമ വഴിയാണ് പറഞ്ഞത്. കാരണം എക്കോസിസ്റ്റത്തിനെ ഒരു എയറോപ്ലെയിനായിട്ടും സ്പീഷീസുകളെ ആ എയറോപ്ലെയിനിലുള്ള ഭാഗങ്ങൾ കൂട്ടിഘടിപ്പിച്ചിരിക്കുന്ന റിവറ്റുകളായിട്ടും സങ്കല്പിച്ചു, അതിനെ ഉപമിച്ചു. അതുകൊണ്ട് ഒന്നോ രണ്ടോ റിവറ്റ്സ് അല്ലെങ്കിൽ സ്ക്രൂ എന്ന് പറയുന്നത് ഒരു എയറോപ്ലെയിനിൽ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല. ആസ് മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ പോപ്ഡ് ഔട്ട്, ആ പ്ലെയിനിൻ്റെ സേഫ്റ്റി അത് ബാധിക്കും. അതുകൊണ്ട് ഇമ്പാക്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ എങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹം ഒരു തിയറി പോലെ പറഞ്ഞു. അതിൻ്റെ പേരാണ്, എന്താണ് അതിനെ വിളിക്കുന്നത്? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് പോൾ എർലിക്സിൻ്റെ. റിവറ്റുകളെ സ്പീഷീസായിട്ടും പോപ്പിങ്ങിനെ എക്സ്റ്റിങ്ഷനായിട്ടും അദ്ദേഹം പറഞ്ഞു. പോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എടുത്തു മാറ്റുക. Question number 13. Match the following diseases with the organ affected and select the correct option. Diseases എന്നിട്ടുണ്ട്. റിംഗ്വം. റിംഗ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? റിംഗ്വം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. ക്യൂട്ടേനിയസ് മൈക്കോസിസ്. മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഡിസീസ്. സ്കിന്നിനെ ബാധിക്കുന്ന ഫംഗൽ ഡിസീസുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് മൈക്കോസിസ്. റിംഗ്വേം എന്ന് പറയുന്നത് ഒരു വേമിൻ്റെ പേരല്ല,
മോതിരവളയം പോലെയുള്ള പാച്ചസ് സ്കിന്നിലുണ്ടാവും. മോതിരവളയം പോലെയുള്ള പാച്ചസ് സ്കിന്നിലുണ്ടാവുന്ന ഡ്രൈ സ്കെയിലി ലീഷൻസ് അപ്പിയർ വിത്ത് ഇൻറ്റൻസ് ഇച്ചിങ്, അതാണ് ലക്ഷണം. ഇതുണ്ടാക്കുന്നത് ആരാണ്? ഇതെവിടെയാണ്? സ്കിന്നിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് 4 ആണ്. കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. റൈനോ വൈറസ് എവിടെയാണ്? അത് ലങ്സിനെ ബാധിക്കത്തില്ല, നേസൽ പാസേജസിനെ. കോമൺ കോൾഡ് നേസൽ പാസേജസിനാണ്. കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. റൈനോ എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നോസ് എന്നാണ്. റൈനോ എന്ന് പറഞ്ഞാൽ നോസ്. നോസിനെയും നേസൽ പാസേജിനെയും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും മാത്രമേ റൈനോ വൈറസുകൾ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അത് ലങ്സിനെ അറ്റാക്ക് ചെയ്യത്തില്ല. ന്യൂമോണിയ അറ്റാക്ക് ചെയ്യുന്നത് ലങ് ആൽവിയോളയാണ്. ന്യൂമോണിയ ലങ്സിൻ്റെ ആൽവിയോളയിലേക്കാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഫ്ലൂയിഡ് വന്ന് നിറയും, റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയും. ഫൈലേറിയാസിസ് ലിംഫ് വെസൽസിനെയാണ്. ഫൈലേറിയാസിസ് ഈസ് കോസ്ഡ് ബൈ വുച്ചറേറിയ. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത് വുച്ചറേറിയ എന്ന് പറയുന്ന റൗണ്ട് വേംസ് ആണ്. വുച്ചറേറിയ എന്നുള്ള റൗണ്ട് വേംസ് ആണ് ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത്. വുച്ചറേറിയ ലീവ്സ് ഇൻ ദി ഹ്യൂമൻ ലിംഫ് വെസൽസ്. ആ ലിംഫ് വെസൽസിനെ അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ലിംഫിൻ്റെ അപ്വേർഡ് ഫ്ലോ നിന്ന് പോവും. അപ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലോവർ ലിംസ്. അങ്ങനെ ലോവർ ലിംസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് വീർക്കുന്നതിനാണ് എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലേറിയാസിസിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അത് എലിഫൻറ്റിയാസിസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് 4, 1, 2, 3. അപ്പോൾ 4, 1, 2, 3 ഇതാണ് ആൻസർ. ഓക്കെ. വിച്ച് ഫംഗസ് ഈസ് യൂസ്ഫുൾ ഇൻ മേക്കിംഗ് ബ്രെഡ്? ബ്രെഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫംഗസ് ഏതാണ്? സാക്കറോമൈസസ് സെറിവിഷി. Trichoderma polysporum. Trichoderma polysporum is used for the formation, for synthesis അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സൈക്ലോസ്പോറിൻ ആണ്. ആസ്പെർജില്ലസ് നൈജർ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് കിട്ടുന്ന അവിടെ നിന്നാണ്. റൈസോപ്രോസ് ഒരു കോമൺ ഫ്രീ ലിവിങ് ഫംഗസ് ആണ്. അപ്പോൾ ആൻസർ സാക്കറോമൈസസ്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, അവനെ നമുക്ക് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കാം. ബേക്കേഴ്സ് ഈസ്റ്റ്. ഇതേ ഫംഗസ് ആണ് സാക്കറോമൈസസ് സെറിവിഷി എന്ന് പറയുന്ന ഇതേ ഈസ്റ്റാണ് ആൽക്കഹോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആൽക്കഹോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുമ്പോൾ അവനെ വേറൊരു പേരാണ് ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കും. രണ്ടും ഒരാൾ തന്നെ. ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ബ്രീവേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. രണ്ടും ഒരാൾ തന്നെയാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? IUDs increase phagocytosis of sperms in the uterus. ഇത് ശരിയാണ്. IUDs increase. ഇൻട്രായൂട്രൈൻ ഡിവൈസസിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ IUD എന്ന് പറയുന്ന ഒരു ഫോറിൻ ഡിവൈസാണ്. ഒരു ഫോറിൻ ഡിവൈസ് യൂട്രസിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. യൂട്രസിൽ IUD ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് IUD. ഇങ്ങനെ ഒരു സംഭവം എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് യൂട്രസ് ഇരിക്കുമ്പോൾ എൻഡോമെട്രിയം എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫാഗോസൈറ്റിക് സെൽസ് എന്തുദ്ദേശിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? IUDയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ഫാഗോസൈറ്റിക് സെൽസിന് IUDയെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പകരം എന്ത് ചെയ്തു? ഇതിനകത്ത് വരുന്ന സ്പേംസിനെ നശിപ്പിക്കും. സോ ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ഓൾ IUDs, അത് നോൺ മെഡിക്കേറ്റഡ് IUD ആണെങ്കിലും കോപ്പർ റിലീസിങ് IUD ആണെങ്കിലും ഹോർമോൺ റിലീസിങ് IUD ആണെങ്കിലും, ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ഓൾ IUDs ഈസ് ദാറ്റ് IUDs പ്രൊമോട്ട് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് ഇൻ ദ യൂട്രസ്. IUDs വൺസ് ഇൻസെൻറ്റഡ് കനോട്ട് ബി റീപ്ലേസ്. തെറ്റാണ്. IUD എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. അതിന് കേടുവരികയോ ഇളകിപ്പോവുകയോ ചെയ്താൽ മറ്റൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. IUDs ആർ ജനറലി ഇൻവെസ്റ്റഡ് ബൈ ദ യൂസേഴ്സ് ആർ. തെറ്റ്. ഇതൊരു ഡോക്ടർ വേണം ചെയ്യാൻ. ഇത് ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഫിസിഷ്യനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. IUD സപ്രസ് ഗാമറ്റോജെനിസിസ്. IUD ഒരിക്കലും ഗാമറ്റോജെനിസിസിനെ സപ്രസ് ചെയ്യുന്നില്ല. ഓവുലേഷനൊക്കെ അവിടെ നടക്കാം, അല്ലെങ്കിൽ ഗാമറ്റോജെനിസിസ് നടക്കും. പക്ഷേ ഹോർമോൺ റിലീസിങ് IUD ഓവുലേഷനെ അത് സപ്രസ് ചെയ്യും.
ഓവുലേഷനെ സപ്രസ് ചെയ്യും, ഇംപ്ലാന്റേഷനെ സപ്രസ് ചെയ്യും. അപ്പോൾ ഹോർമോൺ റിലീസിങ് IUD സപ്രസ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ആൻസർ 1 ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16, മാച്ച് ദ ഫോളോയിങ്. ഇവിടെയും ലെഫ്റ്റ് കോളത്തിൽ ഹോർമോൺസ് തന്നിട്ടുണ്ട്, അടുത്ത കോളത്തിൽ അതിൻ്റെ എഫക്റ്റുകൾ തന്നിട്ടുണ്ട്. ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓക്സിറ്റോസിനാണ്. ലേബർ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഓക്സിറ്റോസിൻ. ലേബർ എന്ന് പറഞ്ഞാൽ പാർച്ചുറിഷൻ. പാർച്ചുറിഷൻ, ദ സം ഓഫ് ഓൾ ഈവൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഫ്രം എവിടെയാണ്? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് തുടങ്ങുന്നത് മുതൽ ചൈൽഡ് ബർത്ത് നടക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ലേബർ. അപ്പം ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ്. റിലീസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ GnRH ആണ് ഇവിടെ. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ കൊണ്ട് FSHും LHും പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ഇനി റെസ്പോൺസിബിൾ ഫോർ ദ തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം. ഈസ്ട്രോജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം. ഇതാണ് ഈസ്ട്രോജൻ. ദാറ്റ് ഈസ് 4. ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈസ്ട്രോജൻ കോസസ് തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം. ദെൻ വാട്ട് സ്റ്റിമുലേറ്റ്സ്? ദാറ്റ് ഈസ് നെക്സ്റ്റ് ഈസ് ദി സ്റ്റിമുലേറ്റ്സ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഏതാണ്? LH. ഓക്കെ. FSH ഇതാണ് 5. FSH സ്റ്റിമുലേറ്റ്സ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന FSH ആണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ബൈ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഇനി ഇവിടെ 3 ആണിത്. LH സ്റ്റിമുലേറ്റ്സ് ദി ഓവറി ടു റിലീസ് എ സെക്കൻഡറി യൂസൈറ്റ്. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്യൂർ ആയിക്കഴിഞ്ഞാൽ ആ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് അതിനകത്തുള്ള സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഓവുലേഷൻ. ഓവുലേഷനെ ട്രിഗർ ചെയ്യുന്ന LH ആണ്. LH സ്റ്റിമുലേറ്റ്സ് ദ ഓവറി ടു റിലീസ് സെക്കൻഡറി ഊസൈറ്റ് ഫ്രം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ 5, 3, 2, 4, 1 ആണ്. 5, 3, 2, 4, 1. ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ. 4 statements are given. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. തെറ്റാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടത്തേ ഉള്ളൂ. ഹൈപ്പറാണ്. ഹൈപ്പർ. കോർട്ടിസോൾ എന്ന് പറയുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. അത് ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. TCT ഈസ് എ ഹൈപ്പോകാൽസിമിക് ഹോർമോൺ. TCT എന്ന് വെച്ചാൽ തൈറോകാൽസിട്രോണിൻ. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പാരാഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോകാൽസിട്രോണിൻ കാൽഷ്യം ലെവൽ കുറയ്ക്കും. കാൽഷ്യം ലെവൽ കുറയ്ക്കുന്ന ഹോർമോൺ ആയതുകൊണ്ട് അതിനെ ഹൈപ്പോകാൽസിമിക് എന്ന് പറയും. അതേസമയം പാരാതൈറോയിഡ് ഹോർമോൺ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ഹൈപ്പർ കാൽസിമിക് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് ശരിയാണ്. ഇത് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ANF ഈസ് എ ഹൈപ്പർ ടെൻസീവ് ഹോർമോൺ. ANF എന്ന് പറഞ്ഞാൽ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഹാർട്ടിൻ്റെ ഏട്രിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു പെപ്റ്റൈഡ് ആണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ANF എന്ന് പറയുന്ന ഈ ഹോർമോൺ ഹൈപ്പർ ടെൻഷൻ അല്ല ഉണ്ടാക്കുന്നത്, ബ്ലഡ് പ്രഷർ കുറയ്ക്കത്തേ ഉള്ളൂ. ഹൈപ്പർ ടെൻസീവ് തെറ്റ്. അത് ഹൈപ്പോടെൻസീവാണ്. ഹൈപ്പോടെൻസീവാണ്. അത് ആൻറ്റി ഡയൂററ്റിക് അല്ല, അത് ഡയൂററ്റിക് ആണ്. അപ്പോൾ ANF ഹൈപ്പോടെൻസീവ് ആണ്, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ആൻറ്റി ഡയൂററ്റിക് അല്ല, അത് ഡയൂററ്റിക് ആണ്. ഡയല്യൂട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. അപ്പോൾ അതും തെറ്റാണ്. റിലാക്സിൻ ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ സെക്രറ്റഡ് ബൈ ഓവറി. തെറ്റ്. റിലാക്സിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. റിലാക്സിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. അപ്പോൾ അതും തെറ്റാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്, പക്ഷേ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് റിലാക്സിൻ. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ 1, 3, 4 ആണ്. 1, 3, 4 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്.
എട്രോപ്പിൻ ഈസ് എ ഹാലൂസിനോജൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം. അട്രോപ്പിൻ എന്ന് പറയുന്നത് ഡെറ്റ്യൂറ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഹാലൂസിനോജനാണ്. ഹാലൂസിനോജൻസിലാണ് നമ്മൾ കനബിനോയിഡ്സ് വരുന്നുണ്ട്, LSD വരുന്നുണ്ട്, അട്രോപ്പിൻ വരുന്നുണ്ട്. അട്രോപ്പിൻ എന്താണ് ചെയ്യുന്നത്? അട്രോപ്പിൻ ആൻറ്റി കോളിനർജിക്കാണ്. അട്രോപ്പിൻ ഈസ് ആൻറ്റി കോളിനർജിക്കാണ്. അട്രോപ്പിൻ ആൻറ്റി കോളിനർജിക്കാണ്. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെയും അസറ്റൈൽ കോളിൻ്റെ റിലീസിനെയും അത് സപ്രസ് ചെയ്യും. അങ്ങനെ സപ്രസ് ചെയ്യുമ്പോൾ അഡ്രിനാലിനും സിമ്പതറ്റിക്കും വളരെ സ്ട്രോങ് ആവും, നല്ല ഒരു സ്റ്റിമുലേഷൻ കിട്ടുകയും ചെയ്തു. ആൻറ്റി കോളിനർജിക്കാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് കോളംസ്. കനാൽ സിസ്റ്റം കാണുന്ന എവിടെയാണ്? സ്പോഞ്ചസിലാണ്. ഇവിടാണ് സ്പോഞ്ചസിൻ്റെ എക്സാമ്പിൾ. ദാ canal system is found in sponges like porifera like skypha. Skypha is an example of porifera. അപ്പോൾ കനാൽ സിസ്റ്റം പോറിഫറയിലാണ്. പോറിഫറയുടെ എക്സാമ്പിളാണ് സ്കൈഫ. മാൻഡിൽ ക്യാവിറ്റി കാണുന്ന മൊളസ്കയിലാണ്. അപ്പോൾ മൊളസ്ക എന്ന് പറഞ്ഞാൽ പൈലയാണ്, പൈല. പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ബെലാനോഗ്ലോസസ്. ബെലാനോഗ്ലോസസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുന്നത് റൗണ്ട് വേംസ് ആണ്. അഷൽ മീൻ ദ സ്ത്രീ സ്യൂഡോസിലോമേറ്റ്. അപ്പോൾ 4, 1, 2, 3 ആണ്. സിമ്പിളാണിത്. ഇത് ഏതെങ്കിലും 1, 2 ശരിയായ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി ശരിയായിക്കോളും. An action potential arriving at the motor end plate of the skeletal muscle fibers cause. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ നെർവ് ഫൈബർ വഴി വരുന്നു. ഇത് സാർക്കോലെമയാണ്. സാർക്കോലെമ എന്ന് പറഞ്ഞാൽ മസിൽ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് ആക്സോൺ ടെർമിനൽ. ആക്സോൺ ടെർമിനൽ. ആക്സോൺ ടെർമിനൽ ഇമ്പൾസ് ഇതാ വരുന്നു. വന്നു കഴിഞ്ഞാൽ എന്ത് റിലീസ് ചെയ്യും? ഇവിടെ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. അസറ്റൈൽ കോളിൻ. ഈ അസറ്റൈൽ കോളിനാണ് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കെലിറ്റൽ മസിൽ സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനായ സാർക്കോലെമയിൽ എന്തുണ്ട്? അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽ സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം കാർഡിയാക് മസിൽ സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലും സ്മൂത്ത് മസിൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലും അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സുമുണ്ട്, അഡ്രിനാലിൻ റിസപ്റ്റേഴ്സുമുണ്ട്. അതേസമയം സ്കെലിറ്റൽ മസിൽസിൻ്റെ സാർക്കോലെമയിൽ അഡ്രിനാലിൻ റിസപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ ഇറ്റ് കോസസ് ദ റിലീസ് ഓഫ് അസറ്റൈൽ കോളിൻ വിച്ച് ട്രാവേഴ്സ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഈ സിനാപ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇവിടെ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. അത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ട്രാവേഴ്സ് ചെയ്ത് ക്രോസ് ചെയ്ത് സാർക്കോലെമയിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സാർക്കോലെമയിൽ എന്തുണ്ടാകും? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പോൾ ആക്സോൺ ടെർമിനലിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ സാർക്കോലെമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ്. ബാക്കി സോഡിയം അയോൺസ് റിലീസ് ചെയ്യുന്നില്ല, കാൽഷ്യം അയോൺസ് അവിടെ റിലീസ് ചെയ്യുന്നില്ല, നോർ അഡ്രിനാലിൻ റിലീസ് ചെയ്യുന്നില്ല. ആൻസർ 1 ആണ്. Of the following 4 statements about nephron, find the 2 incorrect ones. Urine becomes hypertonic as it passes through the descending. ശരിയാണ്. അപ്പോൾ ദാ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഡിസെൻഡിങ് ലിംബ് കളക്റ്റിംഗ്. ഇതുവഴി പോകുമ്പോൾ വാട്ടർ അബ്സോർവ് ചെയ്യുന്നു, അപ്പോൾ ഹൈപ്പർട്ടോണിക് ആകുന്നു. യൂറിൻ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹൈപ്പർട്ടോണിക് ആകുന്നു. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. യൂറിൻ ബിക്കംസ് ഹൈപ്പർട്ടോണിക് ആസ് പാസ് ത്രൂ ദ ഡിസെൻഡിംഗിൽ കൂടെ പോകുമ്പോൾ ഇവിടെ 300 മില്ലി ഓസ്മോൾസ് ആണ് ഓസ്മോളായിട്ട്. ഇവിടെ വരുമ്പോൾ 1200 300-ൽ നിന്ന് 1200 ആവും കോൺസെൻട്രേഷൻ. പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞ് ഇവിടെ വരുമ്പോൾ 100 ആവും. ട്യൂബുലാർ സെക്രീഷൻ ഹെൽപ്സ് ടു അബ്സോർബ് കാറ്റോൺസ് എല്ലാം ടു സെക്രീറ്റ് ആണ്. ടു സെക്രീറ്റ് അതായത് DCT കൂടെ പോകുമ്പോൾ ബ്ലഡിൽ നിന്ന്, ഇതാണ് ബ്ലഡ്, ഇത് ബ്ലഡാണ്. ബ്ലഡിൽ നിന്ന് സോഡിയം അയോൺസും ഹൈഡ്രജൻ അയോൺസ്
പൊട്ടാഷ്യം അയോൺസ്, അമോണിയ, ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നു. പി സി ടിയിലും ഡി സി ടിയിലും കളക്റ്റിംഗ് ഡക്റ്റിലും യൂറിൻ കടന്നു പോകുമ്പോൾ ബ്ലഡിൽ നിന്ന് കാറ്റയോൺസിനെയും ചില ഡ്രഗ്സിനെയും ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഇത്. അബ്സോർബ് ചെയ്യുകയല്ല, സെക്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തെറ്റാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട ഈസ് നോട്ട് പെർമിയബിൾ ടു സോഡിയം. തെറ്റ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട ഈസ് നോട്ട് വേണ്ട. വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബ് ഈസ്, വാസ റെക്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും സോൾട്ടിനോടും പെർമിബിലിറ്റി ഉണ്ട്, വാട്ടറിനോടും പെർമിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നോട്ട് വേണ്ട അവിടെ. അപ്പോൾ ഇതും തെറ്റ്. വാട്ടർ റീ അബ്സോർപ്ഷൻ ഫ്രം ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് കണ്ടീഷണർ. ശരിയാണ്. ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ഡി സി ടിയിൽ നിന്നും കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നും വാട്ടറിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ എ ഡി എച്ചിൻ്റെ സഹായം വേണം. അത് കണ്ടീഷണലാണ്. ഇത് ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് വൺസ് എന്ന് പറഞ്ഞാൽ 2ഉം 3 ഇൻകറക്റ്റാണ്. 2ഉം 3ഉം ഇൻകറക്റ്റാണ്. ഇതൊക്കെ വായിച്ചു നോക്കണം. ടെൻഷനും ആങ്സൈറ്റിയും വരുമ്പോൾ ഇൻകറക്റ്റ് കറക്റ്റായി പോകും, ചിലപ്പോൾ മാറിപ്പോവും. അത് ശ്രദ്ധിച്ചോണം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ഇൻകറക്റ്റ് എന്നുള്ളത് വായിക്കുമ്പോൾ കറക്റ്റ് എന്നാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. All the following hormones have an increased plasma level during pregnancy. പ്രഗ്നൻസി പീരീഡിൽ എച്ച് സി ജിയുടെ ലെവൽ വളരെ കൂടുതലാണ്, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലാണ്, പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ എഫ് എസ് എച്ചിൻ്റെ അളവ് കുറവാണ്. ഗൊണാഡോട്രോപ്പിൻസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി പ്രഗ്നൻസി പീരീഡ്. എഫ് എസ് എച്ചിൻ്റെ എൽ എച്ചിൻ്റെ അളവ് പ്രഗ്നൻസി പീരീഡിൽ വളരെ കുറവാണ്. അതേസമയം എച്ച് സി ജി കൂടുതലാണ്, പ്രൊജസ്ട്രോൺ കൂടുതലാണ്, പ്രൊലാക്റ്റിൻ കൂടുതലാണ്. പ്രഗ്നൻസി പീരീഡിൽ ബ്ലഡിൽ പ്രൊലാക്റ്റിൻ വളരെ കൂടുതലാണെങ്കിലും മാമറി ഗ്ലാൻഡ്സ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രഗ്നൻസി പീരീഡിൽ പ്രൊലാക്റ്റിൻ കൂടുതലാണെങ്കിലും മാമറി ഗ്ലാൻഡ്സ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ മാമറി ഗ്ലാൻഡ്സിലുള്ള പ്രൊലാക്റ്റിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. മാമറി ഗ്ലാൻഡ്സിലുള്ള പ്രൊലാക്റ്റിൻ റിസപ്റ്റേഴ്സിനെ പ്രൊജസ്ട്രോൺ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പാർച്ചുറേഷൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻഹിബിഷൻ മാറത്തുള്ളൂ. അപ്പോൾ പ്രൊലാക്റ്റിൻ ലെവല് കൂടുതലാണ്, റിലാക്സിൻ്റെ അളവ് കൂടുതലാണ്. വേണം ഇനി എഴുതാം. എച്ച് സി ജി കൂടുതലാണ്, പ്രൊജസ്ട്രോൺ കൂടുതലാണ്, ഈസ്ട്രോജൻ കൂടുതലാണ്, പ്രൊലാക്റ്റിൻ കൂടുതലാണ്, റിലാക്സിൻ കൂടുതലാണ്. ഇത് കുറവാണ്. വാട്ട് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച്? കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ 3 ഗാംഗ്ലിയ ലൈൻ്റെ തോറാക്സ്. ഇത് ശരിയാണിത്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കോമ്പൗണ്ട് ഐസ് ആർ സിറ്റുവേറ്റഡ് ദ വെൻട്രൽ സൈഡ് അല്ല, ഡോർസൽ സൈഡ്. ഇതാണ് തെറ്റ്. കോമ്പൗണ്ട് ഐസ് ഡോർസൽ സൈഡിലാണ്. ബ്രെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സൂപ്പർ ഐസോഫാജിക് ഗാംഗ്ലിയൻ. കറക്റ്റാണ്. നെർവ് കോഡ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ അലിമെൻ്ററി കനാൽ. കറക്റ്റാണ്. നോൺ കോർഡേറ്റ്സിനൊക്കെ നെർവ് കോഡ് അലിമെൻ്ററി കനാലിൻ്റെ വെൻട്രൽ സൈഡിലും കോർഡേറ്റ്സിൻ്റെ ഡോർസൽ സൈഡിലുമാണ്. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ആൻസർ. വെൻട്രൽ സൈഡല്ല, ഡോർസൽ സൈഡാണ്. അതാണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺലി അവൈലബിൾ ടെസ്റ്റ് ടു ഡിറ്റർമിൻ എച്ച് ഐ വി. എച്ച് ഐ വിയുടെ കോമൺലി അവൈലബിൾ ടെസ്റ്റ് ഏതാണ്? എലൈസയാണ്. എലൈസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. ഇതൊരു സെറോളജിക്കൽ ടെസ്റ്റാണ്. സെറോളജിക്കൽ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ഉപയോഗിച്ച് സിറത്തിലെ ആൻറ്റിജനും കണ്ടുപിടിക്കാം, ആൻറ്റിബോഡിയും കണ്ടുപിടിക്കാം. അപ്പോൾ എലൈസ ടെസ്റ്റ് ഉപയോഗിച്ച് എച്ച് ഐ വി ആൻറ്റിജനോ എച്ച് ഐ വി ആൻറ്റിബോഡിയോ രോഗിയുടെ രക്തത്തിൽ അല്ലെങ്കിൽ സിറത്തിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. സെറോളിക്. അതുകൊണ്ട് എച്ച് ഐ വി ആൻറ്റിബോഡീസാണ് അവിടെ കണ്ടുപിടിക്കുന്നത് നമ്മൾ സാധാരണ. ടി ഹെൽപ്പർ സെൽസ് അല്ല. ടി ഹെൽപ്പേഴ്സിൻ്റെ അളവ് വളരെ കുറയണമെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തണം. അപ്പോൾ സാധാരണഗതിയിൽ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് അയാളെ നമ്മൾ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ട് തോന്നും. അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണങ്ങളുമില്ല. ടി ഹെൽപ്പർ സെൽസ് കൗണ്ട് നോർമൽ ആയിരിക്കാം. അയാൾക്ക് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആ സമയത്ത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് എച്ച് ഐ വി ആൻറ്റിബോഡീസ്, എച്ച് ഐ വിയെ നേരിട്ട് അവിടെ നോക്കുന്നില്ല. എച്ച് ഐ വിയെ അല്ല നോക്കുന്നത്, എച്ച് ഐ വി ആൻറ്റിബോഡീസ്. അതുകൊണ്ട് എലൈസ ഈസ് യൂസ് ടു ഡിറ്റക്ട് എച്ച് ഐ വി ആൻറ്റിബോഡീസ്. മെയിൻ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഫ്രം ട്രോപ്പിക്കൽ ഏരിയ. നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ നിന്ന്, ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ നടക്കാൻ കാര്യം ഡീഫോറസ്റ്റേഷനാണ്.
The major cause of species extinction is habitat loss. Habitat loss ആണ്. ഒരു കാലത്ത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എർത്തിൻ്റെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 14% കൂടുതൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലെസ് ദാൻ 6% ആയിട്ട് കുറഞ്ഞു. 60% ഫോറസ്റ്റുകൾ ട്രോപ്പിക്കൽ ഏരിയയിൽ നശിപ്പിക്കപ്പെട്ടു. ആയിരക്കണക്കിന് സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയി. സോ ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഇൻ ദ ട്രോപ്പിക്കൽ ഏരിയ. Which hormone causes an increase in salt and water reabsorption in the bloodstream from the kidney, thereby increase in the blood volume, restoring salt level and the blood level? ഏതാണ്? ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ, ആൽഡോസ്റ്റിറോൺ ഇതെന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് sodium absorption, water absorption, then potassium elimination. അപ്പോൾ ആൽഡോസ്റ്റിറോൺ യൂറിനിൽ നിന്നും സോഡിയത്തെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു, വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു, പക്ഷേ പൊട്ടാസ്യത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ആൽഡോസ്റ്റിറോൺ കോസസ് renal absorption of sodium and water and renal excretion of potassium. Renal absorption of sodium and water and renal excretion. അപ്പോൾ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂടുന്നതാണ്. വാട്ട് സ്റ്റിമുലേറ്റ്സ് ആൽഡോസ്റ്റിറോൺ? ലോ സോഡിയം ഓർ ഹൈ പൊട്ടാസ്യം. ബ്ലഡ് പ്ലാസ്മയിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുകയോ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുകയോ ചെയ്താൽ ദാറ്റ് വിൽ ട്രിഗർ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ. അപ്പോൾ ആൻസർ ആൽഡോസ്റ്റിറോൺ ആണ്. ഈ ആൽഡോസ്റ്റിറോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ANF, ഏട്രിയൽ നാട്രിയൂററ്റിഫിക്കർ. ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് ആൻറ്റഗോണിസ്റ്റിക് ആണിത്. അപ്പോൾ ആൻസർ ഇതാണ്. ബ്ലഡ് ലെവൽസ് ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ സിഗ്നിഫിക്കൻ്റ്ലി റേസ്. ബ്ലഡിൽ LHൻ്റെ അളവ് അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്ന എപ്പോഴാണ്? ജസ്റ്റ് പ്രയർ ടു ഓവുലേഷൻ. ഇതാ ഓവുലേഷൻ നടക്കുന്നത് 14-ാം ദിവസമാണ്, 14th ഡേയിലാണ്. ഓവുലേഷന് തൊട്ട് മുമ്പ് LH ലെവൽ ആ പീക്കിലെത്തും. അതിൻ്റെ പേരാണ് LH സർജ്. ഓവുലേഷൻ ഈസ് ട്രിഗേർഡ് ബൈ LH സർജ്. ഏതെങ്കിലും കാരണവശാൽ LHൻ്റെ അളവ് അതിൻ്റെ സർജ് ലെവലിൽ എത്തിയില്ലെങ്കിൽ ഓവുലേഷൻ നടക്കാതെ വരും. അങ്ങനെ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ അതിനെ അനോവുലേഷൻ എന്ന് വിളിക്കും. ഓവുലേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ വന്നാലും മെൻസ്ട്രുവേഷൻ ഉണ്ടാവും. ഓവുലേഷൻ നടക്കാതെ വന്നാലും മെൻസ്ട്രുവേഷൻ ഉണ്ടാവും. കാരണം ഓവുലേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകത്തില്ല. കോർപ്പസ് ലൂട്ടിയം ഉണ്ടായില്ലെങ്കിൽ പ്രൊജസ്ട്രോൺ സിന്തസൈസ് ചെയ്യപ്പെടത്തില്ല. പ്രൊജസ്ട്രോൺ ഇല്ലാതെ വന്നാൽ ഈ എൻഡോമെട്രിയത്തിന് കൂടുതൽ നാൾ അതിൻ്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഓവുലേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ വന്നാൽ മെൻസ്ട്രുവേഷൻ ഉണ്ടാകും. അതിൻ്റെ പേരാണ് പ്രൊജസ്ട്രോൺ വിഡ്രോവൽ മെൻസ്ട്രുവേഷൻ. നോർമൽ മെൻസ്ട്രുവേഷനെ പ്രൊജസ്ട്രോൺ വിഡ്രോവൽ മെൻസ്ട്രുവേഷൻ എന്ന് വിളിക്കും. എന്നാൽ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ അനോവുലേറ്ററി ഒവേറിയൻ ഡിസ്ഫങ്ഷനാണ് അവിടെ നടക്കുന്നത്. അവിടെയും മെൻസ്ട്രുവേഷൻ നടക്കുന്നുണ്ട്, കാരണം അവിടെ പ്രൊജസ്ട്രോൺ ഫോർമേഷൻ നടക്കുന്നില്ല. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. നോക്കണം, കറക്റ്റ് എന്നാണ്. ഹയർ PCO2 ഇൻ ആൽവിയോളെ. PCO2 ആൽവിയോളെ കുറവല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളെ കുറവാണ്. അപ്പോൾ ഹയർ PCO2 ഇൻ ടിഷ്യൂസ് എന്നാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ടിഷ്യൂസ് എന്നായിരുന്നെങ്കിൽ ശരിയായത്. കാർബാമിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹയർ PCO2 ഇൻ ടിഷ്യൂസ് ഫേവർ ദ ഫോർമേഷൻ ഓഫ് കാർബോക്സി അല്ല, തെറ്റ്. കാർബാമിനോ എന്ന് വേണം. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിനും കാർബൺ ഡയോക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ കാർബാമിനോ ഹീമോഗ്ലോബിൻ. ഇതും തെറ്റാണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് മെയിൻലി ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ്. ഇതാണ് ശരി. About 70% carbon dioxide is transported as bicarbonate. എന്ന് പറഞ്ഞാൽ NaHCO3.
70% of carbon dioxide is transported through the blood plasma in the form of sodium bicarbonate. ഈ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബഫറാണ്. ബ്ലഡിൻ്റെ pH നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ബഫറാണ് സോഡിയം ബൈകാർബണേറ്റ്. ബ്ലഡ് ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ആസിഡിറ്റി കുറച്ച് കൊണ്ടുവരുന്ന ഒരു ബഫറാണ് NaCO3. അതുകൊണ്ട് ഇതാണ് ആൻ ഇൻക്രീസ് ഇൻ PCO2 ഇൻഹിബിറ്റ് ഡിസോസിയേഷൻ അല്ല, ഇറ്റ് പ്രൊമോട്ട്സ്, ഇൻഹിബിറ്റ് അല്ല പ്രൊമോട്ടാണ്. അപ്പോൾ ആൻസർ 3 ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി? സെക്സ് റേഷ്യോ ഇത് മൂന്നും പോപ്പുലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് മൂന്നും പോപ്പുലേഷൻ്റെ സ്വഭാവങ്ങളാണ്. ഇതാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ 3 സ്ട്രാറ്റ ഉണ്ട്. ഒന്നാമത്തെ സ്ട്രാറ്റ ഏതാണ്? ട്രീസ്. അടുത്ത സ്ട്രാറ്റ ഏതാണ്? ഷ്രബ്സ്. മൂന്നാമത്തേതാണ് ഹെർബ്സ്. ട്രീസ് അപ്പർ സ്ട്രാറ്റ, തൊട്ട് താഴെയുള്ളത് ഷ്രബ്സ്, ഏറ്റവും താഴെയുള്ള ഹെർബ്സ്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. സെക്സ് റേഷ്യോ, നാറ്റാലിറ്റി, ഏജ് ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടി അല്ല, അത് പോപ്പുലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. സീക്കം ഈസ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. സീക്കം ഈസ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ. ഇത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. റൂഗെ ആർ സീൻ ഇൻ ദ മ്യൂക്കോസ് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ ഇല്ല, ഇത് തെറ്റാണ്. മ്യൂക്കോസ് ഓഫ് സ്റ്റൊമക്കാണ്, ഫോൾഡുകളാണ് റൂഗെ. പൈലോറിക് റീജൻ ഓഫ് സ്റ്റൊമക്ക് ഓപ്പൺസ് ഇൻ ടു ഇലിയം അല്ല, പൈലോറിക് റീജൻ ഓപ്പൺസ് ഇൻ ടു ഡിയോഡിനമാണ്. അപ്പോൾ ഇതും തെറ്റ്, ഇതും തെറ്റ്. സെറോസ ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഗട്ട്. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഗട്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ സെറോസയാണ്. സെറോസ എന്ന് പറഞ്ഞാൽ മീസോത്തീലിയം. സെറോസ എന്ന് പറഞ്ഞാൽ മീസോത്തീലിയം പ്ലസ് കണക്റ്റീവ് ടിഷ്യൂ. മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയം ഡിറൈവ്ഡ് ഫ്രം മീസോത്തീലിയം. ഏത് എപ്പിത്തീലിയത്തിൻ്റെ താഴെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതിനാണ് ഇമ്പോർട്ടൻസ്. മീസോത്തീലിയമില്ല, കണക്റ്റീവ് ടിഷ്യൂ മാത്രമേ ഉള്ളെങ്കിൽ ആ ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? അഡ്വെൻറ്റീഷ്യ എന്ന് വിളിക്കും. അഡ്വെൻറ്റീഷ്യ എന്ന് പറഞ്ഞാൽ അഡ്വെൻറ്റീഷ്യ കണക്റ്റീവ് ടിഷ്യൂ ഓൺലി. സിറോസ എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ മീസോത്തീലിയവും കൂടെ വരണം. അപ്പോൾ അലിമെൻ്ററി കനാലിൻ്റെ ഔട്ടർ കവറിങ് സിറോസയാണ്. അതേസമയം കിഡ്നിയുടെ ഔട്ടർ കവറിങ് അഡ്വെൻറ്റീഷ്യയാണ്. കിഡ്നിക്ക് കവറിങ് സെറോസയില്ല, കാരണം അവിടെ മെസോത്തീലിയം ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ഓഫ് ദ പ്രോസസ്സസ് ആർ ഇൻവോൾവ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം? നേരത്തെ പറഞ്ഞാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ ആദ്യം വേണ്ടത് IVF ആണ്, ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. ഇവിടെ ഇക്സി എന്ന് പറയുന്നത് IVF ആണ്. സിഫ്റ്റ് എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. ഇക്സി എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. സ്പേമിനെ നേരിട്ട് എക്സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്, അത് IVF ആണ്. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. 8 സെല്ലിൽ സ്റ്റാജിലുള്ള എംബ്രിയോയെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഗിഫ്റ്റ്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ വരത്തില്ല. MTP ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ വരത്തില്ല. ഇതൊന്നും വരത്തില്ല. അപ്പോൾ ആൻസർ 1 ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ടാർഗറ്റ് ഓഫ് ADH ആൻഡ് ആൽഡോസ്റ്ററോൺ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബിലല്ല, ഇത് തെറ്റ്, ഡിസ്റ്റലാണ്. തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. യുറീമിയ ഈസ് ആൻ അബ്നോർമൽ ഇൻക്രീസ് ഇൻ യൂറിയ കോൺസെൻട്രേഷൻ ഇൻ യൂറിൻ അല്ല, ബ്ലഡാണ്. ഇതും തെറ്റ്. ഡയബറ്റിക്സ് ജനറലി ഹാവ് ഹൈ ഗ്ലൈക്കോസൂറിയ ആൻഡ് കീറ്റോനൂറിയ. ശരിയാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡയബറ്റിക്? ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വിത്ത് ഡയബറ്റിസ്. ഡയബറ്റിസ് ഉള്ള ഒരാളെ നമ്മൾ ഡയബറ്റിക് എന്ന് വിളിക്കും. ഡയബറ്റിക്സിന് രക്തത്തിൽ യൂറിനിൽ ഗ്ലൂക്കോസും കൂടുതലായിരിക്കും, കീറ്റോൺ ബോഡീസും കൂടുതലായിരിക്കും. സോ ഗ്ലൈക്കോസൂറിയ ഈസ് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ.
കീറ്റോനൂറിയ ഈസ് ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ്. ഈ കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ ലിവർ സെൽസിന് രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ ലിവർ സെൽസ് എനർജിക്ക് വേണ്ടി ഫാറ്റി ആസിഡ്സിനെ ഓക്സിഡൈസ് ചെയ്യാൻ നിർബന്ധിതമാകും. അങ്ങനെ ഫാറ്റി ആസിഡ്സിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ കീറ്റോൺ ബോഡീസ്. അപ്പോൾ കീറ്റോൺ ബോഡീസ് ബ്യൂറിനിലുണ്ടെങ്കിൽ അത് ഡയബറ്റീസിൻ്റെ ലക്ഷണമാണ്. എക്സസ് ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. നോർമൽ ഹെൽത്തി യൂറിനകത്ത് ഗ്ലൂക്കോസ് കാണാൻ പാടില്ല. അതുകൊണ്ട് ഇതാണ് മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് ഡു നോട്ട് ഹാവ്, ഇത് തെറ്റാണിത്. 85% നെഫ്രോൺസിലും വാസാറക്റ്റ് ഇല്ല. 15% വരുന്ന ജെക്സ്ട്രാമെഡുലറി നെഫ്രോൺസിൽ മാത്രമേ വാസാറക്റ്റ് ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ് കോളംസ്. സാക്കറോമൈസസ് സെറിവിഷി is the source of ethanol, ethyl alcohol. Clostridium butylicum is the source of butyric acid. Papaver somniferum is the source of morphine. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Monascus purpurus is the source of statin. ഇപ്പോൾ 2, 1, 4, 3 ആണ്. ആൻസർ ലാസ്റ്റ് വൺ. സെലക്ട് ദ കറക്റ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എക്സ്പിറേഷൻ. ഈ എക്സ്പിറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് എക്സ്പിറേഷൻ ഡയഫ്രം റിലാക്സസ്, എക്സ്റ്റേണൽ intercostals relaxes, pulmonary volume decreases, intrapulmonary pressure increases. അപ്പോൾ കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ തെറ്റ്, റിലാക്സേഷൻ വരണം. റിലാക്സേഷൻ ഓഫ് ഡയഫ്രം അത് കറക്റ്റാണ്. പൾമനറി വോളിയം ഇൻക്രീസസ് തെറ്റ്, ഡിക്രീസസ് ആണ് വരേണ്ടത്. ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസസ് ഇത് ശരിയാണ്. അപ്പോൾ ബിയും ഡിയുമാണ് അതിൻ്റെ കറക്റ്റ്. ബി ആൻഡ് ഡി, ബിയും ഡിയുമാണ് എക്സ്പിറേഷനിൽ നടക്കുന്നത്. Which one of the following statements about all the four, Hydra, Planaria, Nereis, Amphioxus? ഇതിൽ ഹൈഡ്രയും പ്ലനേറിയയും നീറീസും നോൺ കോർഡേറ്റയിൽ വരുന്നതാണ്, ആംഫിയോക്സസ് മാത്രം കോർഡേറ്റ്. ഇതിനകത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ആർ കറക്റ്റ്, കറക്റ്റായി വെച്ചിരിക്കുന്നത്. ഓൾ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ബൈലാറ്ററലി സിമെട്രിക്കൽ. ഹൈഡ്ര ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ല, ഹൈഡ്ര ട്രിപ്ലോബ്ലാസ്റ്റിക്കുമല്ല, ബൈലാറ്ററലി സിമെട്രിക്കലും അല്ല. ആംഫിയോക്സസ് ഹാസ് എ നോട്ടോകോഡ് നോട്ട് ഫൗണ്ട് ഇൻ ദ റിമൈനിങ് 3. ഇത് കറക്റ്റാണ്, ഇതാണ് കറക്റ്റ്. ആംഫിയോക്സസിന് നോട്ടോകോഡ് ഉണ്ട്, ബാക്കി 3-ന് നോട്ടോകോഡ് ഇല്ല. ആംഫിയോക്സസ് ഒരു വെർട്ടിബ്രേറ്റ് അല്ല, ആംഫിയോക്സസ് ഒരു പ്രോട്ടോകോർഡേറ്റ് ആണ്, സെഫലോകോർഡേറ്റിൽ വരുന്നതാണ്. ആംഫിയോക്സസ് ഇസ് നോട്ട് എ വെർട്ടിബ്രേറ്റ്. പ്ലനേറിയ ഇസ് എ ഫ്രഷ് വാട്ടർ ഫോം വൈൽ അതേഴ്സ് ആർ മറൈൻ. പ്ലനേറിയ ഫ്രഷ് വാട്ടർ എന്നുള്ളത് ശരിയാണ്, ബാക്കിയുള്ളതെല്ലാം മറൈൻ. ഹൈഡ്ര മറൈൻ അല്ല, ഹൈഡ്ര ഫ്രഷ് വാട്ടർ ഫോമാണ്. അപ്പോൾ ഇതും തെറ്റ്. അപ്പോൾ ആൻസർ 2 ആണ്. ഹൈഡ്ര. അതേസമയം നീറീസ് മറൈനാണ്, ആംഫിയോക്സസ് മറൈനാണ്. ഹൈഡ്രയും പ്ലനേറിയയും ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്. Which of the one of following groups of the 3 animals each is correctly matched with their characteristic morphologic feature? Belanoglossus, Salpaclarius, closed circulation. തെറ്റ്. ബെലനോഗ്ലോസസിൽ ഓപ്പൺ സർക്കുലേഷൻ ആണ്. ബെലനോഗ്ലോസസിൽ ഓപ്പൺ സർക്കുലേഷൻ. അസീഡിയ, പെട്രോമൈസൺ, ഷാർക്ക്. ഇതിൽ പെയർഡ് ഫിൻസ് ഉള്ളത് ഷാർക്കിന് മാത്രം, ഇതിന് രണ്ടിനും പെയർഡ് ഫിൻസ് ഇല്ല. ഇതും തെറ്റ്. ഷാർക്കിന് മാത്രമേ പെയർഡ് ഫിൻസ് ഉള്ളൂ. ഫ്രോഗ്, ലിസാർഡ്, ക്രോ, എപ്പിഡെർമൽ സ്കെയിൽസ്. ഫ്രോഗിന് എപ്പിഡെർമൽ സ്കെയിൽസ് ഇല്ല, ഫ്രോഗിന് സ്കെയിൽസേ ഇല്ല. ക്രോക്കഡൈല്, പീജിയൻ റാറ്റ്, ഈ 3 പേർക്കും 4 ചേമ്പേർഡ് ഹാർട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ക്രോക്കഡൈലിനും 4 ചേമ്പേർഡ് ഹാർട്ട്, പീജിയനും 4 ചേമ്പേർഡ് ഹാർട്ട്. ബേർഡ്സിന്, മാമൽസ്, റെപ്റ്റൈൽസിൻ്റെ കൂട്ടത്തിൽ 4 ചേമ്പേർഡ് ഹാർട്ട് ഉള്ളത് ക്രോക്കഡൈലിന് മാത്രമാണ്. The moist surface of the buccal cavity, pharynx, inner lining of ducts of salivary glands, ഇതെല്ലാം എന്താണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയം. പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നതും
തേയ്മാനം കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ലൈനിങ്ങിലെല്ലാം കാണുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അതേസമയം സിമ്പിൾ എപ്പിത്തീലിയം സാധാരണ കാണുന്നത് ഇന്നർ റീജിയൻസിലാണ്. ഹോളോ ക്യാവിറ്റീസിൻ്റെ ലൈനിങ്ങിലാണ് സിമ്പിൾ എപ്പിത്തീലിയം കാണുന്നത്. എക്സ്പോസ്ഡ് സർഫസിലും വെയർ ആൻഡ് ടെയർ കൂടുതൽ വരാൻ സാധ്യതയുള്ളിടത്തൊക്കെ കാണുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇവിടെ എല്ലാം കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. The bile released into the duodenum does not contain lipase എന്ന് പറഞ്ഞ എൻസൈം ഇല്ല. ബൈലിനകത്ത് യാതൊരു ഡൈജസ്റ്റീവ് എൻസൈംസും ഇല്ല. ബൈൽ കണ്ടെയ്ൻസ് ബൈൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്, ബൈൽ സോൾട്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ട്. എൻസൈംസ് ആർ ടോട്ടലി ആബ്സെൻറ്റ് ഇൻ ദ ബൈൽ. ബൈലിലെ ബൈൽ സോൾട്സ് ആണ് ഏറ്റവും പ്രധാനം. ബൈലിലെ ബൈൽ സോൾട്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് സർഫസ് ഏരിയ കൂട്ടി ലൈപ്പേസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ ബൈലിന്. Given below are 4 statements regarding human circulatory system. AV node is situated. അത് കറക്റ്റാണ്. ദാ AV node. AV നോഡിൻ്റെ പൊസിഷൻ ഇതാണ്. ദാ ഇതാണ് AV node. AV node is situated at the left lower corner of the right atrium. ഇത് കറക്റ്റാണ്. During a cardiac cycle, each ventricle pumps out approximately ഇത്രയല്ല 70 ആണ്. അതിനെ സ്ട്രോക്ക് വോളിയം എന്ന് പറയും. ഒരു കാർഡിയാക് സൈക്കിളിൽ ഓരോ വെൻട്രിക്കിളും പുറത്തോട്ട് വിടുന്ന ബ്ലഡിൻ്റെ അളവിനെ സ്ട്രോക്ക് വോളിയം, അത് 5000 അല്ല, അത് 70 ആണ്. 5000 എന്നാണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഒരു മിനിറ്റിൽ ഒരു വെൻട്രിക്കിളിൽ നിന്ന് ഒരു മിനിറ്റിൽ വെളിയിലേക്ക് പോകുന്നതാണ് ഈ 5000. ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഈസ് കോൾഡ് യൂണിവേഴ്സൽ. ഇത് തെറ്റാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻ ബിക്കോസ് ദ പ്ലാസ്മ കണ്ടെയ്ൻ ബോത്ത് ആൻറ്റിബോഡീസ്. അല്ല, ഇത് തെറ്റാണ്. പ്ലാസ്മ കണ്ടെയ്ൻസ് നോ ആൻറ്റിബോഡീസ്. ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻ ബിക്കോസ് ദ പ്ലാസ്മ കണ്ടെയ്ൻസ് നോ ആൻറ്റിബോഡീസ്. പ്ലാസ്മയിൽ ആൻറ്റിബോഡീസ് ഇല്ല, ഏതും സ്വീകരിക്കാം. അപ്പോൾ ഇതും തെറ്റാണ്. ഇൻ ഇലക്ട്രോ കാർഡിയോഗ്രാം പി വേവ് റെപ്രസെൻറ്റ് എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയ. കറക്റ്റാണ്. പി വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയെ കാണിക്കുന്നു. അപ്പോൾ 1 കറക്റ്റാണ്, 4 കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ആർ കറക്റ്റ്? 1 and 4. 1 and 4 are correct. What is the role of calcium ions in muscle contraction? What is the role of calcium ions in muscle contraction? എന്താണ്? Calcium ions bind with troponin. കാരണം ഒരു ആക്റ്റിൻ ഫിലമെൻറ്റിൽ നമ്മളിങ്ങനെ ഒരു ആക്റ്റിൻ ഫിലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ആക്റ്റിൻ ഫിലമെൻറ്റിൽ ഇങ്ങനെ ഇതാണ് ആക്റ്റീവ് സൈറ്റ്സ്, ഇതാണ് ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റാണ്. ആർക്കുള്ളത്? ഫോർ മയോസിൻ, മയോസിൻ ഹെഡ്. ഈ മയോസിൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഇതാണ് മയോസിൻ. മയോസിൻ മോളിക്യൂളിൻ്റെ ഹെഡ് ഇതാണ് ആ ഹെഡ്. ഈ മയോസിൻ മോളിക്യൂളിൻ്റെ ഹെഡ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാതല്ലേ കൺട്രാക്ഷൻ നടക്കത്തുള്ളൂ. പക്ഷേ ഇതിനെ മാസ്ക് ചെയ്തിരിക്കുന്നു. ട്രോപ്പോമയോസിൻ ഇതിനെ മാസ്ക് ചെയ്തിരിക്കുന്നു. ഈ ട്രോപ്പോമയോസിനും ട്രോപ്പോണിനും ഇവർ കോംപ്ലക്സ് ആണ്. ട്രോപ്പോമയോസിൻ ട്രോപ്പോണിൻ കോംപ്ലക്സ് ചേർന്ന് അതിനെ അങ്ങ് മാസ്ക് ചെയ്തിരിക്കുന്നു. കാൽഷ്യം അയോൺസ് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നു. അതുകൊണ്ട് ആക്റ്റീവ് സൈറ്റ്സിനെ ബൈൻഡിങ് സൈറ്റിനെ എക്സ്പോസ് ചെയ്യാം. Therefore, they bind with myosin. തെറ്റാണ്. They bind with troponin ആണ്. ഇത് തെറ്റ്. They bind with troponin of actin filaments, remove the mask. ഇതാണ് ശരി. ഇത് കറക്റ്റാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. They bind with tropomyosin. തെറ്റ്. ട്രോപ്പോമയോസിനുമായിട്ട് കാൽഷ്യം അയോൺസ് ബൈൻഡ് ചെയ്യുന്നില്ല. They bind with myosin. തെറ്റാണ്. അപ്പോൾ ആൻസർ they bind with troponin. ട്രോപ്പോണിൻ ആണ്. Troponin is a muscle protein present in cardiac muscles and skeletal muscles only. Smooth muscles troponin ഇല്ല. Troponin is absent in smooth muscles. അവിടെ സ്മൂത്ത് മസിൽസിൽ കാണുന്ന കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് കാൽമോഡുലിൻ. So troponin is absent in smooth muscles. It is present only in striated muscles like cardiac muscles and skeletal muscles.
Find the incorrect matching of type of cell and secretion. Parietal cells hydrochloric acid secrete ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിലെ parietal cells അല്ലെങ്കിൽ ഓക്സെൻറ്റിക് സെൽ. ഗോബ്ലറ്റ് സെൽസ് അല്ല ഇൻട്രിൻസിക് ഫാക്ടർ, തെറ്റ്. ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് parietal സെല്ലാണ്. ഗോബ്ലറ്റ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. സോ ഗോബ്ലറ്റ് സെൽസ് സെക്രീറ്റ് മ്യൂക്കസ്. പെപ്റ്റിക് സെൽസ് പെപ്സിനോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹെപ്പാറ്റിക് സെൽസ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ഇതാണ്. ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ആൻസർ. 2 ഈസ് ദി ആൻസർ. ഗോബ്ലറ്റ് സെൽസ് ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പരൈറ്റൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻട്രിൻസിക് ഫാക്ടറാണ് വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ എ പ്രോട്ടീൻ കോൾഡ് ഇൻട്രിൻസിക് ഫാക്ടർ produced by the parietal cells of the gastric gland. Amensalism is a type of population interaction. Amensalismത്തിൽ ഒരു സ്പീഷീസ് രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്പീഷീസ് എ സ്പീഷീസ് ബി, എക്ക് അതുകൊണ്ട് ദോഷം വരുന്നു, ബി എ ന്യൂട്രലാണ്. അപ്പോൾ അതിൻ്റെ സിമ്പല് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ an association of staphylococcus എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കൂടെ പെനിസീലിയം എന്ന് പറയുന്ന ഈസ്റ്റ് വളർത്തുകയാണെങ്കിൽ ഒരേ പെട്രി ഡിഷിനകത്ത് സ്റ്റഫൈലോകോക്കസ് എന്നുള്ള ബാക്ടീരിയയും പെനിസീലിയവും ഒന്നിച്ച് വളരുകയാണെങ്കിൽ പെനിസീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റഫൈലോകോക്കസിനെ നശിപ്പിക്കും. അപ്പോൾ സ്റ്റഫൈലോകോക്കസിന് അവിടെ ദോഷം. സ്റ്റഫൈലോകോക്കസ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യാതൊരു തരത്തിലും പെനിസീലിയത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് പെനിസീലിയത്തിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതാണ് അമൻസാലിസം. അപ്പോൾ വൺ സ്പീഷീസ് ഹാം ദി അതർ ഈസ് ബെനിഫിറ്റഡ്. തെറ്റ്. വൺ സ്പീഷീസ് ഹാം ദി അതർ ഈസ് അൺഅഫക്റ്റഡ്. വൺ സ്പീഷീസ് ഈസ് ഹാം അപ്പോൾ അവിടെ മൈനസായി. അതർ ഈസ് അൺഅഫക്റ്റഡ് അപ്പോൾ അവിടെ 0 ആയി. ഇതാണ് ആൻസർ. വാട്ട് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ് ദ എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ? ഇതാണ് എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ. സാധാരണ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു RN. ഇതാണ് R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്നാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണിത്. അപ്പോൾ N0 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി at time 0. NT എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി at time t. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. T എന്ന് പറഞ്ഞാൽ ടൈമാണ് അവിടെ. E എന്ന് പറഞ്ഞാൽ ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതമാണ് എന്ന് പറഞ്ഞാൽ 2.7182 വരും. ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം. അപ്പോൾ അത് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ആംഫീബിയൻസ് ഇവോൾവ് ഫ്രം ലോബ് ഫിൻ ഫിഷസ്. ശരിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ആംഫീബിയൻസ് ഫസ്റ്റ് ടെട്രാപോഡ്സ് ഇവോൾവ് ഫ്രം ലോബ് ഫിൻഡ് ഫിഷസ്. സീലക്കാന്തുകളെ പോലെയുള്ള ലോബ് ഫിൻഡ് ഫിഷസിൽ നിന്നാണ്. ഇൻ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഇക്വേഷൻ P2PQ റെപ്രസെൻറ്റ് ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗോട്സ്. അതും ശരിയാണ്. P² റെപ്രസെൻറ്റ്സ് ഹോമോസൈഗസ് ഡോമിനൻസ്. Q² റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ്സ്. 2PQ റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗോട്സ്. ഹോമോ എറക്ടസ് ഹാഡ് എ ബ്രെയിൻ സൈസ് ഓഫ്. ഇത് ഹോമോ എറക്ടസ് അല്ല, ഇത് ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ എറക്ടസിൻ്റെ ബ്രെയിൻ സൈസ് 900 ആണ്. അവർ മീറ്റ് ഈറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. ഹ്യൂഗോ ഡീവറീസ് ബിലീവ്ഡ് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻസ് ലീഡ് ടു സ്പീസിയേഷൻ. ശരിയാണ്, അദ്ദേഹം അങ്ങനെ വീഴുന്നു. അതിനെ സോൾട്ടേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് 1, 2 and 4 ആണ് കറക്റ്റ്. 1, 2 and 4 are correct. 1, 2 and 4 are correct. In an ecosystem, you observe the following organism: fish, man, diatom, zooplankton, cyanobacteria.
ഇവിടെ ഡയാറ്റംസ് എന്ന് പറയുന്നതും ഡയാറ്റംസും സയനോ ബാക്ടീരിയ ഇവരൊക്കെ എന്താണ്? ഇവർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്. അതേസമയം സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സാണ്. ഫിഷ് സെക്കൻഡറി കൺസ്യൂമറാണ്. മാൻ ടെർഷറി കൺസ്യൂമറാണ്. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡറി കൺസ്യൂമർ ആരാണ്? ഫിഷാണ്. ഫിഷ് അവിടെ സെക്കൻഡറി കൺസ്യൂമറാണ്. പ്രൈമറി കൺസ്യൂമർ എപ്പോഴും ഹെർബിവോർ ആയിരിക്കും. സെക്കൻഡറി കൺസ്യൂമർ എപ്പോഴും പ്രൈമറി കാർണിവോറും ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 46. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ലീഡിംഗ് ടു ഫെറ്റീജ് വീക്കനിങ് ആൻഡ് പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാലാണ് ഇറ്റ് ഈസ് എ ഡ്യൂ ടു ഓട്ടോ ഇമ്മ്യൂണിറ്റി. സാധാരണഗതിയിൽ നമ്മുടെ ആൻറ്റിബോഡീസ് നമ്മുടെ സെൽഫ് സെല്ലുകളെ സെൽഫ് ആൻറ്റിജൻസിനെ അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ സെല്ലുകളെയും ആൻറ്റിജൻസിനെയും ടോളറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിൻ്റെ പേരാണ് ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ്. പക്ഷേ ഫോറിൻ സെൽസിനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ഈ പവർ ടു ഡിസ്ക്രിമിനേറ്റ് സെൽഫ് സെൽസ് ആൻഡ് നോൺ സെൽഫ് സെൽസ് നഷ്ടപ്പെടുമ്പോൾ ആ അവസ്ഥയുടെ പേരാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ആൻറ്റിബോഡീസ് നമ്മുടെ സെല്ലുകളെ തന്നെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് മയാസ്തീനിയ ഗ്രേവിസ്. മയാസ്തീനിയ ഗ്രേവിസിൽ എന്താണ് സംഭവിക്കുന്നത്? ആൻറ്റിബോഡീസ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ടു സ്കെലിറ്റൽ മസിൽസിനെ ബ്ലോക്ക് ചെയ്യും. സ്കെലിറ്റൽ മസിൽസിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ ആൻറ്റിബോഡീസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ മയാസ്തീനിയ ഗ്രേവിസ് ഉണ്ടാവും. ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും അത് ജോയിൻസിനെ ബാധിക്കുന്നതാണ്, സ്കെലിറ്റൽ മസിലിനെ അല്ല. ഓസ്റ്റിയോപോറോസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ല. ഇറ്റ് ഈസ് എ ഡീമിനറലൈസേഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ബോൺ മാസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ കാൽഷ്യം ലെവലൊക്കെയാണ്. അപ്പോൾ ആൻസർ മയാസ്തീനിയ ഗ്രേവിസ് ആണ്. Which of the four statements are correct? Catalytic converters have expensive metals like platinum, palladium, silver അല്ല അവിടെ റോഡിയമാണ്. വാഹനങ്ങളിലെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കാറ്റലിറ്റിക് കൺവെർട്ടേഴ്സ്. അതിൽ സിൽവർ അല്ല റോഡിയമാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിക്കുന്നത്. എയർ ആക്ട് വാസ് അമെൻഡഡ് ഇൻ 1987 ടു ഇൻക്ലൂഡ് നോയ്സ്. ശരിയാണ്. എയർ ആക്ട് വന്നത് 1981 എയർ ആക്ട് 1981 വന്ന സമയത്ത് നോയ്സ് പൊല്യൂഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 1987 അത് അമെൻഡ് ചെയ്തു, ഭേദഗതി വരുത്തിയപ്പോൾ നോയ്സും കൂടെ ഒരു പൊല്യൂട്ടൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. എ സ്ക്രബർ ക്യാൻ റിമൂവ് ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്. ശരിയാണ്. ഫാക്ടറികളിൽ സൾഫർ ഡയോക്സൈഡ്, പ്രത്യേകിച്ചും കോൾ ഉപയോഗിക്കുന്ന ഫാക്ടറികളിൽ സൾഫർ ഡയോക്സൈഡ് എക്സോസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്ക്രബർ. ESP ക്യാൻ റിമൂവ് 99% ഓഫ് പെർട്ടിക്കുലർ മാറ്റർ. അത് ശരിയാണ്. പക്ഷേ ESP ഉപയോഗിക്കുന്ന വെഹിക്കിൾസിലല്ല. ഇത് തെറ്റാണ്. ഇത് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്പെസിപ്പിറ്റേഷൻ, ESP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് ആർ യൂസ്ഡ് വെഹിക്കിൾസിലല്ല, ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബി. ഇത് തെറ്റ്. ബിയും സിയുമാണ്. ബി ആൻഡ് സി ആർ കറക്റ്റ്. കമ്പാരിറ്റീവ് മോർഫോളജി ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോയും പൊട്ടറ്റോയും എന്താണ്? രണ്ടും ഫുഡ് സ്റ്റോറേജ് ആണ്. രണ്ടിൻ്റെയും ഫങ്ഷൻ കോമൺ ആണ്, സെയിം ഫങ്ഷൻ. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ട്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. രണ്ട് ഡിഫറൻറ്റ് ജീനിയോളജിയിലാണ് വരുന്നത്. അപ്പോൾ ഫങ്ഷണലി സിമിലർ, സ്ട്രക്ചറലി ഡിഫറൻറ്റ്. സെയിം ഫങ്ഷൻ ഡിഫറൻറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അത് അനോളജിയാണ്. ഡൈവർജൻ്റ് എവല്യൂഷൻ, ഹോമോളജി, കോമൺ ഇതൊക്കെ വരും. ഹോമോളോഗസ് ഓർഗൻസ്, ഹോമോളജിയുടെ പ്രോപ്പർട്ടീസാണ് ഇത് മൂന്നും. അനോളജി എന്ന് പറഞ്ഞാൽ അത് കൺവെർജൻ്റ് എവല്യൂഷനാണ്. അനോളഗസ് ഓർഗൻസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺവെർജൻ്റ് എവല്യൂഷൻ. വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിൽ നിന്ന് വരുന്നവർ ഒരേ ഹാബിറ്ററ്റിൽ ജീവിക്കുമ്പോൾ സിമിലർ അഡാപ്റ്റേഷൻസ് കാണിക്കുകയാണെങ്കിൽ അത് കൺവെർജൻ്റ് എവല്യൂഷനാണ്. അതുകൊണ്ടുണ്ടാകുന്നത് അനലോഗസ് ഓർഗൻസ് ആണ്. What makes blood to pass through the aorta for systemic circulation?
സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കണമെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യണം. സിസ്റ്റോളി ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ പൾമണറി സർക്കുലേഷൻ നടക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സിസ്റ്റമിക് ഹാർട്ട് എന്നും റൈറ്റ് വെൻട്രിക്കിളിനെ പൾമണറി ഹാർട്ട് എന്നും വേണമെങ്കിൽ വിളിക്കാം. മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ക്ലാവിക്കിൾ എന്ന് പറയുന്നത് ദ കോളർ ബോൺ ആണ്. കോളർ ബോൺ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി അക്രോമിയൻ. പെക്ടറൽ ഗർഡിലെ അക്രോമിയനുമായിട്ടാണ്. ഇതാണ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി അക്രോമിയൻ അറ്റ് ദി ഔട്ടർ എൻഡ്, സ്റ്റെർണം വിത്ത് ദ ഇന്നർ എൻഡ്. ഇന്നർ എൻഡിൽ സ്റ്റെർണവുമായിട്ടും ഔട്ടർ എൻഡിൽ അക്രോമിയനുമായിട്ടുമാണ് കോളർ ബോൺ. അസറ്റാബുലം എന്തുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? അസറ്റാബുലം ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി ഹെഡ് ഓഫ് ഫീമർ ആണ്. ഇത് ശരിയാണ്, ഫീമർ. അസറ്റാബുലം എന്ന് പറയുന്ന പെൽവിക് ഗർഡിൽ കാണുന്ന ഒരു സോക്കറ്റാണ്. അസറ്റാബുലം എന്നുള്ള സോക്കറ്റിലാണ് ഫീമറിൻ്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഹിപ്പ് ജോയിൻ്റ് ഉണ്ടാകുന്നത്. സൈഗോമാറ്റിക് ഒരു ഫേഷ്യൽ ബോണാണ്. സൈഗോമാറ്റിക് ആണ് ഈ കാണുന്ന ചീക്ക് ബോൺ എന്ന് വിളിക്കും. മാമൽസിന് മാത്രമേ ഉള്ളൂ സൈഗോമാറ്റിക് ബോൺ. മറ്റുള്ള ടെട്രാപോഡ്സിനോ വെർട്ടിബ്രേറ്റ്സിനോ സൈഗോമാറ്റിക് ബോൺ ഇല്ല. സൈഗോമാറ്റിക് ബോൺ ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് മാമൽസ്. അത് ഫേഷ്യൽ ബോണാണ്. പറ്റല്ല എന്ന് പറയുന്നത് നീ ക്യാപ്പാണ്. പറ്റല്ല നീ ക്യാപ്പ്. പറ്റല്ല ഒരു സെസമോയിഡ് ബോണാണ്. പറ്റല്ല ഈസ് എ സെസമോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കാൽസിഫിക്കേഷൻ ഓഫ് ടെൻഡൻ. ടെൻഡൻ ഒരു ബോണായിട്ട് രൂപാന്തരപ്പെട്ടുണ്ടായതാണ് സെസമോയിഡ് ബോൺ. പറ്റൽ ഒരു സെസമോയിഡ് ബോണാണ്. 4, 3, 1, 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. നല്ലോണം ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷമേ ആൻസർ ചെയ്യാവുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. ഒരു ചെറിയ നോട്ടപ്പിശക് വന്നാൽ 4 മാർക്ക് നഷ്ടപ്പെടുന്നു മാത്രമല്ല -1 പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നോക്കാനായിട്ട്. കറക്റ്റ്, ഇൻകറക്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ധൃതിയൊന്നും കൂട്ടണ്ട. ആദ്യം ഏറ്റവും എളുപ്പമുള്ള ഒരു 20 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ആൻസർ ചെയ്യാം. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ആ 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങളൊരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ സ്കോർ ചെയ്യുന്ന 80 മാർക്കാണ്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം പോകാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.